So good morning everyone, good morning. It's a new day and just hi parnge. So as usual, Sri Lakshmi MP is here saying hello, Shifana is here saying good morning, Aisha is here saying good morning, VSV Tech is here saying good morning. You all friends share this. Just a group we are going to start with a new chapter. We will chapter start ready sir. Preparation is slow. Sir. Preparation slow. Actually, especially March, we have a lot of പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് തോന്നും നമുക്കൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്ലോ ആവുകയാണെന്ന്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നീ പണ്ടത്തെ ഒരു സഹീറിനെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സഹീറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ അറിയുന്നുണ്ടാവും. ആൻഡ് സഹീറ ഈസ് കോൺസ്റ്റൻ്റ്ലി ലേണിംഗ് അല്ലേ, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്യാണ്. സോ ഒരിക്കലും എന്താ പറയുക, മെല്ലെ പഠിക്കാൻ ഇപ്പം മെല്ലെ പഠിക്കുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായി? ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഇന്ന് നമുക്ക് AC അങ്ങ് പഠിച്ചു കളയാം എന്ന് പറഞ്ഞിരുന്ന് നമ്മളൊരു ദിവസം ഫുള്ളൊക്കെ ഇരിക്കുമ്പോഴാണ് സമയം എൻറ്റയർ ആയിട്ട് വേസ്റ്റ് ആയി തോന്നുക. അപ്പം ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താണ്ടിരിക്കുക. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് ഇങ്ങനെ രാവിലെ എണീക്കുക, കോമ്പി കഴിഞ്ഞു 9 അല്ലേ. അപ്പോൾ കോമ്പി 9 കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് തിയറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും അല്ലേ. ഇപ്പോൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഫുള്ള് ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് തിയറിയുടെ ഒരു 90% ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ബാക്കി ഒരു മണിക്കൂർ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ തിയറിയുടെ നല്ലൊരു ബേസായി. ശരിയാണല്ലോ? അങ്ങനെ തിയറിക്ക് ഒരു ബേസ് കിട്ടി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് നേരെ സുഖമായിട്ട് യു ക്യാൻ ഗോ ബാക്ക് ടു നിൻ്റെ ക്വസ്റ്റ്യൻസ്. നമ്മുടെ NCERT സോൾഡ് എക്സാമ്പിൾസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, അത് കഴിഞ്ഞ് കുറച്ച് MTG പ്രീവിയസ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഓരോന്നിനും ടൈം ഉണ്ടാക്കി വയ്ക്കുക. യു ഹാവ് ടു അലോക്കേറ്റ് ദ ടൈം ഫോർ എവറിത്തിങ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെ ഒരു ടൈം അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിനക്ക് ഒരുപാട് സമയം കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആരും സ്ലോ ആയ പോലെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നതാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ഒന്നും ആയില്ല എന്ന് തോന്നും. ആൻഡ് ദാറ്റ് ഈസ് ടോട്ടലി ഓക്കെ. അത് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തോന്നുന്നൊരു കാര്യം കൂടിയാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നമ്മുടെ ബാക്കി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സനീറ്റ ഐസ് ഹിയർ, സോന ഐസ് ഹിയർ, ഹിന, ആദിത്യ മോഹൻ, ഗൗരി കൃഷ്ണ, ദിയ, അക്സ, ഓക്കെ, ഐ ഡോണ്ട് നോ, അഭിനവ്, സാൻഷ സെൻ, ഹാസഫ്, ഐഷ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ ഷാൽ വി സ്റ്റാർട്ട് വിത്ത് ദ ന്യൂ ചാപ്റ്റർ? നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണുള്ളത്. ആൻഡ് ടുഡേ വി ആർ ഹാവിങ് എ ചാപ്റ്റർ വിച്ച് ഇസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ ആണല്ലോ? സോ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആദ്യമേ പറയാം, പ്രോബബ്ലി ഫിസിക്സിൽ +2 ഏറ്റവും എളുപ്പം ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ആൻഡ് എസ്പെഷ്യലി ഞാൻ വീണ്ടും പറയാം, ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റ് ഓഫ് ചാപ്റ്റേഴ്സിലുള്ള വേറൊരു ചാപ്റ്ററും കൂടിയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതൽ എടുക്കുന്നത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റത്തെ മൊഡ്യൂൾ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് തൊട്ട് ഇങ്ങ് താഴെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരെയുള്ള ആ ചാപ്റ്റേഴ്സ്. ഭൂരിഭാഗം കുട്ടികൾക്കും ഇഷ്ടമില്ലാത്ത ചാപ്റ്റേഴ്സ്, അതാണ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റ് ഓഫ് ചാപ്റ്റേഴ്സ്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ ആ ഒരു ലിസ്റ്റിലെ ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. സോ ട്രസ്റ്റ് മീ, ഗിവ് മീ 2 hours ഓഫ് ടൈം. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിങ്ങൾ ഇന്നലെ ഒരുപാട് പേര് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചിട്ട് ഇത്രയും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടോ ചോദിച്ചു, അല്ലെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസോട് ഇത്രയും ഉണ്ടോ എന്ന് ചോദിച്ചു. അതേപോലെ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ആൾട്ടർനേറ്റിംഗ് കറണ്ട്. പക്ഷേ ട്രസ്റ്റ് മീ, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും, എല്ലാം പഠിപ്പിച്ചു തരും. ഇതിനകത്ത് കൺസെപ്റ്റ് വൈസ് ഉള്ളത് വളരെ കുറച്ച് കാര്യങ്ങളാണ്, അതെല്ലാം എടുത്തു പറയും. പിന്നെ എപ്പോഴാണ് VRMS യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് V0 യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. ശരിയല്ലേടാ? അപ്പോൾ നമ്മൾ അതൊക്കെ കവർ ചെയ്യാൻ പോവാണ്, നമ്മൾ പ്രോപ്പറായി തീർക്കും. ഐശ്വര്യ സെയിങ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഐശ്വര്യ. കോക്കാച്ചി, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ യൂസർ നെയിം ഇട്ട് വന്നിട്ടില്ല? ഓക്കെ, സോ കോക്കാച്ചി ചോദിക്കുകയാണ്, ഒത്തിരി ഏഴ്സാണ് തുടങ്ങിയിട്ട് ആകെ 1 minute ആവുന്നേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ആണല്ലോ? വി ഹാവിൻ സ്പോക്ക് എനിത്തിങ്. ഇനിയാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് വൺ തിങ് വിച്ച് ഐ ഹാവ് ടു അഷ്വർ യു എവ്രി വൺ. അതായത് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ഒരു ഫേസ് എന്ന് പറയുമ്പോൾ പ്രോബബ്ലി ക്രാഷ് ചെയ്യുന്ന കുട്ടികളെ ഞാൻ അങ്ങനെ പറയുന്നില്ല, ബട്ട് റിപ്പീറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരുപാട് പേര് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പഠിച്ചിട്ട് മുന്നേറാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ സമയം എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു പോയാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അവർക്കുള്ള കോട്ടാണ് ടുഡേസ് കോട്ട്. ഇത് ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരാളുടെ ഹി വാസ് എ റൈറ്റർ. അയാൾ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പാലയിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് കോട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കോട്ട് പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഒരു ദിവസം അവിടെ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ലൈബ്രറിയിൽ ഒരു കുട്ടി കോമ്പസ് കൊണ്ട് ഇങ്ങനെ എൻഗ്രേവ് ചെയ്ത് വെച്ച പോലെ ഉണ്ടായിരുന്ന ഒരു കോട്ടായിരുന്നു അത്.
ആൻഡ് ദിസ് കോട്ട് വാസ് ഓൾവേസ് ഓൺ മൈ മൈൻഡ്. ഓക്കെ ആണല്ലോ, എന്താണത്? ഈവൻ ദി ഡാർക്കസ്റ്റ് നൈറ്റ് ഷാൾ എൻഡ് ആൻഡ് ദ സൺ വിൽ റൈസ്. അതായത് നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പാടിലൂടെ പോകുകയാണെങ്കിലും അതിനർത്ഥം നമ്മൾ ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം എന്നല്ല, മനസ്സിലായോ? വൺ ഡേ, ഒരു ദിവസം ഈ ഒരു കുറ്റാക്കൂരിലിട്ട് ഫുള്ള് മാറി നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂര്യനുണ്ട്, ആൻഡ് ദാറ്റ് സൂര്യൻ വിൽ ബി റൈസിങ്. ഓക്കെ ആണല്ലോ, അല്ലാണ്ട് ഇതൊന്നും പെർമനൻ്റ് അല്ലടാ. ഇപ്പം നീ എടുക്കുന്ന എല്ലാ എഫേർട്സും, അതായത് ഇൻസ്റ്റ തുറക്കുന്നില്ല, സോഷ്യൽ മീഡിയാസ് ഒന്നും തുറക്കുന്നില്ല, ഫാമിലി ഫങ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യില്ല, ഒരു പ്രോഗ്രാമിനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇതൊന്നും നത്തിങ് ഈസ് പെർമനൻ്റ് ഇൻ ലൈഫ്, മനസ്സിലായോ? ഈവൻ യുവർ ഗുഡ് ടൈംസ് ആർ നോട്ട് പെർമനൻ്റ് അല്ലേ? നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് പോലും പെർമനൻ്റ് ആയിരുന്നില്ല. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചെല്ലണം എന്ന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവും ലൈഫിൽ അല്ലേ? ആ സമയം ഒന്നും കൂടെ സംഭവിച്ചിരുന്നെങ്കിൽ, ആ സമയത്ത് ഒന്നും കൂടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ ഈവൻ ദിസ് ടൈം, ഈ ഇത്രയും കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാണ്ടിരിക്കുന്ന ദിസ് ടൈം, ദിസ് ഈസ് ഓൾസോ ടെമ്പററി. ഇതും കടന്നു പോകും. ഓക്കെ ആണോ? സോ ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ, മനസ്സിലായോ? ഇന്ന് ഏപ്രിൽ 3 പ്രോബബ്ലി 31 ദിവസം കഴിഞ്ഞാൽ മെയ് 3 വെറും 4, 5, 6 അറൗണ്ട് 34 ഡേയ്സ് അല്ലെങ്കിൽ 33 ഡേയ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് എൻഡ് ചെയ്യും. പക്ഷെ അത് എൻഡ് ചെയ്യുന്നത് ഒരു ഹാപ്പി വേയിലായി കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് പാർട്ട് അല്ലേ? അപ്പോൾ എല്ലാവരും റെഡി ആണോടാ? നമ്മൾ AC പഠിക്കാൻ സെറ്റായിരിക്കുകയാണ്. ഇഫ് എവ്രിബഡി ഈസ് റെഡി, പ്ലീസ് put a thumbs up and we are going to start with the chapter. Okay ആണല്ലോ? And as usual എന്നോട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനോ അല്ലെങ്കിൽ if you need any advice regarding the life, ഞാൻ പറ്റുന്ന പോലെ, ഞാൻ കുറച്ച് പേർക്ക് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ കോമ്പി കഴിഞ്ഞ് നേരെ 9:30 പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിൽ നേരെ ക്രാഷിൻ്റെ ഓഫ്ലൈനിൽ കയറും. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും സെൻറ്റേഴ്സിൽ മിക്കവാറും ഓഫ്ലൈൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓൺലൈൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, നേരെ അതിലേക്ക് കയറും. അതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി 4 മണിയാവും ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. യൂഷ്വലി 4 മണിക്ക് ഞാൻ ഉറങ്ങാൻ ചെയ്യാം. ഓക്കെ, കാരണം രാവിലെ ഇത്ര നേരത്തെ എണീക്കല്ലേ, സോ രാത്രി അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് കിടക്കുക. സോ ഐ യൂസ് ടു സ്ലീപ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ ഐ യൂസ് ടു ഗോ ടു ലൈക്ക് ജിം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി ഐ യൂസ് ടു ജസ്റ്റ് വർക്ക്ഔട്ട് ഫോർ എ വൈൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് എക്സാംസ് ഉണ്ട്, എൻ്റെ തിയറി കഴിഞ്ഞിട്ടില്ല, പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ട് ഇനി. ഓക്കെ ആണല്ലോ? ഞാൻ ഫൈനൽ ഇയർ MBBS ആണ്, അത് കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉറങ്ങാനാവും. സോ ഞാൻ വളരെ കുറച്ച് ടൈമാണ് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാറ്. ഞാൻ യൂഷ്വലി കുറച്ച് യൂസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എടുക്കും ആൻഡ് ഐ യൂസ് ടു റിപ്ലൈ. ഇനിയും അങ്ങനെ ഉണ്ടാവും കേട്ടോ, അല്ലാണ്ട് ഹെസിറ്റേറ്റ് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റാണ്, നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ സർ പ്ലീസ് റിപ്ലൈ അങ്ങനെ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ ഒന്ന് റിപ്ലൈ ഒന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു ഇറ്റ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. ലെറ്റ്സ് ബിഗിൻ അവർ ചാപ്റ്റർ. സോ we are moving into something which is called as alternating current. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ? ഇലക്ട്രോൺസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒഴുകുകയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ? ശരി, ഇതാണ് ഒരു ബേസിക് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഒരു കറണ്ട് അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒപ്പം തന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ ആലോചിച്ചേ, ഒരു കറണ്ട് 1 സെക്കൻഡിൽ ഇങ്ങോട്ട് ഒഴുകി, അടുത്ത സെക്കൻഡിൽ 1 സെക്കൻഡിൽ ഇങ്ങോട്ടേക്ക് ഒഴുകി, അടുത്ത സെക്കൻഡിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. മനസ്സിലായോ? അതായത് ഒരു കറണ്ട് കുറച്ച് നേരം ലെഫ്റ്റ് ടു റൈറ്റ് ഒഴുകി, പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ഒഴുകി. ഓക്കെ ആണല്ലോ? അങ്ങോട്ട് ഒഴുകി ഇങ്ങോട്ട് ഒഴുകി. അത് പീരിയോഡിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ് ഒരു ഡയറക്ഷൻ, അടുത്ത സെക്കൻഡ് വേറെ ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ? ഒപ്പം തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കറണ്ടിനാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇസ് എ കറണ്ട് ഹൂസ് മാഗ്നിറ്റ്യൂഡ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനിഷൻ പോലെ ഇത്, മാഗ്നിറ്റ്യൂഡ് changes continuously and direction reverses periodically. Okay ആണോടാ? So this is the very basic definition of alternating current. Okay ആണല്ലോ? മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയി മാറിക്കൊണ്ടിരിക്കും, ഡയറക്ഷൻ ഒരു ടൈം കഴിയുമ്പോൾ റിവേഴ്സ് ചെയ്യും. നമുക്ക് ഈ ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇതാണ് മാഗ്നിറ്റ്യൂഡ് കേട്ടോ. കറണ്ട് ഇങ്ങനെ കൂടി കുറഞ്ഞു. ഓക്കെ ആണല്ലോ? കൂടി കുറഞ്ഞു. അതും മാത്രമല്ല,
ഇവിടെ എത്തുന്ന സമയത്ത് ഇത് നിങ്ങൾക്കറിയാം, ഇത് പോസിറ്റീവ് എന്താണ് എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും സ്ഥലമാണ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്, ശരി, വൈ ആക്സിസ് ആണ്, ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വൈ ആക്സിസിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ എത്തിയപ്പോൾ നെഗറ്റീവിലേക്ക് വന്നു. നമുക്കറിയാം നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ മാറി എന്നാണ് അല്ലേ. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ആസ് വെൽ. അപ്പോൾ നമുക്കൊരു ഡയറക്ഷനും മാറി, ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയുന്നത്, ഓക്കെ ആണല്ലോ. ആൻഡ് ഞാൻ പറയും നിങ്ങൾക്കിത് കാണുമ്പോഴേ അറിയാം ഒരു സൈൻ വേവ് എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, ഓക്കെ ആണല്ലോ. അതായത് sin 0 0 എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഒരു സൈൻ വേവിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൊസൈൻ വേവിൻ്റെയോ ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ വഴി I is equal to I0 sin omega t, ഓക്കെ ആണല്ലോ. ഇതിനാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എ സി കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇവിടെ 0 എടുക്കുമ്പോൾ ഇവിടെ 1 ആണ്. സോ cos 0 1 വരുന്നത് ഒരു ലൈക്ക് 0 ഡിഗ്രി 1 വരുന്നത് കൊസൈൻ ആണ്. സോ ദിസ് ഇസ് എസെൻഷ്യലി I is equal to I0 cos omega t, ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് രണ്ട് എ സി കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയണം ഇതിൽ ഓരോ ടേംസ് എന്താണ് നിങ്ങൾ അറിയണം, ഓക്കെ. ഐ എന്ന് പറയുന്നത് എന്താ അറിയൂടാ, നമ്മളോട് ഇപ്പോൾ ഒരു ടി ഉണ്ട്, ടി എന്ന് പറയുന്നത് ടൈമാണ്. ഏതെങ്കിലും ഒരു ടൈമിൽ 2 സെക്കൻഡിലുള്ള ആൾട്ടർനേറ്റീവ് കറണ്ടിൻ്റെ വാല്യൂ എത്ര. സോ ഐ ഈസ് എസെൻഷ്യലി ഇൻസ്റ്റൻറ്റേനിയസ്, എന്താണ് അത്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് അറ്റ് ടൈം ടി, ഓക്കെ ആണ്. ഒരു ടൈം ടിയിലുള്ള കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. അതുപോലെ I0 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ ഒരു കറണ്ടിന് മാക്സിമം അക്വയർ ചെയ്യാൻ പറ്റിയൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ കണ്ടോ, ദിസ് ഇസ് ദ മാക്സിമം വാല്യൂ. ആ മാക്സിമം വാല്യൂവിനാണ് I0 എന്ന് പറയുന്നത്. അതായത് ആ ഒരു എ സി കറണ്ടിന് അക്വയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ. സോ I0 ഇസ് എസെൻഷ്യലി ആംപ്ലിറ്റ്യൂഡ്. ചില ആൾക്കാർ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും, ചില ആൾക്കാർ പീക്ക് വാല്യൂ എന്ന് വിളിക്കും, ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ. അടുത്തതാണ് ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അറിയാം. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്, ഓക്കെ ആണല്ലോ. ഒമേഗ ഇസ് ദി ആംഗുലാർ ഫ്രീക്വൻസി, ഓക്കെ ആണല്ലോ, ആംഗുലാർ ഫ്രീക്വൻസി. ഇനി ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണ്, അല്ലെങ്കിൽ 2πf ആണ്, അല്ലെങ്കിൽ 2πν ആണ്, ഓക്കെ ആണല്ലോ. പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് ഇവരൊക്കെയാണ്, ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇതൊന്ന് ആലോചിക്കുക. ആൻഡ് ടി എന്ന് പറയുന്നത് ടൈം പീരിയഡ് ആണ്, ഓക്കെ ആണല്ലോ. ടി എന്ന് പറയുന്നത് ടൈം പീരിയഡ് ആണ്, ഓക്കെ ആണല്ലോ. ആൻഡ് ഇത് എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ വെരി ബേസിക് ഇൻട്രൊഡക്ഷൻ ടു ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എന്താണ് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട്, എങ്ങനെയാണ് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്, ഓക്കെ ആണല്ലോ. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫേസിനെ കുറിച്ച് പഠിക്കാം, ഓക്കെ ആണല്ലോ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഒരുപാട് കുട്ടികൾ വരുത്തുന്ന ഒരു കാര്യം, രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദി, മക്കളെ ശ്രദ്ധിച്ചിരുന്നോ, 1 മിനിറ്റ് നിങ്ങൾ വൃത്തിക്ക് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് കുട്ടികൾ തെറ്റിച്ച്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഇടുന്ന ഒരു ടേം ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്ന് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ഉണ്ട്. ഞാൻ ചോദിക്കും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ പീക്ക് വാല്യൂ ഓഫ് എ സി. രണ്ടാമത് ഞാൻ ചോദിക്കുന്ന കാര്യമാണ് വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സി. മൂന്നാമത് ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് എ സി. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ടെർമിനോളജീസ് വരാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എക്സാമിന് തരുന്ന വാല്യൂസ് അത് V0 ആണോ VRMS ആണോ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എ സിയിൽ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ്, ശ്രദ്ധിക്കാം. സോ ഇതാണ് നിങ്ങളുടെ I0, സംശയമൊന്നുമില്ലല്ലോ. I0 മനസ്സിലാക്കാം. ഈ മാക്സിമം വാല്യൂവിനെ തന്നെയാണ് ഈ പീക്ക് വാല്യൂ I0 എന്ന് വിളിക്കുന്നത്, ഓക്കെ ആണോ. അല്ലെങ്കിൽ അടുത്ത ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സിനെ നീ എന്ത് വിളിക്കും, I0 എന്ന് തന്നെയാണ് പറയുന്നത്, ഓക്കെ ആണോ. നമ്മുടെ പീക്ക് വാല്യൂവിൻ്റെ വേറെ പേരാണ് ആംപ്ലിറ്റ്യൂഡ്. എന്നാൽ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു പീക്ക്, ഇതാണ് അടുത്ത പീക്ക്. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് I0 ആണ്, ഇതും I0 ആണ്. സോ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 2I0 ആണ് കേട്ടോ മക്കളെ, അത് 2I0 ആണ്. ഒരിക്കലും ഈ ഒരു കൺസെപ്റ്റ് തെറ്റിക്കരുത്. ഇഫ് സംബഡി ആസ്ക് യു എന്താണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവർ ആൻസർ ഷുഡ് ബി 2I0. മനസ്സിലായോ? പീക്ക് ടു പീക്ക് വാല്യൂ ഇസ് 2I0, ഓക്കെ ആണല്ലോ. ശരി, സോ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് അറിയാലോ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്,
ഓക്കെ ആണല്ലോ. അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, അതവിടെ സെറ്റാക്കി. ഇനി പീരിയോഡിക് ടൈം എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധിച്ചേ. പീരിയോഡിക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങിയോ അവിടെ അവസാനിപ്പിക്കാൻ. ഇത് തുടങ്ങിയ പോലെ തന്നെയാണ്, പക്ഷെ അങ്ങനെയല്ല. ഒരു പോസിറ്റീവ് സൈക്കിളും ഒരു നെഗറ്റീവ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അതിനെടുക്കുന്ന സമയത്തിനാണ് നമ്മൾ പീരിയോഡിക് ടൈം അല്ലെങ്കിൽ ടൈം പീരിയഡ് ഓഫ് ആൻ AC എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ടൈം ടു കംപ്ലീറ്റ്, നിങ്ങൾക്ക് ഇത് ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയല്ലോ. ടൈം ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. ഓക്കെ ആണല്ലോ. ശരി, അടുത്തതാണ് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ. ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഇങ്ങനത്തെ എത്ര സൈക്കിൾ AC കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലായോ? നമുക്കറിയാം ഒരു സൈക്കിളിനെ ടൈം പീരീഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്യും. ഫ്രീക്വൻസി നമ്മൾ ഇതെന്നോ മ്യൂന്നോ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, പല ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ശരി, സോ നമ്പർ ഓഫ് സൈക്കിൾസ് completed by alternating current in a second. Okay ആണല്ലോ. So frequency is essentially the number of cycles completed by alternating current in a second. Okay ആണല്ലോ. അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന് ഒരു യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് എന്ന് പറയുന്നത് സൈക്കിൾ പെർ സെക്കൻഡ്. ഇത് പല ആൾക്കാരും കേൾക്കാത്ത ഒരു യൂണിറ്റാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു യൂണിറ്റ് ഉണ്ട്, അതാണ് ഹെർട്സ്. ഓക്കെ ആണല്ലോ. സോ ഞാൻ നിങ്ങൾക്ക് എല്ലാ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ തരികയാണ്. സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അതിന് ഒന്നെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഹെർട്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ 1-2 വാല്യൂസ് NCERT തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇൻ ഇന്ത്യനെ സംബന്ധിച്ചോളം വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫ്രീക്വൻസി. ഇവിടെ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. എത്രയാണ്? 50 ഹെർട്സ് ആണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് എ സപ്ലൈ വോൾട്ടേജ് പറഞ്ഞേടാ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എത്ര വോൾട്ടേജാണ്? 220 വോൾട്ട്. ഓക്കെ ആണല്ലോ. ശരി, ഇനി അടുത്തത് നമ്മുടെ ഒരു കോമ്പറ്റീഷനാണ് USA. അമേരിക്കയുടെ കാര്യം കൂടെ NCERT പറയുന്നുണ്ട്. NCERT പറയുന്നത് USA-യിലുള്ളത് അതിലെ ഫ്രീക്വൻസി 60 ഹെർട്സ് ആണ്. അതുപോലെ സപ്ലൈ വോൾട്ടേജ് 110 വോൾട്ടാണ്. ഓക്കെ ആണല്ലോ. സോ ഈ 2 വാല്യൂസ് NCERT-യിൽ തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് തരികയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഫൈൻ. യെസ്, സൈക്കിൾ പെർ സെക്കൻഡ് ഹെർട്സ്. ഐഷാനസിൻ 220 വോട്ട്, ആദിത്യ 220 വോട്ട്. റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ ആണല്ലോ. ഫൈൻ. അമ്മു സാർ, ഈ നോട്ട് എങ്ങനെ കിട്ടും? എടാ, ഈ നോട്ടിൽ ഒന്നുമില്ലല്ലോ. നോക്കിയേ, ഈ നോട്ട് ഞാൻ എഴുതിണ്ടാക്കുന്ന നോട്ടല്ലേ. ലിറ്ററലി ഇതിലൊന്നുമില്ല. കണ്ടോ, ഇതിലാകുള്ള എന്താ കുറേ ഹെഡിങ്സ് മാത്രമാണുള്ളത്, വേറെ ഒന്നുമില്ല. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾക്ക് എൻ്റെ കൂടെ എഴുതിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഞാൻ എഴുതുന്ന അതേ സ്പീഡിൽ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എഴുതിയാൽ പോരെ. അതിന് ലൈക്ക് ഇതിൽ നോട്ടായിട്ടൊന്നുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് മൈ നോട്ട്, ഞാൻ ഉണ്ടാക്കിയ നോട്ടല്ലേ. ഓക്കെ, ഫൈൻ. ഇനിയുള്ള ഒരു കാര്യമാണ്, വാട്ട് ആർ ദി കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ കറണ്ട് ടു ബി ആൾട്ടർനേറ്റിംഗ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. NCERT പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്തൊക്കെ കണ്ടീഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, കണ്ടീഷൻ റിക്വയർഡ് ഫോർ കറണ്ട് ഓർ വോൾട്ടേജ് ടു ബി ആൾട്ടർനേറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പോയിൻറ്റ്സ് വരിയായിട്ട് എഴുതിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിലെ ആംപ്ലിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റൻറ്റ്. അതിലെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് alternate half cycle is positive and half negative. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് ഇത് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അടുത്ത കാര്യം, the AC current, the alternating current continuously varies in magnitude and periodically reverses in direction. ഓക്കെ ആണല്ലോ. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു സേ ദിസ് ഇസ് ആൻ AC കറണ്ട്. എന്താണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദിസ് ഇസ് ആൻ ഐഡിയൽ AC. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ ആംപ്ലിറ്റ്യൂഡ്. നിനക്ക് ഇതിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കണം. എൻ്റെ തെറ്റാണ്, എൻ്റെ കറക്റ്റ് AC അല്ല. കറക്റ്റ് ഇതിലൂടെ ഇങ്ങനെ പോകണം. ഓക്കെ ആണല്ലോ. ആംപ്ലിറ്റ്യൂഡ് ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, കൂടില്ല കുറയില്ല. ഫസ്റ്റത്തെ പോയിന്റ് ടിക്ഡ്. രണ്ടാമത്തെ, ആൾട്ടർനേറ്റ് ഹാഫ് സൈക്കിൾ ഉണ്ടാവണം.
ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. ലാസ്റ്റത്തെ കാര്യം, ഇത് കണ്ടിന്യൂസ്ലി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അങ്ങനെയുള്ള ഒരു കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എ സി കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഈ 3 പോയിന്റ് മക്കളെ ഒരിക്കലും മറക്കരുത്. കാരണം ഇതാണ് കാര്യം, 3 പോയിന്റ് എവിടെ ചോദിച്ചോ അപ്പോൾ അത് MCQ ആണ്. കാരണം ക്വസ്റ്റ്യൻ വരും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ എ കറണ്ട് ടു ബി AC. മനസ്സിലായോ? ഇങ്ങനെ എവിടെ 3 എണ്ണം കണ്ടോ ഇല്ലെങ്കിൽ 1 കണ്ടോ അതൊക്കെ പൊട്ടൻഷ്യൽ MCQ ആണ്. സോ ദിസ് ഈസ് എ MCQ ക്വസ്റ്റ്യൻ വിച്ച് ക്യാൻ ബി ആസ്ക്ഡ്. നമുക്കറിയില്ല, ഞാൻ ജസ്റ്റ് നിനക്ക് പോസിബിലിറ്റീസ് തരികയാണ്, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോ എന്നുള്ള രീതിയിൽ. ഓക്കെ ആണല്ലോ. ശരി, ഇനി നമുക്ക് കുട്ടികൾ തെറ്റിക്കുന്നത്, കുട്ടികളുടെ മനസ്സിലുള്ള AC എപ്പോഴും ഈ ഒരു AC ആണ് അല്ലേ? എവ്രി വൺ നോസ് ഓൺലി ദിസ് AC. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള AC പരിചയപ്പെടുത്താണ്. സോ ദിസ് ഇസ് ദ സൈനുസോഡൽ AC. കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സൈനുസോഡൽ AC. എല്ലാം പ്രോപ്പർ ആംപ്ലിറ്റ്യൂഡ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് എ ട്രയാങ്കുലർ AC. കാരണം എന്താ? ഇതിൽ ഫിക്സ്ഡ് ആംപ്ലിറ്റ്യൂഡ് ആണ്. കണ്ടോ, ആംപ്ലിറ്റ്യൂഡ് ഫിക്സ്ഡ് ആണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് സൈക്കിൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം പീരിയഡ് ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഓൾസോ ആൻ AC വിച്ച് ഇസ് കോൾഡ് എസ് എ ട്രയാങ്കുലർ AC. ഇതിനെയാണ് നമ്മൾ സ്ക്വയർ വേവ് AC എന്ന് വിളിക്കുക. ഇതിലും ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, ഇതിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അതുപോലെ ഇതും വേരി ചെയ്യുന്നുണ്ട്, കൂടി കുറഞ്ഞു വേരി ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ആൻ സ്ക്വയർ വേവ് AC. ഓക്കെ ആണല്ലോ. ശരി, ആൻഡ് ദിസ് ഈസ് എ സോ ടൂത്ത് വേവ് AC കേട്ടോ, ഹെഡിങ് കൊടുത്തിട്ടില്ല. സോ ടൂത്ത് വേവ് AC കണ്ടോ, അതായത് നമ്മുടെ പല്ലൊക്കെ പോലെ, അതാണ് സോ ടൂത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ മറ്റേ മരമൊക്കെ മുറിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേടാ, അതുപോലെയല്ലേ ഇത് കാണാൻ. അതാണ് ഈ കാര്യം. കണ്ടോ, ഒരു കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡാണ്, ആൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട് അല്ലേ? സോ ദിസ് ഇസ് എസെൻഷ്യൽ ഇൻ AC. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദിസ് ഇസ് നോട്ട് AC. കാരണം എന്താ? ഇതിൽ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് കൂടി കുറയുന്നുണ്ട്, എല്ലാം കറക്റ്റാണ്. പക്ഷെ എന്താ? ഒക്കെ പോസിറ്റീവ് സൈക്കിളാണ്. ഇതിൽ ഒരു നെഗറ്റീവ് സൈക്കിൾ ഇല്ല. അഥവാ ഈസിയായി പറയുകയാണെങ്കിൽ ഇതിൽ ഡയറക്ഷൻ മാറുന്നില്ല. അതുകൊണ്ട് ഈ സാധനം AC അല്ല. മനസ്സിലായോ മക്കളെ? ശ്രദ്ധിച്ചിരുന്നോ? ഇതൊക്കെ ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെൻ്റ് ആൻ AC എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണുമ്പോൾ ഞെട്ടിപ്പോവും. പക്ഷേ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നാണ് സാറ് പറയുന്നത്. അടുത്തത് ഇത് കണ്ടോ, നമ്മൾ കാണുന്ന സാധാ കാര്യം തന്നെയാണ്. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയായി കുറഞ്ഞ് ഇതിന് 0ലേക്ക് പോവാണ്. ഓക്കെ ആണല്ലോ. സോ ഇതിലെന്താ കാര്യം വെച്ചാൽ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് കൂടി കുറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ എന്ത്? ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ കാര്യം എന്തല്ല, ഇവിടെ വർക്കിംഗ് അല്ല, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് അല്ല, അതുകൊണ്ട് ഇത് AC അല്ല. ഓക്കെ ആണോ? AC അല്ല. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഇത് AC ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AC ആണ്. പക്ഷേ ദിസ് ഇസ് ആൻ ഇംപ്യൂർ ഫോം ഓഫ് AC. ദിസ് ഇസ് ആക്ച്വലി മിക്സ്ചർ ഓഫ് AC ആൻഡ് DC. അതായത് സെമി കണ്ടക്ടേഴ്സ് ഒക്കെ പഠിച്ചവരറിയാം, നമ്മളത് ട്രാൻസിസ്റ്ററൊക്കെ യൂസ് ചെയ്ത് നമ്മളത് AC DC ഒക്കെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ AC ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സോ ദിസ് ഇസ് എ മിക്സ്ചർ ഓഫ് AC. കാരണം ഇത് DC AC ആൻഡ് DC, ഇതാണ് നമ്മുടെ പ്രോപ്പർ DC എന്ന് പറയുന്നത്. ആ DCയിലേക്ക് ഡയറക്ഷൻ ചേഞ്ച് അല്ല, ഒരു ആംപ്ലിറ്റ്യൂഡൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ സാധനം. സോ ദിസ് ഇസ് എസെൻഷ്യലി എ മിക്സ്ചർ ഓഫ് AC ആൻഡ് DC. ഓക്കെ ആണല്ലോ, AC ആൻഡ് DC. സോ അത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ഒരു 15 മിനിറ്റ്സ് എടുത്ത് നമ്മൾ ദ വെരി ബേസിക്സ് ഓഫ് AC എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. മക്കളെ, ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട്? കാരണം ഇങ്ങനത്തെയൊക്കെ ചാപ്റ്റേഴ്സ് ഒരിക്കലും തെറ്റിക്കരുത്. മനസ്സിലായി? ഇപ്പോൾ തെർമോഡൈനാമിക്സ് ഓഫ് മാറ്റർ ചില കുട്ടികൾക്ക് ന്യൂട്ടൺസ് ഓഫ് കൂളിംഗ് കിട്ടില്ല എന്ന് വരും, ദാറ്റ് ഇസ് ഓക്കെ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും തെറ്റിക്കരുത്. മനസ്സിലായടാ മക്കളെ? ഇത് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തേ, എല്ലാവരും റിപ്ലൈ ചെയ്തേ നോക്കട്ടെ. നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഒരു 10 സെക്കൻഡ് എടുക്കുള്ളൂ സാർ മനസ്സിലാവുന്നുണ്ടോ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലേ. സോ മനസ്സിലാവുന്നുണ്ടോ പഠിപ്പിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഈസ് എവ്രിതിങ് ക്ലിയർ? കാരണം ഇതേ പേസിൽ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തതാണ് ആവറേജ് വാല്യൂ ഓർ മീൻ വാല്യൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ് സാർ ക്ലിയർ ആണ്. വെരി ഗുഡ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പോൾ നമുക്ക്
പ്രോപ്പറായിട്ട് കയറാം. എഗെയിൻ യു ഹാവ് ടു ബിയർ വിത്ത് മീ. ലെറ്റ് സ്റ്റഡി ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത ടോപ്പിക്കാണ് ആവറേജ് വാല്യൂ അഥവാ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കുക, എന്താണ് ആവറേജ് വാല്യൂ ഓർ മീൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ ആണല്ലോ. ശരി, ശ്രദ്ധിക്കാം. നമുക്ക് ഒരു എ സിക്ക് നിങ്ങൾക്ക് ഇതിന് ഒരു ഫിസിക്കൽ മീനിങ് വളരെ കുറവായിട്ടാണ് മീനിങ്. എന്താണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്? ഞാൻ ആവറേജ് വാല്യൂ എന്താണെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒരു എ സിക്ക് ഒരു പോസിറ്റീവ് സൈക്കിൾ ഉണ്ട്, ഒരു നെഗറ്റീവ് സൈക്കിൾ ഉണ്ട്. സംശയം ഉണ്ടോ? ഇല്ല. സോ ഒരു പോസിറ്റീവ് സൈക്കിൾ എടുക്കാം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈക്കിൾ എടുക്കാം. ഞാൻ അതിനെ ഹാഫ് സൈക്കിൾ എന്ന് വിളിക്കുകയാണ്. കുഴപ്പമുണ്ടോടാ? കാരണം ഇതൊരു ഫുൾ സൈക്കിളാണ്. അതിൻ്റെ പകുതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഹാഫ് സൈക്കിൾ. ശരിയാണല്ലോ? ഓക്കെ ആണല്ലോ. സോ ഒരു ഹാഫ് സൈക്കിൾ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഒരു ഹാഫ് സൈക്കിൾ എ സി എടുത്ത് ആ ഹാഫ് സൈക്കിൾ എ സി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡി സി എടുക്കാം. എന്നിട്ട് ഒരു സർക്യൂട്ട് നീ കൺസിഡർ ചെയ്യാം. ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു പകുതി സൈക്കിൾ ഓഫ് എ സി ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ചാർജ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊടുക്കുന്നുണ്ട്. അതേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അതേ എമൗണ്ട് ഓഫ് ചാർജ് ഒരു ഡി സി കൊടുക്കാൻ വേണ്ടി ആ ഡി സിക്ക് വേണ്ട വാല്യൂ എത്രയാണ്? അതിനെയാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഒരു ഹാഫ് സൈക്കിൾ ഓഫ് എ സി സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന ചാർജ് എത്രയാണോ അത്രയും ചാർജ് കൊടുക്കാൻ വേണ്ടി എത്ര ഡി സി കറണ്ട് വേണം? അതിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ശരി. സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. എന്താ പറയുക? സോ ഇതിൻ്റെ ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ദ മീൻ വാല്യൂ ഓഫ് എ സി. The mean value of AC over any half cycle, എഴുതേണ്ടവർക്ക് എഴുതാം കേട്ടോ, ഓവർ എനി ഹാഫ് സൈക്കിൾ, അതായത് either positive or negative is the value of DC which would send same amount of charge through a circuit as is sent by the AC through same circuit in same time. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സോ വാട്ട് ഈസ് ദി ആവറേജ് വാല്യൂ? നിങ്ങൾക്ക് ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. ഡെറിവേഷൻ ഒന്നും മക്കളെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇക്വേഷനാണ്. വാട്ട് ഈസ് ദി ആവറേജ് വാല്യൂ? I average is equal to 2I0 by pi. I average is equal to 2I0 by pi. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ടേബിൾ പറയാം. ടേബിൾ എന്നൊന്നും പറയാനില്ല, ഞാനിങ്ങനെ ഈ ചാപ്റ്ററിൽ ഒരുപാട് ടേബിളുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വളരെ രസമുള്ള ഒരുപാട് ടേബിളുണ്ട്. ഒന്നാമത്താണ് ഫുൾ സൈക്കിൾ, രണ്ടാമത്തതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, മൂന്നാമത്തതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഫുൾ സൈക്കിളിലുള്ള ആവറേജ് വാല്യൂ ഇസ് 0. ഓക്കെ ആണല്ലോ? ആവറേജ് വാല്യൂ 0. പോസിറ്റീവ് ഹാഫ് സൈക്കിളുള്ളത് 2I0 by pi ആണ്. ഓക്കെ ആണല്ലോ? അതുപോലെ നെഗറ്റീവിലുള്ളത് -2I0 by pi ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഇതൊന്ന് ഓർത്തിരിക്കുക, എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരും. ഓക്കെ ആണല്ലോ? സോ ഫുൾ സൈക്കിൾ 0 ആണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 2I0 by pi ആണ്, ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ -2I0 by pi ആണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് അബൌട്ട് ഇറ്റ്. ഓക്കെ ആണല്ലോ? ശരി. ഇനി മാക്സിമം വാല്യൂ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കാം. സപ്പോസ് ഞാൻ എടുക്കുന്ന ഒരു കറണ്ട് I is equal to A sin theta ആണെന്ന് വിചാരിക്കാം. ഇതിൽ കിട്ടാവുന്ന മാക്സിമം വാല്യൂ I max എന്ന് പറയുന്നത് എത്രയാടാ? അത് sin theta 1 ആവുമ്പോഴാണ് അല്ലേ? സോ A × 1, അതായത് A ആണ് ഇതിൽ കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ കാര്യം I is equal to A + B sin theta. ശ്രദ്ധിച്ചേ, ഇവിടെ I max എത്രയാണ് വരിക? ഇവിടെ I max എത്രയാണ് വരിക? എൻ്റെ മാക്സിമം A തന്നെയാണ്. B sin theta മാക്സിമം വാല്യൂ sin theta 91 ആണ്. സോ A + B × 1, അതായത് A + B. മൂന്നാമത്തെ കേസിലേക്ക് വരാം. I is equal to A sin theta + B cos theta. ഓക്കെ ആണല്ലോ? ഇവിടെ I max is equal to ഇവിടെ A + B sin theta 90 0 അങ്ങനെയല്ല പറയുക. കാരണം എന്താ വെച്ചാൽ നീ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലായി, അതായത് സൈൻ എന്താ പറയുക, ഇവിടെ 0 കൊടുത്തു കഴിയുകയാണെന്നുണ്ടെങ്കിൽ sin 0 0 ആയി പോവും.
കോസ് തീറ്റ 1 ആയി പോകും. അപ്പോൾ നമുക്ക് ഒരൊറ്റ ആംഗിൾ ഇത് പറയാൻ പറ്റില്ല. ഇങ്ങനൊരു സാധനം വരികയാണെങ്കിൽ, ആൻഡ് ദിസ് ഇസ് ആൻ എക്സെപ്ഷൻ വിച്ച് യു ഹാവ് ടു ലേൺ. എക്സെപ്ഷൻസ് ആർ ഓൾവേസ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഐ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഐ മാക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഐ മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അടുത്തത് ഐ ഇസ് ഈക്വൽ ടു എ സൈൻ സ്ക്വയർ തീറ്റ ആണെന്ന് വിചാരിക്കുക. ഐ ഇസ് ഈക്വൽ ടു എ സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ അതിലെ ഐ മാക്സ് എന്ന് പറയുന്നത് എ തന്നെയാണ്, പ്രൊവൈഡഡ് എ ഇസ് മോർ ദാൻ 0. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ മാക്സിമം വാല്യൂസ് ഓഫ് ഡിഫറെൻറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ ഫൈൻ. ശരി, ഇനി എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ? എന്താണ് ആർ എം എസ്? നിങ്ങൾ എപ്പോഴും ടീച്ചർമാരൊക്കെ അങ്ങനെ വളരെ അടിപൊളിയായിട്ട് വാട്ട് ഈസ് ദ ആർ എം എസ് വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ കോപ്പ് ആർ എം എസ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്താണ് സാർ ഈ ഫിസിക്കൽ മീനിങ്, എന്താണ് ഈ ഒരു ആർ എം എസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാണ്, എന്താണ് ഈ ആർ എം എസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും, നമുക്ക് എപ്പോഴും ഫിസിക്സിൽ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സാർ എങ്ങനെയാണ് ഫിസിക്സ് എളുപ്പമാക്കുക. ഫിസിക്സിൽ ഒരെന്ത് ചോദിച്ചാലും നിൻ്റെ മുന്നിൽ ചോദിച്ചിട്ടുണ്ടാവരുത്, എന്തുകൊണ്ട് അത് വന്നു എന്നൊരു ചോദിച്ചിട്ടുണ്ടാവരുത്. അങ്ങനെയില്ലെങ്കിൽ ഫിസിക്സ് എളുപ്പമായിരിക്കും. എന്താണ് ഒരു ആർ എം എസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം മക്കളെ, ശ്രദ്ധിക്കുക. ഒരു എ സി കറണ്ട് എടുക്കാം. അതൊരു പെർട്ടിക്കുലർ ടി ടൈമിലൂടെ എന്ത് ചെയ്യാം, ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യാം. ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസ്, ഒരു ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, അറിയാലോ നമ്മുടെ ഹീറ്റ് പ്രൊഡക്ഷണൽ ലോ ആണ്. അതിൻ്റെ ബേസിസിൽ എന്ത് പറ്റും, ഈ ഒരു സർക്യൂട്ട് ചൂടാവും, അതായത് ഒരു ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഒരു എ സി കറണ്ട് എടുക്കുകയാണ്, ഒരു ടൈം ഫ്രെയിം ടി എന്ന് പറഞ്ഞൊരു ടൈം ഫ്രെയിം നമ്മൾ മനസ്സിൽ വെച്ചു. ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ നമ്മൾ റെസിസ്റ്റൻസ് ആറിലൂടെ ഈ ഒരു എ സി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് ഉണ്ടായി എച്ച്. ഇനി എന്താണ് ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതേ ടൈമിൽ നീ എത്ര ഡി സി കറണ്ട് കൊടുക്കണം, ആ വാല്യൂ ആണ് ആർ എം എസ് വാല്യൂ. മനസ്സിലായോടാ? ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. വാട്ട് ഈസ് എ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ? എന്താണ് ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിൽ, ഒരു റെസിസ്റ്റൻസ് ആറുള്ള ഒരു സർക്യൂട്ടിൽ ഫോർ എ പെർട്ടിക്കുലർ ടൈം 1-2 സെക്കൻഡിൽ നമ്മളൊരു എ സി കറണ്ട് കടത്തി വിടുമ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി പ്രകാരം അതിനകത്ത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അതേ ഹീറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നീ അതേ സെയിം ടൈമിൽ എത്ര ഡി സി കറണ്ട് ഒഴുക്കി വിടണം, അതിനാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? സോ ഈസ് ആർ എം എസ് ക്ലിയർ ഫോർ യു? ഇനി ആർ എം എസ് ആര് ചോദിച്ചാലും അറിയൂല എന്ന് പറയരുത്, പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ ആണല്ലോ? ഫൈൻ. ശരി, ഇനി ആർ എം എസിൻ്റെ ഒരു വൃത്തികെട്ട ഒരു ഇക്വേഷൻ നമ്മുടെ NCERT-യിലുണ്ട്, അത് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും which of the following is an RMS, which of the following equation represents an RMS എന്ന് വെച്ച് കഴിഞ്ഞാൽ IRMS is equal to root of integral 0 to t I square dt divided by integral 0 to t dt. ഓക്കെ ആണല്ലോ? ഇതാണ് ആർ എം എസിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം നമുക്കിതൊന്നും വേണ്ട. നമുക്ക് വേണ്ട ഇക്വേഷൻ ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു I0 by root 2. ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു I0 by root 2. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഓക്കെ ആണല്ലോ? ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു I0 by root 2. ഓക്കെ ആണല്ലോ? ശരി, ഇനി യു ആർ ഗെറ്റിംഗ് ദി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേബിൾ ഓഫ് ദി ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കാം, ടേബിൾ വരയ്ക്കാം. ഈ സൈഡിൽ കറണ്ട്, ഇവിടെ ആവറേജ്, ഇവിടെ പീക്ക്, ഇവിടെ ആർ എം എസ്, ഇവിടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഓക്കെ ആണല്ലോ? സോ ഇത്രയും ഹെഡിങ്സ് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ആദ്യം കറണ്ടുകളെ കുറിച്ച് പഠിക്കാം. ആദ്യത്തെ കറണ്ട് I ഇസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഓക്കെ ആണല്ലോ? I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഇങ്ങനെ ഒരു കറണ്ടാണ് തരുന്നതെങ്കിൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ 0 ആണ്. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ പീക്ക് വാല്യൂ I0 ആണ്. ഇതിൻ്റെ ആർ എം എസ് വാല്യൂ I0 by root 2 ആണ്. ഇതിൻ്റെ ഒമേഗ, ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. അടുത്താണ് I2 is equal to I0 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ചിലപ്പോൾ ഇവൻ ഇങ്ങനെ വരും,
ചിലപ്പോൾ ഇവന് ആൾ മാറി I0/2 sin 2 ഒമേഗ ടി നടക്കും വരും. കാരണം എന്താ, sin 2 θ is 2 sin θ cos θ അല്ലേ, അത് ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇറങ്ങിയിരിക്കാം. ഇതാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് 0 ആണ്. ഇതിൻ്റെ പീക്ക് I0/2 ആണ്. കണ്ടോ, I0/2 ആണ്. അതുപോലെ ഇതിൻ്റെ RMS I0/2√2 ആണ്. I0/2 ആയപ്പോൾ I0/2√2 ആയി. ഒമേഗ എന്ന് പറയുന്നത് 2 ഒമേഗയാണ്. കണ്ടോ, 2 ഒമേഗയാണ്. അടുത്തത് I3 is equal to I0 sin ഒമേഗ ടി പ്ലസ് I0 cos ഒമേഗ ടി. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ആവറേജ് വാല്യൂ 0 ആണ്. ഇതിൻ്റെ പീക്ക് വാല്യൂ √2 I0 ആണ്. ഇതിൻ്റെ RMS വാല്യൂ I0 ആണ്. ഇതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. ഓക്കെ ആണല്ലോടാ, ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടേബിൾ, അല്ലെങ്കിൽ ഫസ്റ്റ് അല്ല, എസെൻഷ്യലി രണ്ടാമത്തെ ടേബിളാണ്. ഒരു കുഞ്ഞു ടേബിൾ നിങ്ങൾക്ക് തന്നു. സെക്കൻഡ് ടേബിൾ ഓഫ് എ സി. ഓക്കെ ആണോ മക്കളെ, സെറ്റാണോ? നമ്മൾ ഒരു അടിപൊളി ടേബിൾ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ, ഇതേപോലെ വരച്ച് സൂക്ഷിച്ച് വയ്ക്കുക. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് എ ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടേബിൾ വിച്ച് യു ഹാവ് ടു ടേക്ക്. ഓക്കെ ആണല്ലോ, ശരി. ഇനി നിങ്ങൾക്ക് ആകെ ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ എന്താ VRMS പറയാമെങ്കിൽ എന്നൊക്കെ പറയുമല്ലോ. സോ എന്ത് വാല്യൂ ആണ്, എന്തിൻ്റെ RMS കാണാൻ പറഞ്ഞാലും മനസ്സിലാക്കുക, RMS is equal to peak value by √2. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് RMS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് നിങ്ങൾക്ക് ഏതൊരു AC സർക്യൂട്ട് തരികയാണെങ്കിലും ആൻഡ് AC ഓഫ് വോൾട്ടേജ് 50 വോൾട്ട് ഓഫ് കറണ്ട് I എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, AC ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഉദ്ദേശിക്കുന്നത് RMS വോൾട്ടേജ് ആണ്. ഇതിൽ V0 അല്ലെങ്കിൽ I0 എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യലായിട്ട് പറയുന്നത് ദ പീക്ക് കറണ്ട് ഈസ്, ദ പീക്ക് വോൾട്ടേജ് ഈസ്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ I0 V0 ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ടുള്ള ഏത് കേസിലും IRMS VRMS തന്നെയാണ് എടുക്കുക. ഓക്കെ ആണല്ലോ, ശരി. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് AC ആണ്. ഓക്കെ ആണല്ലോ. കാരണം നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ആയിക്കഴിഞ്ഞു. നമ്മൾ AC എങ്ങനെയാണ് മെഷർ ചെയ്യുക മനസ്സിലാക്കാം. AC മെഷർ ചെയ്യാൻ വേണ്ടി വി ഹാവ് സംതിങ് കോൾഡ് ആസ് എൻ AC മീറ്റർ അഥവാ AC അമ്മീറ്റർ. ഓക്കെ ആണല്ലോ. വി ഹാവ് എൻ AC അമ്മീറ്റർ. ഇത് യൂസ് ചെയ്താണ് നമ്മൾ മെഷർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് വർക്ക് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്. ഓക്കെ ആണല്ലോ, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ AC മീറ്റർ ആൻഡ് DC മീറ്റർ? കാരണം ഇതും ഒരു പൊട്ടൻഷ്യൽ തിയറി ക്വസ്റ്റ്യൻ ആണ്. സോ ഐ ആം ഗിവിംഗ് യു ദി സെക്കൻഡ് ടേബിൾ ഓഫ് AC. വരച്ചോളൂ കൂടെ. ടേംസ് DC മീറ്റർ, AC മീറ്റർ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ ആദ്യത്തെ ടേം പഠിക്കാം. ദ വെരി ഫസ്റ്റ് ടേം ഫോർ ദ ഡേ, ദ വെരി ഫസ്റ്റ് ടേം ഇസ് നെയിം. ഓക്കെ ആണല്ലോ. DC മീറ്റർ എന്ന് നീ വിളിക്കുന്ന പേരാണ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ ആണല്ലോ. DCനെ വിളിക്കുന്ന പേരാണ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ACനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ ആണല്ലോ, ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ്. അടുത്തത് ബേസ്ഡ് ഓൺ. ഇത് മനസ്സിലാക്കുക. മൂവിങ് കോയിൽ അതായത് DC മീറ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ടിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ AC മീറ്റർ ഈസ് ബേസ്ഡ് ഓൺ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് കറണ്ട്. അടുത്തത് റീഡ്സ്. ഇത് വായിക്കുന്നത് DC മീറ്റർ വായിക്കുന്നത് ആവറേജ് വാല്യൂ ആണ്. എന്നാൽ AC മീറ്റർ വായിക്കുന്നത്, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, AC മീറ്റർ റീഡ്സ് RMS വാല്യൂ. മനസ്സിലായോടാ? അത് നമ്മൾ കാണുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എല്ലാം RMS വാല്യൂ ആണ്. മനസ്സിലായോ? നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എല്ലാം RMS വാല്യൂ ആണ്, പീക്ക് വാല്യൂ അല്ല. അതിനുള്ള ആൻസറാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ശരി. റീഡ്സ്. അത് കഴിഞ്ഞാൽ
ആൻഡ് ഇഫ് യൂസ്ഡ് ഇൻ എന്നൊരു ഹെഡിങ് കൊടുക്കാം. ഇഫ് യൂസ്ഡ് ഇൻ, ശ്രദ്ധിക്കുക, ഒരു ഡി സി മീറ്റർ കൊണ്ടുപോയിട്ട് അത് എ സി മീറ്ററിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. വെച്ച് എ സി കറണ്ട്, ഒരു എ സി സർക്യൂട്ട്. നമ്മളൊരു ഡി സി മീറ്റർ കൊണ്ടുപോയി ഒരു എ സി സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റീഡ്സ് 0. ഓക്കെ ആണല്ലോ. അതായത് ഈസി ആയിട്ട് പറയാം, ഡി സി മീറ്റർ വിൽ നോട്ട് വർക്ക് ഇൻ എ സി കറണ്ട്. മനസ്സിലായോ? എ സി സർക്യൂട്ടിൽ വർക്ക് ചെയ്യൂല. ഓക്കെ ആണല്ലോ. കാരണം എന്താ? സിൻസ് ആവറേജ് വാല്യൂ ഓഫ് എ സി ഈസ് 0. ഞാൻ തൊട്ടുമുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ വാല്യൂ 2I0/π ആണ്, നെഗറ്റീവ് -2I0/π ആണ്, ആവറേജ് 0 ആണ്. ഒരു കുഞ്ഞെ പെട്ടി വരച്ചത് ഓർമ്മയുണ്ടോ? ആവറേജ് വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഡി സി മീറ്റർ എ സി സർക്യൂട്ടിൽ വർക്ക് ചെയ്യൂല. ഇനി നേരെ മറിച്ച് എ സി മീറ്റർ ആയിക്കോട്ടെ, അത് എ സി ഓർ ഡി സി, ദെൻ മീറ്റർ വർക്ക്സ്. ഓക്കെ ആണല്ലോ. രണ്ടിലും എ സി മീറ്ററിന് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം രണ്ടെണ്ണത്തിന് എന്തുണ്ട്? ഒരു RMS വാല്യൂ ഉണ്ട്. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഇതിൻ്റെ കാര്യം ഡിഫ്ലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാം, ഇതിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഓക്കെ ആണല്ലോ. ഡിഫ്ലക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട്, അതായത് ആംഗിൾ ഈസ് പ്രപ്പോർഷണൽ ടു I. ആൻഡ് ഇവർക്കുള്ളത് ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ്. ഓക്കെ ആണല്ലോ. ദേ ആർ ഹാവിങ് എ ലീനിയർ റിലേഷൻഷിപ്പ്. പക്ഷേ ഇവിടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അല്ല മെഷർ ചെയ്യുന്നത്. മക്കളെ ശ്രദ്ധിക്കുക, ഒരു എ സി മീറ്റർ വർക്ക് ചെയ്യുന്നത് കറണ്ട് അല്ല, ഇറ്റ് ഈസ് മെഷറിങ് ദ ഹീറ്റ്. മനസ്സിലായോ? അപ്പോൾ ഹീറ്റ് കൂടുന്നതിനനുസരിച്ചാണ് ഇതിൽ ഡിഫ്ലക്ഷൻ കാണിക്കുക. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഫൈ ഈസ് പ്രപ്പോർഷണൽ ടു IRMS സ്ക്വയർ. മക്കളെ ശ്രദ്ധിച്ചോ, ഹിയർ ഡിഫ്ലക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു IRMS സ്ക്വയർ ആൻഡ് ദിസ് ഇസ് എ നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. ഇതൊരു നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ്. ഓക്കെ ആണല്ലോ. ശരി, അതുപോലെ സ്കെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു യൂണിഫോം സെപ്പറേഷനാണ് ഉണ്ടാവുക. അതായത് 1, 2, 3, 4, 5 ഒരു യൂണിഫോം സെപ്പറേഷനാണ് ഉണ്ടാവുക. ഇതിലാണെങ്കിൽ ഒരു നോൺ യൂണിഫോം സെപ്പറേഷനാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഒരു നോൺ യൂണിഫോം സെപ്പറേഷനാണ് ഉണ്ടാവുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഓർ ദ ലീസ്റ്റ് 5, നമ്പർ ഓഫ് ഡിവിഷൻസ്. എത്ര ഡിവിഷൻസ് ഉണ്ട്? അപ്പോൾ ഇതിൽ ഐയിൽ 1, 2, 3, 4, 5 എന്നാണ് ഉണ്ടാവുക. എന്നാൽ ഫൈയിലും എന്താ ഉണ്ടാവുക? 1, 2, 3, 4, 5. കാരണം ഞാൻ പറഞ്ഞു ഇത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ ദ റിലേഷൻ വിൽ ബി ഓൾവേസ് ലീനിയർ. എന്നാൽ ഇവിടെ I ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5 എന്ന് വിചാരിക്കുക. എന്നാൽ ഡിഫ്ലക്ഷൻ 1, 4, 9, 16, 25 ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ ദിസ് is everything about your DC meter and AC meter in detail കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പുറത്തുനിന്ന് ഒന്നും ചോദിക്കില്ല, ഞാൻ ഉറപ്പ് തരാം. ലിറ്ററലി ഈ 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു AC നോട്ടുണ്ട്. ആ AC നോട്ടിൻ്റെ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഒന്നും ചോദിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ. ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. ഓക്കെ, സാറിൻ്റെ മാർക്ക് എത്രയാണ്? ആദ്യത്തെ കാര്യം, ഞാൻ പഠിച്ച വർഷം നിങ്ങൾ ഓലയിക്കണം. ഞാൻ പഠിച്ചത് 2018 കേട്ടോ. 2018 റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. 560 മാർക്ക് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ മെഡിക്കൽ സീറ്റ്. ഓക്കെ ആണല്ലോ. ഒരു MBBS സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 560 മാർക്ക് മതി. ഓക്കെ ആണല്ലോ. സോ ഐ വാസ് ഹാവിങ് 614 മാർക്സ്. ഓക്കെ ആണല്ലോ. 614 മാർക്കായിരുന്നു, വിച്ച് ഈസ് മോർ ലൈക്ക് ഇന്നത്തെ ഒരു 660 ഒക്കെ കിട്ടുന്ന അതേ ഇതാണ്. കാരണം അന്നത്തെ എക്സാംസ് വർ സോ ടഫ്. ഓക്കെ ആണ്. അന്നത്തെ എക്സാംസ് വന്ന് അത്യാവശ്യം ഡിഫിക്കൽട്ടായിരുന്നു. സോ ദാറ്റ് മാർക്ക് ഇറ്റ് സെൽഫ് വാസ് ഇനഫ്. ഓക്കെ ആണല്ലോ. ആൻഡ് ഞാൻ ഇവിടെ എത്താനുള്ള കാരണം ഫിസിക്സ് തന്നെയാണ്. കാരണം ഫിസിക്സ് ഇറ്റ് വാസ് 180 മാർക്കിലെ ഫിസിക്സിൽ ഞാൻ ഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു, 2 എണ്ണം തെറ്റി 170. ദാറ്റ് വാസ് മൈ ഫിസിക്സ് സ്കോർ. ഓക്കെ ആണല്ലോ. സോ ആ ഒരൊറ്റ ഫിസിക്സ് സ്കോർ കൊണ്ടാണ് ഞാൻ ആക്ച്വലി കാലിക്കറ്റ് എത്തിയത്. കാരണം മൈ കെമിസ്ട്രി വാസ് എൻ അട്ടർ ഫെയിലിയർ. കെമിസ്ട്രി എനിക്ക് ഒരുപാട് മാർക്ക് പോയി. പക്ഷേ ഫിസിക്സ് അത് കോമ്പൻസേറ്റ് ചെയ്ത് തന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി മെഷർമെൻറ്റ് ഓഫ് AC. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫേസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. ഫേസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഫേസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. ഇനി നമുക്ക് ഫേസ് ആൻഡ് ഫേസ് ഡിഫറൻസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഫേസിലേക്ക് വരാം. ശ്രദ്ധിക്കാം, നീ ഒരു ഇക്വേഷൻ എടുത്തേ, ശ്രദ്ധിച്ചേ. ഇക്വേഷൻ I is equal to I0 sin omega t plus or minus 5. കൂടാൻ കുറയാം. ഓക്കെ ആണല്ലോ. ഇതിൽ മനസ്സിലാക്കാം,
നമുക്ക് യൂഷ്വലി നമ്മുടെ ഒരു AC തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് AC 0-ൽ തന്നെ തുടങ്ങണം എന്നില്ല, ഒന്ന് കയറി തുടങ്ങാം, അല്ലെങ്കിൽ 0 എത്തണം എന്നില്ല, നെഗറ്റീവ് ഒന്ന് തുടങ്ങാം. അതായത് ഇത് തുടങ്ങുമ്പോൾ യൂഷ്വലി ഇത് തുടങ്ങേണ്ടത് 0 എന്നാണ്. ഓക്കെ ആണല്ലോ. വി ആർ എക്സ്പെക്റ്റിംഗ് ഇറ്റ് ടു സ്റ്റാർട്ട് ഫ്രം 0. പക്ഷേ 0 എന്ന് തുടങ്ങാമെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് തുടങ്ങും, അതാണ് +5. അതായത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. കണ്ടോ, ഇവിടെ കുറച്ച് നേരത്തെ തുടങ്ങി, അതാണ് -5. അങ്ങനെ ഇത് ഇതിൻ്റെ മീൻ പൊസിഷനായിട്ടുള്ള 0-ൽ നിന്ന് എത്ര ആംഗിൾ അല്ലെങ്കിൽ എത്ര ദൂരം അല്ലെങ്കിൽ എത്ര മാറിയാണ് അല്ലെങ്കിൽ എത്ര മുന്നെയാണ് തുടങ്ങിയത് എന്ന് പറയുന്ന ആ തുടക്കത്തിലുള്ള കാര്യത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ് അഥവാ ഫൈ. സോ ഹിയർ യു റൈറ്റ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഫൈ ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇല്ല, കാരണം അത് തുടങ്ങുമ്പോഴേ ഉള്ളതാണ്, സമയത്തിനൊരു ബന്ധമില്ല അതിൽ. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ ആണല്ലോ. സോ അതാണ് ഫേസ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ ആണല്ലോ, ശരി. ആൻഡ് ചില ആൾക്കാർ ചോദിക്കും വാട്ട് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ്. മക്കളെ ശ്രദ്ധിക്കാം, വാട്ട് ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ്? അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ്? അത് ω_t ±5 ആണ്. ഓക്കെ ആണല്ലോ. വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താ? ω_t ±5. ഓക്കെ ആണല്ലോ, ശരി. ഇനി NCERT ഒരു കാര്യമുണ്ട്, that is very important. Phase decides both value and sign. മക്കളെ, this is very important കേട്ടോ. ഞാനടക്കം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇന്നലെ NCERT വായിച്ചപ്പോൾ തടഞ്ഞ ഒരു സെൻറ്റൻസ് ആയിരുന്നു ഇത്. ഓക്കെ ആണല്ലോ. സോ ഞാൻ യൂഷ്വലി ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹാബിറ്റാണ്, അതായത് ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾക്ക് അസർഷൻ റീസണൊക്കെ വരുന്നുണ്ട്. NCERT ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. NCERT തിയറി ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയത്ത് വായിക്കാൻ ടൈമില്ല, ബട്ട് ഐ ഹാവ് ടൈം ടു ഡു, അല്ലേ? ടൈം ഉണ്ടാക്കുകയാണ്. ഓക്കെ ആണല്ലോ. സോ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഓരോ ചാപ്റ്റർ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് പറയട്ടെ. NCERT ഇത് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ NCERT അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇത് മൊത്തം വായിച്ച് ഇങ്ങനെ 1-2 പോയിന്റിന് വേണ്ടി നിങ്ങളുടെ ഒരു ദിവസം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹിയർ വി ആർ, ഞങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഈസ് എവ്രി വൺ ഡൂയിങ് ഇറ്റ്, ബട്ട് എൻ്റെ കോമ്പി ക്ലാസ് ഞാൻ തരുന്ന ഓരോ ചാപ്റ്ററിലും ഇതേപോലത്തെ ഓരോ NCERT പോയിൻറ്റ്സും എടുത്തെടുത്ത് പറഞ്ഞാണ് പോവുക. ഓക്കെ ആണല്ലോ. എപ്പോഴും പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഈ വർഷത്തെ കോമ്പ്യൂട്ട് ഞാനത് നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ദേ നീഡ് ടു ഗെറ്റ് ഇറ്റ്. ഓക്കെ ആണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കോമ്പി റൂമാണ്, ഇറ്റ്സ് എ ഫ്രീ തിങ്, എല്ലാവർക്കും അറിയാം. ബട്ട് ദിസ് ഈസ് ആക്ച്വലി എസെൻഷ്യലി നോട്ട് എ ഫ്രീ തിങ് ഫോർ മെനി പീപ്പിൾ, അല്ലേ? ഒരുപാട് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു മെയിൻ ലൈൻ ഓഫ് പ്രിപ്പറേഷനാണ് കോമ്പി എന്ന് പറയുന്നത്. സോ നമ്മളെപ്പോഴും എസ്പെഷ്യലി ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് വെച്ച് ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ, ഒരൊറ്റ കുട്ടിക്ക് കിട്ടിയാൽ മതി, അത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടിയാൽ മതി, ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടുകയാണെങ്കിൽ മൈ ഹോൾ വർക്ക് ഓഫ് 1 month നമ്മൾ ഒരുപാട് ഈ സ്ലൈഡ്സും ഈ ക്ലാസ്സും ഈ മോർണിംഗ് ക്ലാസ് എവറിത്തിങ് വിൽ ബി വർത്ത്. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് സ്റ്റേ വിത്ത് മീ, ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഡോണ്ട് വെറി. ഓക്കെ ആണല്ലോ. നമ്മൾ എല്ലാം കവർ ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. ഓക്കെ ആണല്ലോ. പറയൽ മാത്രമല്ല, എല്ലാം കവർ ചെയ്യും. ഓക്കെ ആണല്ലോ, ശരി. സോ ഇൻസ്റ്റൻറ്റേനിയസ് ഫേസ് പറഞ്ഞു, ഇത് കഴിഞ്ഞു. ആൻഡ് വാട്ട് ഈസ് എ യൂണിറ്റ് പറഞ്ഞിടാം. ഇതൊരു ആംഗിൾ ആണ്. സോ യൂണിറ്റ് ഈസ് റേഡിയൻ. ഓക്കെ ആണല്ലോ, ശരി. അടുത്തതാണ് ഫേസ് ഡിഫറൻസ്. ശ്രദ്ധിക്കാം. ഫേസ് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് ഉണ്ട്. വോൾട്ടേജ് V is equal to V0 sin ω_t + ∅1. അടുത്തത് കറണ്ട് I is equal to I0 sin ω_t + ∅2. ഓക്കെ ആണല്ലോ. V is equal to ω_t + ∅1, I is equal to ω_t + ∅2. അങ്ങനെയാണെങ്കിൽ 2 ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനിടയിലുള്ള ആംഗിൾ, അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ചില സമയത്ത്, ഇപ്പോൾ ഫേസ് ഡിഫറൻസ് എന്താ വയ്ക്കുകയാണെങ്കിൽ ചില സമയത്ത് കറണ്ട് ഇങ്ങനെ അങ്ങ് തുടങ്ങും, വോൾട്ടേജ് ഇങ്ങനെ അങ്ങ് തുടങ്ങും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു ഫേസ് ഡിഫറൻസ് വന്നു, അല്ലേ? മിക്കവാറും ഒരു π/2 ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഇതിനെ +5 എന്ന് എഴുതും, പിന്നെ ഒരു -5/2 എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെ തരാണെങ്കിൽ 2 കാര്യങ്ങളാണുള്ളത്. മക്കളെ ശ്രദ്ധിക്കുക, 2 കാര്യങ്ങൾ 2 രീതിയിൽ ഫേസ് പറയും. അത് എപ്പോഴും ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തത് ഫേസ് ഡിഫറൻസ് ഓഫ് I വിത്ത് റെസ്പെക്ട് ടു V. എന്താണ് ഫേസ് ഡിഫറൻസ് ഓഫ് I വിത്ത് റെസ്പെക്ട് ടു V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ∅ is equal to ∅2 - ∅.
അതായത് ഇത്രയേ ഉള്ളൂ, ആരാണോ മുന്നിലുള്ളത് അവൻ ആദ്യം എഴുതുക. ഐ വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറഞ്ഞാൽ ഐയിലുള്ള ഫേസ് 5 2 - 5 1. ഓക്കെ ആണല്ലോ, 5 2 - 5 1. ഇനി ഫേസ് ഡിഫറൻസ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ഐ ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആദ്യം വന്നത് വി ആണ്. സോ ദിസ് ഇസ് 5 1 - 5 2. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ചോദിക്കാം, എനിക്കറിയില്ല ചോദിക്കുമല്ലോ എന്നൊന്നും, ബട്ട് ഐ ആം മേക്കിംഗ് ദ കൺസെപ്റ്റ്സ് ക്ലിയർ. ഐ വിത്ത് റെസ്പെക്ട് ടു വി എന്ന് പറഞ്ഞാൽ ഐൻ്റെ ഫേസ് ഡിഫറൻസ് മൈനസ് വിൻ്റെ ഫേസ് ഡിഫറൻസ്. വി വിത്ത് റെസ്പെക്ട് ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റെ ഫേസ് ഡിഫറൻസ് മൈനസ് ഐൻ്റെ ഫേസ് ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ തിങ്. ഇനി ലാഗിങ് ആൻഡ് ലീഡിങ് കൺസെപ്റ്റ്സ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനി പറയും. അതായത് കറണ്ട് ലാഗ്സ് എന്താണ് വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ്സ് കറണ്ട്, അങ്ങനെയൊക്കെ പറയും. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യമാണ് വി ലീഡ്സ് ഐ, അതായത് വി ഐനെ ലീഡ് ചെയ്യുന്നു, അത് അല്ലെങ്കിൽ ഐ പുറകിലാണ്, ഐ ലാഗ്സ് വി. ഇതാണ് ഫസ്റ്റത്തെ കാര്യം അല്ലേ. വി ഈസ് ലീഡിങ് ഐ, വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യാണ്, അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജിൻ്റെ പുറകിലാണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഒരേ കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. സപ്പോസ് വി ഈസ് ഈക്വൽ ടു V0 sin omega t and I is equal to, സോ വി ഈക്വൽ ടു V0 sin omega t എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അതായത് ഇതിനകത്ത് ഫേസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം, അങ്ങനെയാണെങ്കിൽ കറണ്ട് പുറകിലായിരിക്കണം അല്ലേ. സോ ഇഫ് വി ഈസ് ഈക്വൽ ടു ഇത്, ദെൻ ഐ ഈസ് ഈക്വൽ ടു I0 sin omega t minus 5 ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഐ ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് 5 ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്തത് ഇഫ് വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി പ്ലസ് 5, അതായത് ഇവിടെ ഓൾറെഡി V0 കുറച്ച് മുന്നിലാണ്, പ്ലസ് 5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ടിന് നോർമൽ ആയിരിക്കാം, ഐ ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. മനസ്സിലായോടാ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം. സോ ഇവിടെ V0 0 ആണെങ്കിൽ I0നെ ബാക്കിലേക്ക് ആക്കാം, അപ്പോൾ -5 കൊടുക്കുക. അല്ല V0ന് മുന്നിലാണെങ്കിൽ I0 നോർമൽ ആക്കും. സോ ദിസ് ഇസ് ദ ലീഡിങ് കൺസെപ്റ്റ്. ഇനി ഇത് ഈ കാര്യം കണ്ടോ, ഇതിനകത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അല്ലേ. കറണ്ട് 0-ലെത്തിയപ്പോഴും ഐ എവിടെയാണ്? ചോട്ടിലാണ്, നെഗറ്റീവിലാണ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യലി ലാഗിങ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഫേസ് വി ലാഗ്സ് ഐ, അതായത് ഇവിടെ വി ലാഗിയാണ്, അല്ലെങ്കിൽ ഐ ലീഡ്സ് വി. ഈ രണ്ട് രീതിയിലും പറയാം. ആ സമയത്ത് ഇഫ് വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി, ദെൻ അപ്പം എന്ത് പറ്റും? ദെൻ ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇഫ് വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി മൈനസ് 5 ആണെങ്കിൽ ദെൻ ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. നേരത്തെ പറഞ്ഞ അതേ കാര്യം സാർ ഒന്ന് അടിച്ച് പറഞ്ഞു, വീണ്ടും മാറ്റി പറഞ്ഞു. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ ലാഗിങ് കൺസെപ്റ്റ്, ലീഡിങ് കൺസെപ്റ്റ്, ഫേസ് കൺസെപ്റ്റ്, ഫേസ് ഡിഫറൻസ് കൺസെപ്റ്റ്. ദിസ് ഈസ് ദ വെരി വെരി ബേസ് ഓഫ് എ സി കറണ്ട്. ഓക്കെ ആണല്ലോ. സോ ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് ഓക്കെ ആടാ. എന്താണ് ഫേസ് ഡിഫറൻസ്, എന്താണ് ലീഡിങ് കൺസെപ്റ്റ്, എന്താണ് ലാഗിങ് കൺസെപ്റ്റ്, ഏറ്റവും സിമ്പിളായിട്ടാണ് സാർ പറഞ്ഞത്, വിത്ത് ഫിഗേഴ്സ് ആണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. എല്ലാവർക്കും മനസ്സിലായോടാ? ഓക്കെ. ഇനി അടുത്തൊരു കാര്യമാണ് ഫേസർ ഡയഗ്രാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ രണ്ട് ഫേസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആരും ശ്രദ്ധിച്ചേ. ഇതിൽ ആദ്യത്തെ കാര്യം ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ V0 കഴിഞ്ഞിട്ടാണ് I0 വരുന്നത്. ഓക്കെ ആണല്ലോ. ഇവർക്ക് രണ്ട് പേർക്കും ഒരു ഫൈ ഉണ്ട്, WT ഉണ്ട്. സോ നിനക്കിതിൽ V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. എന്നാൽ ഐ എഴുതുമ്പോൾ I0 സൈൻ ഒമേഗ ടി പ്ലസ് ഈ V0 എന്ന് ഐയിലേക്ക് എത്താൻ ഒരു ഫൈൻ്റെ ഫേസ് ഡിഫറൻസ് കൂടെ അവർക്കുണ്ട്. സോ ദിസ് ഇസ് I0 ഒമേഗ ടി പ്ലസ് 5. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫേസറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പക്ഷേ ഇത് നമ്മൾ യൂഷ്വലി വരയ്ക്കാറില്ല. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാ എല്ലാ എ സിയിലും ഒമേഗ ടി പറഞ്ഞൊരു സാധനം കൺസിസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒമേഗ ടി എപ്പോഴും ഉണ്ട്. ഓക്കെയാണ്, ഒമേഗ ടി എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കേണ്ട, ഇങ്ങനെ വരച്ചാലും മതി. ഇങ്ങനെ വരച്ചാലും എന്താണ്, ഇതും മീൻ ചെയ്യുന്നത് കണ്ടോ, ഇത് 0ലാണ് അല്ലേ, 0ലാണ് V0. സോ V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. കാരണം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ടി മാത്രമേ ഉള്ളൂ. ഇനി ഇവനിലേക്ക് എടുക്കുകയാണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് ഒരു ഫൈൻ്റെ ഫേസ് ഡിഫറൻസ് വന്നു. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മളൊരു
ഫേസർ ഡയഗ്രാം നമ്മൾ വായിക്കുന്നത്. ഓക്കെ ആണല്ലോ. I is equal to I0 sin omega t plus y. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി നമ്മുടെ ഏതാ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫേസറും കഴിഞ്ഞു, ഫേസർ ഡയഗ്രാമും കഴിഞ്ഞു. ഇനി ഇതിലുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഈ ലെങ്ത് ഉണ്ടോടാ, ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിയണം. ഈ ലെങ്ത്താണ് V0 അല്ലെങ്കിൽ I0 റെപ്രസെൻ്റ്. അതായത് ലെങ്ത് റെപ്രസെൻറ്റ്സ് മാക്സിമം വാല്യൂ. ഓക്കെ ആണല്ലോ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എസെൻഷ്യലി എവറിത്തിങ് അബൌട്ട് ദി ഫേസർ, അതുപോലെ തന്നെ ലാഗിങ് ലീഡിങ് കൺസെപ്റ്റ്, ഫേസ് ഡിഫറൻസ് എല്ലാം സാറ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ശരി. ഇനി എഗെയിൻ നമ്മുടെ NCERTനെ പഴി പറയേണ്ടിയിരിക്കുന്നത്, NCERT G പറയുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് എ സിയുടെ. നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് AC ഈസ് ചീപ്പർ ദാൻ DC. ഓക്കെ ആണല്ലോ. പൈസ കുറവായതുകൊണ്ടാണ് എല്ലാവരും AC എടുക്കുന്നത് കേട്ടോ മക്കളെ. DC ആണ് കുറച്ചുകൂടെ ബെറ്റർ, പക്ഷേ AC ഈസ് ചീപ്പർ. രണ്ടാമത്, ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു DC. കാരണം നമുക്കറിയാം നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത് DC-യിലാണ്, നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് AC ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലഗിൽ നമ്മുടെ ഫോണിൻ്റെ ബ്രിക്ക് കുത്തുമ്പോഴേക്കും അതെന്താവും, AC DC ആയി മാറും. മൂന്നാമത്തത്, ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ഈസിലി. നമുക്കതിനെ സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിൽ എത്ര കറണ്ട് ഉണ്ട്, എത്ര ഒഴുകുന്നുണ്ട് എന്നുള്ളത് എന്ത് യൂസ് ചെയ്താൽ കൺട്രോൾ ചെയ്യുക? ചോക്ക് കോയിൽ പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്താണ് കൺട്രോൾ ചെയ്യുക. ഓക്കെ ആണല്ലോ. ശരി. അടുത്ത പോയിൻ്റ് എന്താ, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. കാരണം നമുക്ക് ഇങ്ങോട്ട് ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ മൂലമറ്റത്തു നിന്ന് ഇങ്ങോട്ട് എത്തണം അല്ലേ. അപ്പോൾ വരുന്ന സമയത്ത് ഭയങ്കര ഹീറ്റ് ലോസ് ഉണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും കറണ്ടിൻ്റെ വാല്യൂ കുറയും. എന്നാൽ AC ആവട്ടെ നമുക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാം, പക്ഷേ വലിയ ലോസ് ഉണ്ടാവില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ് അറ്റ് ലോ പവർ ലോസ്. അതാണ് കാര്യം, അറ്റ് ലോ പവർ ലോസ്. അഞ്ചാമത്തെ കാര്യം, ഇറ്റ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ഓർ സ്റ്റെപ്ഡ് ഡൗൺ അല്ലേ. നമുക്കതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ പറ്റും. ഒരു എന്ത് യൂസ് ചെയ്ത്, ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട്. ഇറ്റ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ യൂസിങ് എ ട്രാൻസ്ഫോമർ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് AC എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി. എന്നാൽ ഒരു തവണ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. AC ഇതൊരാണ് എയിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അത് NCERT-യിലൊന്നുമില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറയാണ്. രണ്ട് കാര്യമാണ്. AC can't be used. AC ഉപയോഗിക്കാൻ പറ്റാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ റീസണും പറഞ്ഞുതരാം, കാരണം അത് രണ്ടും എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, ചാർജിങ് ഓഫ് ബാറ്ററി ഓർ കപ്പാസിറ്റർ. അതായത് AC ഉപയോഗിച്ച് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റീസൺ ആവറേജ് വാല്യൂ 0 ആയതുകൊണ്ടാണ് കേട്ടോ മക്കളെ. ആവറേജ് വാല്യൂ 0 ആയതുകൊണ്ടാണ് ഒരു AC കറണ്ട് യൂസ് ചെയ്ത് നമുക്ക് ബാറ്ററി ഒന്നും ചാർജ് ചെയ്യാൻ പറ്റാത്തത്. അടുത്ത കാര്യം, ഇത് നമുക്ക് ഇലക്ട്രോലിസിസോ അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിനോ ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ്, നമുക്ക് AC ഉപയോഗിച്ച് ഇലക്ട്രോലിസിസോ അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് തുടങ്ങിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് ഡ്യൂ ടു ലാർജ് ഇനേർഷ്യ. അതായത് നമ്മുടെ ഈ സാധനങ്ങൾ ഇലക്ട്രോലിസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി നമ്മുടെ ഈ എലമെൻറ്റ്സ് കാഥോഡിൽ നിന്ന് ആനോഡിക്ക് നീങ്ങണം. അങ്ങനെ നീങ്ങണമെങ്കിൽ ഇവർക്ക് വലിയൊരു ഇനേർഷ്യ ഉണ്ട്. ഈ ഇനേർഷ്യ കാരണം ഈ ACയുടെ ഫ്രീക്വൻസിക്ക് ഈ ഇനേർഷ്യ മറികടക്കാൻ കഴിയില്ല. എന്നാലല്ലേ അവർ നീക്കാൻ പറ്റുള്ളൂ, അത് മറികടക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഡ്യൂ ടു ലാർജ് ഇനേർഷ്യ അയോൺ കനോട്ട് ഫോളോ ഫ്രീക്വൻസി ഓഫ് AC. ഇതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി. ഇനി നിങ്ങൾക്ക് ഐ ആം ഗിവിങ് യു ദി നെക്സ്റ്റ് ടേബിൾ ഓഫ് AC. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ഒരുപാട് ടേബിൾസ് തരുന്ന ഞാൻ പ്രോമിസ് ചെയ്താണ്. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടേബിൾ. സൈഡിൽ നേച്ചർ ഓഫ് വേവ് ഫോം, RMS വാല്യൂ, ആവറേജ് ഓർ മീൻ വാല്യൂ. ഓക്കെ ആണല്ലോ. ശരി. ഇനി
ആദ്യം നേച്ചർ ഓഫ് വേവ് ഫോം. ആദ്യത്താണ് സൈനുസോയിഡൽ. ഒരു സൈനുസോയിഡൽ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ RMS വാല്യൂ I0/√2 ആണ്. ഇനി കുട്ടികൾ എന്താ ചെയ്യാറ്, എക്സാം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ 1/√2 കണ്ടുപിടിക്കും. കാരണം നിങ്ങൾക്ക് RMS കാണാൻ പറഞ്ഞ വാല്യൂ വേണ്ടേ. നിങ്ങൾക്ക് I0 തരും 3 ആംപിയർ, നിങ്ങളെങ്ങനെ കാണുക, 3/√2 വാല്യൂ കണ്ടുപിടിച്ച് 1 കണ്ടുപിടിച്ച് ഈ മക്കളെ അതിന് നിൽക്കണ്ട. I0/√2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 0.70 ടൈംസ് I0. 1/√2 വാല്യൂ 0.7 ആണ്. അതിന് നിങ്ങൾ ഇത്രയും വലിയ മാത്സ് ഒന്നും ചെയ്യേണ്ട. ഇതാണ് ഓർമ്മ കിട്ടാൻ സുഖമല്ലേ. I0/√2 എന്ന് പറഞ്ഞാൽ 0.7. ആവറേജ് ഓർ മീൻ വാല്യൂ ഈസ് 2I0/π. അപ്പം നിങ്ങൾ ചോദിക്കും സാർ അങ്ങനെയാണെങ്കിൽ ആ 2/πയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. പറഞ്ഞു തരാമല്ലോ. ദാറ്റ് ഈസ് 0.637 ടൈംസ് I0. ഓക്കെ ആണല്ലോ. ഇത് ഹാഫ് സൈക്കിളാണ് മക്കളെ. ഫുൾ സൈക്കിൾ ആവറേജ് വാല്യൂ എത്രയാ, 0 ആണ്. ഓക്കെ ആണല്ലോ. ശരി, അടുത്തതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വേവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. ഇത് I0/2 ആണ്, അതായത് 0.5 I0 ആണ്. ഇതിൽ ആവറേജ് വാല്യൂ I0/π ആണ്, അതായത് 0.318 I0 ആണ്. ഓക്കെ ആണല്ലോ. ശരി, അടുത്താണ് ഫുൾ വേവ് റെക്ടിഫയർ. ഇതൊന്നും ഇവിടെ ആവശ്യം വന്നില്ലെങ്കിലും സെമി കണ്ടക്ടേഴ്സിൽ ആവശ്യം വരും കേട്ടോ. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ ആണല്ലോ. ഇവിടെയും എഗെയിൻ I0/2 ആണ്, ഇവിടെയും 2I0/π ആണ്. ഓക്കെ ആണല്ലോ. ശരി, പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ നെഗറ്റീവ് സൈക്കിൾ ഇല്ലല്ലോ മക്കളെ. ശ്രദ്ധിച്ചോ, ഇവിടെ നെഗറ്റീവ് സൈക്കിൾ ഇല്ല. അതുകൊണ്ട് ഹാഫിനും ഫുള്ളിനും രണ്ടിനും ആവറേജ് വാല്യൂ 2I0/π ആണ്. ഇതിൽ ഫുള്ളാവുന്ന സമയത്ത് 0 ആവുന്നില്ല, ഫുള്ളാവുമ്പോഴും 2I0/π എന്നുള്ളൊരു വാല്യൂ ഇത് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ശരി, അടുത്തതാണ് സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ. ഓക്കെ ആണല്ലോ. സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ, ഇതാണ് സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ I0 ആണ്, ഹാഫ് ഇതും I0 ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ നിങ്ങളെ പേടിപ്പിച്ച ഒരാളുണ്ടായിരുന്നു, ആരാത്, സോ ടൂത്ത്. സോ ടൂത്ത് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാൻ മോശമാണ്. ഇങ്ങനെയാണ് സോ ടൂത്ത്. ഓക്കെ ആണല്ലോ. ഇതിലും ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ I0 ഇതൊരു തവണ ജിപ്മറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ IRMS ഇസ് I0/√3. അതുപോലെ ഇതിൻ്റെ RMS ഇസ് I0/2. ഓക്കെ ആണല്ലോ മക്കളെ. സോ ദിസ് ഇസ് ദ സെക്കൻഡ്, അല്ലെങ്കിൽ എത്ര എനിക്കറിയില്ല, ഇപ്പോൾ പെട്ടിയുടെ കണക്കൊക്കെ പോയി. ദിസ് ഇസ് ദ നെക്സ്റ്റ് ബോക്സ് ഓഫ് ദി ഡേ. നോട്ട് കിട്ടാൻ വഴിയുണ്ട്. എടാ നോട്ട് തന്നെയല്ലേ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്, മക്കൾ എൻ്റെ കൂടെ എഴുതടാ. നിങ്ങളിങ്ങനെ മടി പിടിച്ചിരിക്കല്ലേ. ഇതാ സാറ് മൊത്തം ഇരുന്ന് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് എഴുതിയ. സി, എൻ്റെ കയ്യിലുള്ള നോട്ട് ഞാൻ ഇതേ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ ഒരു ചെറിയൊരു എഴുതി വെച്ചൊരു PDF ഉണ്ട്. ആ PDF നോക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഞാൻ ഓരോ സാധനങ്ങൾ നോക്കി വെച്ച്, ഇപ്പം ഒറ്റയ്ക്ക് കാണാപ്പടം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ആയി പോകും. സോ ഐ ജസ്റ്റ് കീപ്പ് എ പ്രോഗ്രസ്. ഞാൻ എല്ലാം പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഐ ജസ്റ്റ് കീപ്പ് എ നോട്ട് ഓഫ് മൈസെൽഫ്. അത് എൻ്റെ നോട്ടാണ്, അത് ഞാൻ ആർക്കും ഷെയർ ചെയ്യില്ല. അതെൻ്റെ ഒരു പേഴ്സണൽ ഫാക്കൽറ്റി നോട്ടാണ്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് കാര്യം. നിങ്ങൾക്ക് എല്ലാം ഞാൻ തരുന്നുണ്ടല്ലോ, എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം. സോ ദിസ് ഇസ് ദി എസെൻഷ്യലി എവറിത്തിങ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ. സാർ ഇപ്പോൾ എന്താ ക്യാപ്സ്യൂൾ ലൈവിൽ ക്ലാസ് എടുക്കാൻ വരാത്തേ? അത് ഒന്നാമത്തെ എക്സാംസ് ആയിരുന്നു. എക്സാംസ് ആയ പിന്നെ പറ്റുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കോമ്പി ഉണ്ട്. അപ്പോൾ ഈ കോമ്പി എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ അല്ലടാ. നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നോക്കി ഈ സ്ലൈഡ്സ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെയല്ല. ഈ പ്രോപ്പറായിട്ട് ഈ ഒരു ലുക്കിലൊക്കെ ഈ സ്ലൈഡ് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അറൗണ്ട് ഒരു 7 hours ഒരു 8 hours ആണ് എൻ്റെ ഒരു ആവറേജ് പ്രിപ്പറേഷൻ ടൈം ഫോർ എ ചാപ്റ്റർ. ഓക്കെ ആണല്ലോ. ഒരു 3 hours തിയറി വായിക്കണം, 5 hours എന്തുണ്ടാവും, നമുക്ക് സ്ലൈഡ്സ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ സ്ലൈഡ്സ് ഉണ്ടാക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കണമെങ്കിൽ, അതായത് ഒരു ലൈവ് എടുക്കണമെങ്കിൽ എഗെയിൻ ഐ നീഡ് ദാറ്റ് എക്സ്ട്രാ ടൈം അല്ലേ. അത്രയും ടൈം നമുക്കിപ്പോൾ സ്പെയർ ചെയ്യാനില്ല. എനിക്ക് ആസ് എ ഡേ എനിക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ ഐ നീഡ് ദാറ്റ് ക്ലാസ് ടു ബി ഓഫ് പെർഫെക്ഷൻ. ഞാൻ അങ്ങനെ കുറച്ച് വാശിയിലാണ്. എടുക്കുന്ന ക്ലാസ് തട്ടിക്കൂട്ടി എടുക്കാണ്ട് മൊത്തം പറയണം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തീർക്കണം എന്ന് എനിക്കൊരു വാശിയുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഐ ഹാവ് ടു പ്രിപ്പയർ ഇൻ മച്ച് മോർ ഡെപ്ത് അല്ലേ. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കോമ്പി എടുക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുമല്ലോ. ഒന്നെങ്കിൽ ഞാൻ ക്യാപ്സ്യൂൾ എടുക്കണം, അല്ലെങ്കിൽ കോമ്പി എടുക്കണം. കോമ്പി എടുക്കുകയാണെങ്കിൽ ക്യാപ്സ്യൂളുള്ള കുട്ടികൾക്കും കിട്ടും, പുറത്തുള്ള കുട്ടികൾക്കും കിട്ടും, എപ്പോൾ വേണമെങ്കിലും കാണുകയും ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. ഞാൻ അപ്പം വിചാരിച്ചു ഓക്കെ ചലോ നമുക്ക് കോമ്പി എടുക്കാം, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണ് കോമ്പി എത്തിയത്. ഓക്കെ ഫൈൻ. സോ
വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് പാർട്ട്. ഇനി ആയിരിക്കും പ്രോബബ്ലി നിങ്ങൾ പഠിക്കുന്ന എ സിയിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊന്നും കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് ഓക്കെ ആണല്ലോ, നമുക്ക് പഠിക്കാം. മടുത്തോടാ നിങ്ങൾക്ക് ക്ലാസ് കേട്ട് മടുപ്പ് വല്ലതും തോന്നുന്നുണ്ടോ? കാരണം ഇനിയിപ്പോൾ നമുക്ക് ഓപ്പണായിട്ട് പറയാം, നമുക്ക് ആർ സർക്യൂട്ട്, എൽ സർക്യൂട്ട്, സി സർക്യൂട്ട് 3 സർക്യൂട്ട് നോക്കാനുണ്ട്. പിന്നെ ആർ എൽ സർക്യൂട്ട്, എൽ സി സർക്യൂട്ട്, അങ്ങനെ 3 കോമ്പിനേഷൻ സർക്യൂട്ട് നോക്കാനുണ്ട്. പിന്നെ LCR സർക്യൂട്ട് നോക്കാനുണ്ട്, ഓസിലേഷൻ നോക്കാനുണ്ട്, ഡാമ്പിങ്. അത് കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയും നേരം നമ്മൾ ടൈം എടുത്തുണ്ടാക്കിയത് ബേസ് ഉണ്ടാക്കാനായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു അടുത്തൊരു 1 hour ഓപ്പണായിട്ട് പറയാം, ഒരു 1 hour ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് സർക്യൂട്ട്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു 15 minutes ഓഫ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഫി എന്തെങ്കിലും എടുത്ത് വരാം, നിങ്ങൾക്ക് കോഫി എടുത്ത് കുടിക്കാം. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ ആൻസർ പറഞ്ഞ് വിൽ മേക്ക് ദി ചാപ്റ്റർ ലിറ്റിൽ മോർ എന്താ പറയുക, ആ ഡിസ്കഷൻ ലിറ്റിൽ മോർ ഗുഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് എബൌട്ട് ദിസ് ചാപ്റ്റർ. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട്. നിങ്ങൾക്ക് അപ്പോൾ ഡിഫറെൻറ്റ് സർക്യൂട്ടിലുള്ളത് നിങ്ങൾക്ക് മെയിൻലി ഉള്ളത് 3 സർക്യൂട്ടാണ്. യു ഹാവ് എ പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ട്, യു ഹാവ് എ പ്യുവർ ഇൻഡക്ടർ ഓർ എൽ സർക്യൂട്ട്, യു ഹാവ് എ പ്യുവർ കപ്പാസിറ്റർ ഓർ സി സർക്യൂട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ. സോ ആർ സർക്യൂട്ട്, എൽ സർക്യൂട്ട് ആൻഡ് സി സർക്യൂട്ട്. ഓക്കെ ഫൈൻ. സോ ആദ്യം നമ്മൾ കയറാൻ പോകുന്നത് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ റെസിസ്റ്റൻസ്. ഇത് ഞാൻ പറയാൻ വിട്ടുപോയി അല്ലേ? നമ്മൾ എ സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു വട്ടം, അതിൻ്റെ ഉള്ളിലൊരു വേവ്, അതായത് ആ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇങ്ങനെ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വേവ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഹൗ വി എസെൻഷ്യലി റെപ്രസെൻറ്റ് എൻ എ സി സർക്യൂട്ട്. ഓക്കെ ആണല്ലോ? ശരി. സോ ശ്രദ്ധിക്കാം, ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോ സർക്യൂട്ടിലും വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ ആണല്ലോ? സോ ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടെ വാട്ട് ഈസ് ദി voltage? V is equal to V0 sin omega t. What is the current? I is equal to I0 sin omega t. Okay ആണല്ലോ? And I is equal to I0 omega t. And I0 എന്ന് പറയുന്നത് E0 by R ആണ്. I0 എന്ന് പറയുന്നത് E0 by R ആണ്. അഥവാ I0 by √2 എന്ന് പറയുന്നത് E0 by R √2 ആണ്. രണ്ട് സൈഡും √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു സാർ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് കിട്ടും? IRMS എന്ന് I0 by √2 എന്ന് പറഞ്ഞാൽ IRMS ആണ്. E0 by √2 എന്ന് പറഞ്ഞാൽ ERMS ആണ് ഡിവൈഡഡ് ബൈ R. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ഞാൻ സർക്കിൾ ചെയ്ത ഇക്വേഷൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലാക്കുക, ഇതിൽ V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആൻഡ് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഇവർക്കിടയിൽ ഫേസ് ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? സോ ഇഫ് ഐ ട്രൈ ടു ഡ്രോ ദി ഡയഗ്രാം, വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടെ എപ്പോഴും ഈനാണ് കുറച്ചുകൂടെ മാക്സിമം വാല്യൂ. ഇപ്പോൾ കറണ്ടിനേക്കാൾ വാല്യൂ എ സിയിൽ ഉണ്ടാവുക വോൾട്ടേജിനാണ്. സോ ദിസ് ഇസ് യുവർ ഇ ഇൻസ്റ്റൻറ്റ് വാല്യൂ. സോ ദിസ് ഇസ് യുവർ E0 ആൻഡ് ദിസ് ഇസ് യുവർ I0 and this is your omega t. This is your x axis, this is your y axis. Okay ആണല്ലോ? സോ ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഓരോ ഡയഗ്രാം, ഓരോ സർക്യൂട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും വോൾട്ടേജിനെ കുറിച്ച് പറയും, കറണ്ടിനെ കുറിച്ച് പറയും, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് പറയും, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ IRMS അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ദെൻ വി വിൽ ഡ്രോ ദി ഫേസർ ഡയഗ്രാം. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഓരോ റെസിസ്റ്റൻസും അല്ലെങ്കിൽ ഓരോ സർക്യൂട്ടും പഠിക്കാം. ഓക്കെ ആണല്ലോ? ശരി. ഓക്കെ, സോ യു ക്യാൻ സി ഇവിടെ എന്താ സംഭവിക്കുന്നത് അല്ലേ? ഇവർ ഒരേപോലെയാണ്. മനസ്സിലാക്കുക, കണ്ടോ? E0 ഒന്ന് പീക്ക് ചെയ്തിട്ടാണുള്ളത്, ഒന്ന് മുകളിലേക്കാണുള്ളത്. ഓക്കെ ആണല്ലോ? സോ അതാണ് സാർ അങ്ങനെ വരച്ചത്. ഓക്കെ ആണല്ലോ? ആൻഡ് ദിസ് ഇസ് ദ I0 സൈൻ ഒമേഗ ടി ആൻഡ് ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം. ഓക്കെ, സോ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ ഇൻഡക്റ്റൻസ് ആണ്. പ്യുവർ ഇൻഡക്റ്റൻസിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ഇൻഡക്ടർ എൽ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ഇസ്, ആൻഡ് വി ഹാവ് അപ്ലൈഡ് ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുന്നത്
E=E0. എപ്പോഴും സൈൻ ഒമേഗ ടി നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും വോൾട്ടേജ് എന്ന് പറയുന്ന സാധനത്തിന് 0 ഫേസ് ഡിഫറൻസ് ആണ്. നമ്മൾ എന്നിട്ട് കറണ്ട് ലാഗ് ചെയ്യുന്നു, കറണ്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുക. ശ്രദ്ധിച്ചേ മക്കളെ, ഇൻ എ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ദ കറണ്ട് ഇവിടെ 0 എത്തുമ്പോൾ കറണ്ട് പുറകിലാണ്, കറണ്ട് ലാഗ് ഇതെല്ലാവരും തെറ്റിക്കുക. അവർക്ക് ലാസ്റ്റ് ചോദിക്കും, സർ കപ്പാസിറ്ററിലാണോ ലാഗ് ചെയ്യുക ഇൻഡക്ടറിലാണോ ലാഗ് ചെയ്യുക? മക്കളെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചേ, ഇൻഡക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലിലാണ്. എല്ല് കൊണ്ടാണ്. എൽ മീൻസ് ലാഗ്, അതായത് ഇൻഡക്ടർ ലാഗ് ചെയ്യുന്നു. മനസ്സിലായോ? ആൻഡ് എപ്പോഴും മനസ്സിലാക്കാം, എപ്പോഴും വോൾട്ടേജ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് കറണ്ടാണ് ലാഗ് ചെയ്യുന്നോ ലീഡ് ചെയ്യുന്നോ എന്ന് നമ്മൾ പറയാം. ശരിയാണല്ലോ? കറണ്ടാണോ ലാഗ് ചെയ്യുന്നോ ലീഡ് ചെയ്യുന്നോ എന്ന് പറയാം. എൽ ഫോർ ലാഗ്. അപ്പോൾ ഇവിടെ ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഒരിക്കലും ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയാം, എടാ ഇൻഡക്ടറിൽ ലാഗിങ് ആണോ ലീഡിങ് ആണോ? ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ ലാഗ്. നമ്മൾ വോൾട്ടേജാണ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുള്ളത്, അപ്പോൾ കറണ്ടാണ് മാറേണ്ടത്. ലാഗ് ചെയ്യണം, അപ്പോൾ കറണ്ട് ലാഗ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻഡക്ടർ സർക്യൂട്ടിൽ കറണ്ട് ലാഗ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? കറണ്ട് ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ I=I0 സൈൻ ഒമേഗ ടി. ലാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈനസ്, ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലസ്. ഓക്കെ ആണല്ലോ? ശരി. ആൻഡ് ഇതിൽ വാട്ട് ഹാപ്പൻസ് വേറൊരു കാര്യമുണ്ട്. ആൻഡ് I0 ആൻഡ് ഇതിലൊരു കാര്യം, ആൻഡ് I0 = E0/ωL ആണ്. അതായത് എങ്ങനെയാണോ നമ്മളുടെ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ റെസിസ്റ്റർ ഒരു റെസിസ്റ്റൻസ് കൊടുത്തത്, അതേപോലെ ഇവിടെ ഈ ഒരു ഇൻഡക്ടർ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോന് റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അത് റെസിസ്റ്റൻസ് അല്ല, ഇൻഡക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അഥവാ XL. അതായത് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്ന പോലെ ഒരു ഇൻഡക്ടർ കൊടുക്കുന്ന സാധനമാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ആണ്. XL = ഇത് ωL ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ 2π/L where F is the frequency of the AC. ഓക്കെ ആണല്ലോ? അപ്പോൾ ദിസ് ഇസ് എ ന്യൂ യൂണിറ്റ് അല്ലേ? അപ്പോൾ XLനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ യൂണിറ്റ് പറഞ്ഞടാ? യൂണിറ്റ് ഓം തന്നെയാണ്. ഓക്കെ ആണല്ലോ? യൂണിറ്റ് ഈസ് ഓം. അതുപോലെ തന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇതിന് വേറെ യൂണിറ്റ് ഈസ് ഹെൻറി പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ? വേറെ യൂണിറ്റ് ഈസ് ഹെൻറി പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദി പ്യുവർ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ XL ഉണ്ടല്ലോടാ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ XL = 2πfL ആണ്. അഥവാ XL ഈസ് പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ? XL എന്ന് പറയുന്നത് ഫ്രീക്വൻസിയോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിട്ടൊരു വാല്യൂ ആണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഫോർ എ DC സർക്യൂട്ട് നമുക്കറിയാം, DC സർക്യൂട്ടിൽ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡാണ്. അഥവാ അതിന് ഫ്രീക്വൻസി ചേഞ്ച് സൈക്കിളൊന്നുമില്ല. സോ ഫ്രീക്വൻസി 0 ആണ്. സോ XL = ωL = 2πfL = 0. കാരണം F 0 ആണ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചേ, ഒരു DC സർക്യൂട്ടിൽ നീ ഇൻഡക്ടർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിലെ XL 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു DC സർക്യൂട്ടിൽ ഇൻഡക്ടർ കറണ്ട് ഫ്ലോന് ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസും കൊടുക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹെൻസ് ഇത് എഴുതി കൊടുക്കുക. ഹെൻസ് ഇൻഡക്ടർ ഓഫേഴ്സ് no opposition to the flow of DC. Okay ആണല്ലോ? So this is one thing which is done. Okay ആണല്ലോ? Fine. So നമുക്ക് ഒരു തവണ വേണമെങ്കിൽ ചോദിക്കാം, XL ഉം F ഉം തമ്മിലുള്ള ഒരു ഗ്രാഫ്. സോ F ഉം XL ഉം ഇവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ XL is directly proportional to F. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി. ഇനി ദിസ് ഇസ് ദ ഡയഗ്രാം. ശ്രദ്ധിച്ചേ, ഇതാണ് ഫേസർ ഡയഗ്രാം. കണ്ടല്ലോ? നിങ്ങൾക്ക് കണ്ടറിയാം, ഇതാണ് ωt. നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ωt ഇവിടെ വരയ്ക്കാം, പക്ഷേ ഞാൻ ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ωt പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? E0 ഒരു ωt, ഇങ്ങനെ ഒരു ωt ഫേസ് ഡിഫറൻസിൽ ഇരിക്കുകയാണ്. എന്നാൽ I ആവട്ടെ, I ഈസ് ലാഗിങ് അല്ലേ? സോ ദിസ് ഇസ് യുവർ E0 ആൻഡ് I ഈസ് ലാഗിങ് ബിഹൈൻഡ്. സോ I പുറകിലാണ്. എത്ര ലാഗ് ചെയ്യുന്നുണ്ട്? π/2 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? സോ ഇറ്റ് ഈസ് ലാഗിങ് π/2 - ωt. So this is the phasor diagram of what? Phasor diagram of what? നമ്മുടെ പ്യുവർ ഇൻഡക്റ്റൻസ്. അതുപോലെ ഇതാണ് അതിൻ്റെ
എക്സൽ വേഴ്സസ് ഫ്രീക്വൻസി കർവ്. ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു ചെറിയ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തന്നത്. ഓക്കെ ആണല്ലോ? ശരി, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് ആൻ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ കപ്പാസിറ്റൻസ്. ഓക്കെ ആണല്ലോടാ? എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ കപ്പാസിറ്റൻസ്. നിങ്ങൾക്ക് കാണാം ഇവിടെ കപ്പാസിറ്റർ കണക്റ്റഡ് ഉണ്ട്, അതുപോലെ ഒരു അപ്ലൈഡ് വോൾട്ടേജ് ഇ ഉണ്ട്, ദാറ്റ് ഈസ് E0 sin ഒമേഗ ടി. ഓക്കെ ആണല്ലോ? ആൻഡ് നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചേ, ഇൻഡക്ടറിൽ ഏതാണ് ലാഗ് ചെയ്തത്? ഇൻഡക്ടറിൽ ലാഗ് ചെയ്തിരുന്നത് നമ്മുടെ കറണ്ട് ആയിരുന്നു. എന്നാൽ ഇവിടെ കപ്പാസിറ്ററിൽ വാട്ട് ഹാപ്പൻസ്, ഇതാണ് വോൾട്ടേജ്, ഇവിടെയാണ് കറണ്ട്. യു ക്യാൻ സി ഇത് 0 എത്തിയപ്പോഴേക്കും കറണ്ട് മുകളിൽ ഹാഫ് സൈക്കിൾ പകുതി എത്തിയിട്ടുണ്ട്. അതായത് ഇൻ എ കപ്പാസിറ്റർ സർക്യൂട്ട് ദ കറണ്ട് ലീഡ്സ് വോൾട്ടേജ്. ഓക്കെ ആണല്ലോ? ഒരു കപ്പാസിറ്റർ സർക്യൂട്ടിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യലി ലീഡിങ് ദി വോൾട്ടേജ്. സോ അതൊന്നും ഇവിടെ എഴുതി കൊടുക്കാം. I is equal to I0 sin omega t plus pi by 2 plus pi by 2. ഓക്കെ ആണല്ലോ? pi by 2 അഥവാ I0 is equal to ഒമേഗ സി E0 ആണ് കേട്ടോ മക്കൾ. ഇതൊക്കെ ഡെറിവേഷൻ ചെയ്ത് കിട്ടുന്നതാണ്, നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. I0 is equal to ഒമേഗ സി E0 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഒമേഗ 0 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ്, ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഹാവ് സംതിങ് കോൾഡ് എസ് എ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറയുന്നത് 1/C ഒമേഗയാണ് മക്കളെ. XC എന്ന് പറയുന്നത് 1/C ഒമേഗയാണ്. ഓർ ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 1/2π FC. ഓക്കെ ആണല്ലോ? എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, FC. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് അഗെയിൻ എ ന്യൂ ക്വാണ്ടിറ്റി. യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അതുപോലെ XC ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ? അത് കാണുമ്പോൾ മനസ്സിലാവും. സോ വാട്ട് ഹാപ്പൻസ്, സോ XC കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. മനസ്സിലായോടാ? അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുന്നതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക? ഫ്രീക്വൻസി കൂടുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചേ. എഗെയിൻ നമ്മളൊരു DC സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. DC സർക്യൂട്ടിൽ ഫ്രീക്വൻസി 0 ആണ് അല്ലേ? അപ്പോൾ വാട്ട് ഹാപ്പൻസ്, XC ഈസ് ഈക്വൽ ടു 1/2π FC. സോ 1/2π ഇൻറ്റു 0 ഇൻറ്റു C, അതായത് 1/0. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. അതായത് എന്താ പറഞ്ഞത്, ഒരു കപ്പാസിറ്റർ ഒരു DC സർക്യൂട്ടിൽ വെക്കുകയാണെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് പറഞ്ഞത്. എന്താണ്? ഒരു ഇൻഡക്റ്റൻസ് കൊടുക്കുന്നത് 0 റെസിസ്റ്റൻസ് ആണെങ്കിൽ ബട്ട് എ കപ്പാസിറ്റൻസ് വിൽ ഗിവ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്. അതായത് ഒരു കപ്പാസിറ്റൻസ് DC സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ സമ്മതിക്കൂല. ഓക്കെ ആണല്ലോ? സോ capacitor blocks DC or capacitor provides infinite resistance to flow of DC. ഓക്കെ ആണല്ലോ? ഫ്ലോ ഓഫ് DC. ഓക്കെ ആണല്ലോ? പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണാം എന്ത്, XC കൂടുന്തോറും ഫ്രീക്വൻസി, അതായത് AC-നെ ഫ്ലോന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, എന്നാൽ DC-ന് ബുദ്ധിമുട്ടാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം ഗിവിങ് യു ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. ഇതാണ് XCയും Fഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി നമുക്ക് വി ആർ ക്രിയേറ്റിംഗ് അനദർ മാസ്റ്റർ എന്താണ് ടേബിൾ. ഓക്കെ ആണല്ലോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യം മക്കളെ ഇതുവരെ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിലോ ഇല്ലെങ്കിൽ എഴുതി എത്തിയിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൻറ്റയർ ഇൻഡിവിജ്വൽ R, ഇൻഡിവിജ്വൽ L, ഇൻഡിവിജ്വൽ C ഇതിനെ മൊത്തത്തിൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തങ്ങ് പഠിച്ചാലോ? സോ മെയിൻ ഹെഡിങ് കൊടുക്കാം. ഒരു പുതിയ പേജ് എടുത്തോ ഇല്ലെങ്കിൽ തീരൂല കേട്ടോ. ഇൻഡിവിജ്വൽ കോമ്പോണൻറ്റ്സ്. ഇൻഡിവിജ്വൽ കോമ്പോണൻറ്റ്സ് R or L or C ആരെങ്കിലും ആയിക്കോട്ടെ. ടേം R, L, C.
ഓക്കെ ആണല്ലോ? ശരി, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സർക്യൂട്ടാണ്. ഇതാണ് ഒരു റെസിസ്റ്റൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ആൻഡ് ദിസ് ഈസ് ആൻ ഇൻഡക്റ്റൻസ് സർക്യൂട്ട് ആൻഡ് ദിസ് ഈസ് എ കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഓക്കെ ആണല്ലോ? 3 സർക്യൂട്ടും വരച്ചു. അടുത്തത് സപ്ലൈ വോൾട്ടേജ് V is equal to V0 sin omega t. ഇവിടെയും V is equal to V0 sin omega t. ഇവിടെയും V is equal to V0 sin omega t. കിട്ടിയല്ലോ? ഫൈൻ. വാട്ട് ഈസ് ദി കറണ്ട്? ഇവിടെ I is equal to I0 sin omega t. ഇൻഡക്ടർ L for lag, ഇവിടെ ലാഗ് ചെയ്യും. സോ I is equal to I0 sin omega t minus pi by 2. അതുപോലെ V ഇവിടെ I is equal to, ഇവിടെ കറണ്ട് ലീഡ് ചെയ്യാണ്. I is equal to I0 sin omega t plus pi by 2. omega t plus pi by 2. അത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി പീക്ക് കറണ്ട്? I0 equal to V0 by R. ഇവിടെ I0 equal to V0 by omega L. ഇവിടെ I0 is equal to V0 by, ഇവിടെ എന്തായിരുന്നു റിയാക്റ്റൻസ്? 1 by C ഒമേഗ അഥവാ V0 ഒമേഗ C. ഓക്കെ ആണല്ലോ? അതാണ് പീക്ക് കറണ്ട്. ആൻഡ് വാട്ട് ഈസ് ദി ഇംപിഡൻസ്? ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി സ്പീക്കിംഗ് നമ്മൾ ഓം അല്ലെങ്കിൽ എന്താ പറയുക, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി പെർട്ടിക്കുലർ തിങ്. അതായത് എന്ത് റെസിസ്റ്റൻസ് ആണ് ഓഫർ ചെയ്യുന്നത്? ഇവിടെ V0 by I0 ഈക്വൽ ടു R. അതാണ് ഇവിടെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഇവിടെ V0 by I0 എന്ന് പറയുന്നത് ഒമേഗ എൽ ആണ്. അതിന് നമ്മൾ XL എന്ന് വിളിച്ചു. ഇവിടെ V0 by I0 എന്ന് പറയുന്നത് 1 by omega C ആയിരുന്നു. നമ്മൾ അതിന് XC എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ? അതുപോലെ ഇവിടെ Z is equal to, ഇതാണ് ഇംപിഡൻസ്. Z is equal to V0 by I0 അഥവാ VRMS by IRMS ആയിരുന്നു. ശരിയാണല്ലോ? അതെ. സോ ഇവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഇവിടെ XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഹെഡിങ് ഫേസ് ഡിഫറൻസ് ആണ്. നിങ്ങൾക്കറിയാം ഇവിടെ 0 ആണ്, ഒരു ഫേസ് ഡിഫറൻസും ഇല്ല. ഇവിടെ പ്ലസ് പൈ ബൈ 2 ആണ്, അതായത് വി ലീഡ്സ് ഐ. ഇനി നിങ്ങൾക്ക് അത് എഴുതാൻ മടിയാണെങ്കിൽ മൈനസ് പൈ ബൈ 2 എന്ന് എഴുതി പഠിച്ചാലും മതി, കാരണം നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ഐ ലാക്സ് വി എന്ന് പറഞ്ഞാലും മതി. ഓക്കെ ആണല്ലോ? ഇവിടെ മൈനസ് പൈ ബൈ 2 ആണ്. ഞാൻ വോൾട്ടേജിൻ്റെ ടേമിൽ എഴുതാണ് കേട്ടോ. ഇവിടെ വി ലാക്സ് ഐ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം എന്ത്, പ്ലസ് പൈ ബൈ 2, അതായത് ഐ ലീഡ്സ് വി എന്ന് എഴുതാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ ആണല്ലോ? അതും അവിടെ എഴുതി കൊടുക്കുക. സോ ദാറ്റ് ഈസ് ദി ഫേസ് ഡിഫറൻസ്. അടുത്തതാണ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം, ഇവിടെ ഐയും വിയും ഒരേ ഫേസിലാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ആവട്ടെ, ഇവിടെ കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ഐ അല്ലേ, അതാണ് ഒരു 90 ഡിഗ്രി കൊടുത്തത്. ഇവിടെ ആവട്ടെ കറണ്ട് ഈസ് ലീഡിങ് ഐ, അപ്പോൾ കറണ്ട് മുകളിൽ വരച്ചു. ഫേസർ ഡയഗ്രാം കഴിഞ്ഞു. അടുത്തത് വേരിയേഷൻ ഓഫ് സെഡ് വിത്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി അനുസരിച്ച് എങ്ങനെയാണ് ഇത് വേരി ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ ഫ്രീക്വൻസിക്ക് ഡിപ്പെൻഡൻസ് ഒന്നുമില്ല, റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം റെസിസ്റ്റൻസിനെയും ഫ്രീക്വൻസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ആവട്ടെ ഇങ്ങനെയാണ്, XL ഈസ് പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് ഫ്രീക്വൻസി ആൻഡ് ദിസ് ഇസ് XL. ആൻഡ് ഇവിടെ ആവട്ടെ വാട്ട് ഹാപ്പൻസ്, നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. X ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു F. സോ ദിസ് ഇസ് F, ദിസ് ഇസ് XC. ഓക്കെ ആണല്ലോ? അതും കഴിഞ്ഞു. അടുത്തത് വാട്ട് ഈസ് ദ കണ്ടക്റ്റൻസ് അഥവാ SL SC. നമ്മളിതിനെ മോ, അതായത് ഓപ്പോസിറ്റ് ഓഫ് റിയാക്റ്റൻസ് ആണ് കണ്ടക്റ്റൻസ് അല്ലേ, അതായത് സീമൻ യൂണിറ്റ് ഒക്കെയാണ് ഇതിനുള്ളത്. സോ
G is equal to 1 by R. ഇതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്റ്റൻസ്. അടുത്തത് ഇതിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്റ്റൻസ് പറഞ്ഞാൽ ഇത് നമ്മൾ SL എന്നാണ് വിളിക്കുക. അതാണ് 1 by XL. ആൻഡ് ഇവൻ്റെ പേര് ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഗായ് ഈസ് നോൺ ആസ് ഇൻഡക്റ്റീവ് സസെപ്റ്റൻസ്. ഓക്കെ ആണല്ലോടാ, കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. 1 by XL is called as SL and it is called as inductive susceptance. അതുപോലെ SC എന്ന് പറയുന്നത് 1 by XC ആണ്. And this guy is called as capacitive susceptance. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും കഴിഞ്ഞു, മോയും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താ തരാനുള്ളത്? ബിഹേവിയർ ഓഫ് ഡിവൈസ് ഇൻ DC ആൻഡ് AC. ഓക്കെ ആണല്ലോ. ഇവിടെ സെയിം ബിഹേവിയറാണ്, രണ്ടിലൊരു വ്യത്യാസമില്ല. സെയിം ബിഹേവിയർ ഇൻ AC ആൻഡ് DC. ഓക്കെ ആണല്ലോ. ഇതിലെന്താ കാര്യം? ഇതിൽ L passes DC ഈക്വലി. ഓക്കെ ആണ്, നമുക്കറിയാം ഈസി ആയിട്ട് DC-നെ പാസ് ചെയ്യും, പക്ഷേ AC ഡിഫിക്കൾട്ടാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ആവട്ടെ C ബ്ലോക്സ് DC, പക്ഷേ പാസസ് ഈസിലി AC. നമ്മൾ ഓൾറെഡി പറയുന്നത് പാസസ് ഈസിലി AC. ഓക്കെ ആണല്ലോ, കാരണം കപ്പാസിറ്റൻസ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഓംസ് ലോ. VR is equal to IR, VL is equal to IXL, VC equal to IXC. ഓക്കെ ആണോടാ. ഇത്രയും പറയുന്നോടെ ശ്രദ്ധിച്ചേ. വാട്ട് ഹാവ് വി ഡൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. കണ്ടോ ദിസ് ഹോൾ തിങ്. ഇപ്പം നിങ്ങൾക്ക് വലിയൊരു ടേബിൾ കിട്ടിയിട്ടുണ്ടാവും. ദിസ് ഹോൾ ടേബിൾ ഈസ് this whole table literally sums up everything you will ever require in AC. നിങ്ങൾക്ക് ഇതിന് എത്ര വലിയ പേജ് വേണ്ടി വരുന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് ഫോർ ദിസ്. ഓക്കെ ആണല്ലോ. ഈ ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നിയൊന്നും പറയണേടാ. എല്ലാവർക്കും ഈ ടേബിൾ ഇഷ്ടമായോ? ഈ ടേബിൾ ഇഷ്ടമായോ? കാരണം എല്ലാം ഉണ്ട്, മനസ്സിലായോ? ഈ ഒരൊറ്റ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലിറ്ററലി ലാസ്റ്റ് മിനിറ്റ് റിവിഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട സാധനം. ദ അൾട്ടിമേറ്റ് തിങ് വിച്ച് യു നീഡ് ഫോർ എ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ആൻസർ ഇസ് ദിസ് ടേബിൾ. ഓക്കെ ആണല്ലോ. ഈ ടേബിൾ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ ഈ ടേബിൾ എല്ലാവർക്കും ഇഷ്ടമായോ? ജസ്റ്റ് നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇസ് ദിസ് യൂസ്ഫുൾ? ഞാനിങ്ങനെ ഇനി എൻ്റെ ഇങ്ങനത്തെ 1-2 ടേബിൾസ് കൂടെ ഉണ്ട്, അത് ഞാൻ പറയണോ അതോ ഷുഡ് ഐ സ്കിപ്പ് ടേബിൾസ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ടേബിൾസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ അതോ വെറുതെ അങ്ങനെ സാർ എഴുതിക്കുകയാണോ എന്ന് തോന്നുകയാണ്? എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ യെസ് സാർ, ഓക്കെ, സോ ഹാപ്പി ടു ഹിയർ ഇറ്റ്. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ അത്രയും നമ്മൾ പറയുന്നതോടെ വി ഹാവ് ഒഫീഷ്യലി എൻറ്റർഡ് ദി ഇൻഡിവിജ്വൽ സർക്യൂട്ട്, RLC ഇൻഡിവിജ്വലായി പഠിച്ചു. ഇനി നമുക്ക് ഒരു കോമ്പിനേഷൻ RL സർക്യൂട്ട്, LC സർക്യൂട്ട്, അങ്ങനെ 1-2 കോമ്പിനേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ടു ദി LCR സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. വി ആർ ഓൾമോസ്റ്റ് ഡൺ വിത്ത് 70% ഓഫ് ദി ചാപ്റ്റർ. 1.5 മണിക്കൂറായിട്ടേ ഉള്ളൂ. അരമണിക്കൂറും കൂടെ ഉണ്ടെങ്കിൽ ഐ വിൽ ഫിനിഷ് ദി എൻറ്റയർ ചാപ്റ്റർ തിയറി. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് സ്റ്റേ വിത്ത് മീ, ഡോണ്ട് വെറി. നിങ്ങൾക്ക് ബോറടിക്കുന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി തിയറി പറയുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മാക്സിമം കൺസെപ്റ്റ്സ് എത്തിയിട്ട് വേഗം തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് അപ്പോൾ വെറുതെ ക്ലാസ് കേട്ട് ബോറടിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടാണ് സാർ അങ്ങനെ എടുക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. സോ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ഇൻ സീരീസ് അഥവാ RL സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കാം, ഒരു RL സർക്യൂട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ദി അപ്ലൈഡ് വോൾട്ടേജ് E ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ ഇതാണ് അപ്ലൈഡ് വോൾട്ടേജ്. എന്നാൽ വാട്ട് ഈസ് ദി, പക്ഷേ ഇതിനകത്ത് റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്റ്റൻസ്? IXL.
And what is the voltage drop across resistance? VR is equal to IR. Okay ആണല്ലോ, VR is equal to IR. ഇനി നിങ്ങളിതിൻ്റെ ഫേസർ ഡയഗ്രം ഒന്ന് വരയ്ക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം ഒരു വോൾട്ടേജ് സർക്യൂട്ടിൽ VR-ഉം Iയും ഒരേ ഫേസിലാണ്. ഓക്കെ ആണല്ലോ, അതാണ് ഞാനിവിടെ വരച്ചത്. എന്നാൽ വി നോ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ഇൻ ഇൻഡക്ടർ. നമുക്കറിയാം ഇൻഡക്ടറിൽ കറണ്ട് ലാഗ്സ് ആണ് അല്ലേ. എന്നാൽ വോൾട്ടേജ് ഓഫ് ദ നമ്മുടെ റെസിസ്റ്റർ ആൻഡ് കറണ്ട് ഈസ് ഇൻ ഫേസ്. അപ്പോൾ ഇവർ ഒരുമിച്ച് വരച്ചു. എന്നാൽ നമ്മൾ ഇങ്ങനെയാണ് വരച്ചത് അല്ലേ, VL XL, അതായത് VL IL, അതായത് ഇൻഡക്ടറിൻ്റെ കറണ്ട് വോൾട്ടേജിൻ്റെ, അതായത് ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് വെച്ച് നോക്കുമ്പോൾ ലാഗ് ചെയ്യാണ്. സോ ദിസ് ഇസ് ദി വോൾട്ടേജ് ഓഫ് ദി ഇൻഡക്ടർ. ഓക്കെ ആണല്ലോ. ആൻഡ് ഈ രണ്ട് വോൾട്ടേജിലൂടെ നെറ്റാണ് നിനക്ക് ഫേസർ ഡയഗ്രമായിട്ട് കിട്ടുന്നത്. സോ ദിസ് ഇസ് ദി ഫേസർ ഡയഗ്രാം ഓഫ് എ എന്താണ് LR സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. സോ LR സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രമാണ് സാർ ഇവിടെ വരച്ചു തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ശരി. ആൻഡ് മനസ്സിലാക്കുക. ആൻഡ് വാട്ട് ഈസ് E is equal to root of VR square plus VL square. ഓക്കെ ആണല്ലോ. E is equal to VR square plus VL square. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നെറ്റ് കറണ്ട് E square is equal to VR square plus VL square. This is equal to I square into R square plus XL square. Okay. Or you have to understand I is equal to E by root of R square plus L square. Okay ആണല്ലോ. I is equal to E by root of R square plus L square. Okay ആണല്ലോ, ശരി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ശ്രദ്ധിച്ചേ നമ്മൾ ഒരു ഇതാണ് റെസിസ്റ്റർ എന്ന് വിചാരിക്കുക. നമുക്കറിയാം ഇതിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മുടെ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ് ഇരിക്കുന്നത്. സോ ഇതിൻ്റെ നെറ്റ് കാണുമ്പോൾ യു ഗെറ്റ് സംതിങ് കോൾഡ് എസ് ആൻ ന്യൂ ടേം വിച്ച് ഇസ്, അവിടെ ഉണ്ടല്ലോ ഡയഗ്രാം, സോറി. ഓക്കെ, സോ സി യു സംതിങ് കോൾഡ് എസ് ആൻ ഇൻഡക്റ്റീവ് ഇംപിഡൻസ്. അതായത് എന്താണ് ഒരു ഇൻഡക്റ്റീവ് ഇംപിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്റ്റീവ് ഇംപിഡൻസ് വിച്ച് ഇസ് ZL. എന്താണ് ഒരു ഇൻഡക്റ്റീവ് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഒരു ഇൻഡക്റ്റീവ് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമാണ് റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു റെസിസ്റ്റർ കഴിഞ്ഞാൽ ഒരു ഇൻഡക്ടറിൽ ഇൻഡക്റ്റൻസ് മാത്രമാണ്. എന്നാൽ ഒരു റെസിസ്റ്റൻസും ഇൻഡക്ടറും കൂടെ വരുമ്പോൾ നമുക്ക് അതിന് കൊടുക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനെ വിളിക്കാനൊരു പേര് വേണം. ആ പേരാണ് ഇൻഡക്റ്റീവ് ഇംപിഡൻസ്. അതായത് റെസിസ്റ്ററും ഇൻഡക്ടറും ഈ രണ്ട് പേരും കൂടെ ഒരുമിച്ച് ആ ടോട്ടൽ സർക്യൂട്ടിന് കൊടുക്കുന്ന നെറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ടു ദ കറണ്ട് ഫ്ലോ. റെസിസ്റ്റൻസ് അങ്ങനെ എങ്ങനെയല്ല, ആ ഒരു കറണ്ട് ആ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകാൻ തടസ്സമായിട്ട് കൊടുക്കുന്ന, ഈ രണ്ടാളും കൂടെ ഒരുമിച്ച് കൊടുക്കുന്ന ഒരു പിടുത്തം, അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ഇംപിഡൻസ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ZL. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ യു ഗെറ്റ് ആൻ ആംഗിൾ ഫൈ ഹിയർ അല്ലേ. സോ ആ ഫൈ എന്താ, വാട്ട് ഈസ് ടാൻ ഫൈ ഹിയർ? ടാൻ ഫൈ ഈസ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ XL ആണ്. XL ബൈ അഡ്ജസൻറ്റ് സൈഡ് R ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് XL ഇസ് ഈക്വൽ ടു IXL by IR. ഓക്കെ ആണല്ലോ. V is equal to, this is VR അല്ലേ, XL by VL by VR. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾക്ക് എസെൻഷ്യലി ഒരു വോൾട്ടേജ്, അതുപോലെ തന്നെ വോൾട്ടേജ് VL VR വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ രണ്ട് സെയിം തന്നെ. ഇപ്പോൾ ഇതിലെടുക്കുകയാണെങ്കിൽ XL by XR എന്ന് ഡയറക്റ്റ് വന്നു. ഓക്കെ ആണല്ലോ, XL by XR. ഓക്കെ. ഓർ വി നോ ദാറ്റ് XL is equal to omega L by R. അഥവാ ഫൈ is equal to tan inverse omega L by R. Omega L by R. Okay ആണല്ലോ. So this is one thing which you have to keep in mind. Okay ആണല്ലോ, fine. And what is ZL is equal to? ZL is equal to root of R square plus XL square. Okay ആണല്ലോ. ZL എന്ന് പറയുന്നത് root of R square plus XL square ആണ്. And this is equal to root of R square plus omega square L square. And this is equal to root of R square plus 2 pi FL the whole square. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ZL ൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്,
there is something called as ഈ സാധനം വന്നപ്പോൾ ഞാൻ ഈ സാധനം എല്ലാം എടുത്ത് കളയാണ് കേട്ടോ മക്കളെ, ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല. ഓക്കെ, ആവശ്യത്തിന് സ്ഥലമായില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ റിയാക്ട് സെഡലിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ, സെഡലിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ വാട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ്. ഞാൻ പറഞ്ഞ ഈ ഇംപിഡൻസിൻ്റെ റെസിപ്രോക്കൽ എന്താണ്, അതിനെ വിളിക്കുന്ന പേരാണ് അഡ്മിറ്റൻസ്. എന്താണ് അത്? ദ റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് കോൾഡ് ആസ് അഡ്മിറ്റൻസ്, and admittance YL is equal to 1 by ZL, which is 1 by root of R square plus omega square L square. Okay ആണല്ലോ. So reciprocal of impedance or admittance is equal to 1 by ZL, which is equal to 1 by root of R square plus omega square L square. Okay ആണോടാ? Okay ആണോ? അപ്പോൾ അത്രയും പറയുന്നോടെ we have completed the LR circuit. Okay ആണല്ലോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ആർ സി സർക്യൂട്ടാണ്. ഓക്കെ ആണല്ലോ, റെസിസ്റ്റൻസ് കപ്പാസിറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എഗെയിൻ വി ഹാവ് ഇ ഇസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. വി ഹാവ് വി സി ഈക്വൽ ടു IXC. അതുപോലെ വി ആർ ഇസ് ഈക്വൽ ടു IR. ഓക്കെ ആണല്ലോ. ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ദി ഫേസർ ഡയഗ്രാം. ശ്രദ്ധിച്ചേ ഇവിടെ നമുക്കറിയാം വാട്ട് വി ആർ ഇവിടെ ഉണ്ട്, അതേ ഡയറക്ഷനിൽ നമുക്ക് കറണ്ടും ഉണ്ട്. ഫൈൻ, ഇവിടെ ഡയറക്ഷനിൽ നമുക്ക് കറണ്ട് മാർക്ക് ചെയ്യാം IR. പക്ഷേ ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ് കറണ്ട് ഈസ് ലീഡിങ്, അപ്പോൾ വോൾട്ടേജ് താഴെയാണ്. സോ ദിസ് ഇസ് ദ VC ആൻഡ് E is equal to, and what you get here, effective EMF E is equal to root of VR square plus VC square. E is equal to root of VR square plus VC square. Okay ആണല്ലോ. Or you get I is equal to E by root of R square plus XC square. I is equal to E divided by root of R square plus XC square. Okay ആണല്ലോ. ഫൈൻ. ഇനി ഇവിടെ നമുക്ക് മറ്റോടത്തുള്ള പോലെ തന്നെ വി ഹാവ് സംതിങ് കോൾഡ് ആസ് എ കപ്പാസിറ്റീവ് ഇംപിഡൻസ്. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ളടത്തുള്ള പോലെ തന്നെ ഇവിടെ നമുക്കൊരു കപ്പാസിറ്റീവ് ഇംപിഡൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസും എക്സിയും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. സോ കപ്പാസിറ്റീവ് ഇംപിഡൻസ് ZC ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് 1 by omega CD whole square. 1 by omega CD whole square. ഓക്കെ ആണല്ലോ. 1 by omega CD whole square. ആൻഡ് ദി കപ്പാസിറ്റി ഇംപിഡൻസ്. ഓക്കെ ആണ്, നമുക്ക് മറ്റേ അറിയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടറിയാം. ഹിയർ tan phi ഇസ് ഈക്വൽ ടു, ഇവിടെ ഉള്ളത് ആരാണ്? tan phi ഇസ് ഈക്വൽ ടു ഇവിടെ VC ആണ് അല്ലേ, ഈ VC ഇതാണ് ഉള്ളത്, VC by VR. സോ ദിസ് ഇസ് XC by R. ഓക്കെ, ഓർ 1 by C omega by R. XC എന്ന് പറഞ്ഞാൽ 1 by C omega ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 by omega CR. ഓക്കെ ആണല്ലോ. ഓർ phi is equal to tan inverse 1 by omega CR. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ phi is equal to tan inverse 1 by omega CR. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി കപ്പാസിറ്റീവ് ഇംപിഡൻസ്. അങ്ങനെ നമ്മൾ നമ്മുടെ കപ്പാസിറ്റീവ് ഇംപിഡൻസിൻ്റെ കാര്യം കൂടെ ഫുള്ള് തീർത്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 2 things ട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾക്കുള്ള കാര്യം. ആൻഡ് വി ആർ എഗെയിൻ ഗോയിങ് ടു കൺസ്ട്രക്ട്. നമ്മളിതിൽ LC സർക്യൂട്ട് മിസ് ചെയ്തിട്ടുണ്ട്, കാരണം LC വളരെ കുറച്ച് കാര്യമേ പറയാനുള്ളൂ. അത് ഞാനൊരു ടേബിൾ വരയ്ക്കുമ്പോൾ പറയാം. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ ടൈം ഓഫ് ദാറ്റ്. സോ ദിസ് ഇസ് ഇറ്റ്. ഇനി നമുക്ക് LCR സർക്യൂട്ടാണ് പോകാനുള്ളത്. ഓക്കെ ആണല്ലോ. RC സർക്യൂട്ട് നമുക്ക് അതിലേക്ക് ആ ഒരു ടേബിൾ വരയ്ക്കാം. ഓക്കെ ആണല്ലോ. സോ ഗെറ്റ് റെഡി, ടേക്ക് എ ന്യൂ പേജ് ആൻഡ് വി ആർ ഗോയിങ് ടു പ്രിപ്പയർ അനദർ ബ്യൂട്ടിഫുൾ ടേബിൾ. ഓക്കെ ആണല്ലോ. ഇതാണ് ഹെഡിങ്, കോമ്പിനേഷൻ ഓഫ് കോമ്പണൻസ് RL, RC, LC. ഈ 3 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള ഒരു കാര്യം ഇത്രയും നേരം എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യണമെങ്കിൽ ലെറ്റ്സ് സമ്മറൈസ് ഇറ്റ് അഗെയിൻ. പുതിയ ഒരു ടേബിൾ വെച്ച് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ടേം
term, RL, RC, LC. Okay ആണല്ലോ, ഫൈൻ. ലെറ്റ്സ് ഡീകോഡ് ദിസ് ഡയഗ്രാം. ആദ്യത്തേതാണ് സർക്യൂട്ട്. ഇവിടെ ഒരു R ഉണ്ട്, ഒരു L ഉണ്ട്, വിച്ച് ഈസ് കണക്റ്റഡ് ടു എ സോഴ്സ്. ഓക്കെ ആണല്ലോ, R ഉണ്ട്, L ഉണ്ട്. RCയിൽ വി ഹാവ് എ റെസിസ്റ്റൻസ് R, വി ഹാവ് എ കപ്പാസിറ്റൻസ് C which is connected. This is an RC circuit. ഇനി നമ്മൾ പഠിക്കാൻ ബാക്കിയുള്ള LC സർക്യൂട്ട്, LC സർക്യൂട്ട്. ഓക്കെ ആണല്ലോ, ഇതാണ് ഒരു LC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ഇനി ഇവിടെ മനസ്സിലാക്കുക, I ഈസ് സെയിം ഇൻ R ആൻഡ് L, കാരണം ഇത് സീരീസ് ആണ്. അതുപോലെ I ഈസ് സെയിം ഇൻ R ആൻഡ് C, ആൻഡ് I ഈസ് സെയിം ഇൻ L ആൻഡ് C. ഇത് സീരീസ് ആയതുകൊണ്ടാണ്, കാരണം ഇതിനൊക്കെ ഒരു പാരലൽ കൗണ്ടർ പാർട്ട് ഉള്ളതുകൊണ്ടാണ് സാർ എഴുതിയത് കേട്ടോ. ശരി, അടുത്തത് ഫേസർ ഡയഗ്രാം. ഇവിടെ വാട്ട് ഹാപ്പൻസ്, ഇവിടെ വി ആറും ഐയും ഉണ്ട്, ഇവിടെ നമുക്ക് വി എൽ ഉണ്ട്. ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം. ഇവിടെ വി ആർ ഉണ്ട്, ഐ ഉണ്ട്, താഴത്തേക്ക് വി സി ഉണ്ട്. ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് ദി വി, ദിസ് ഇസ് ദി ഫേസർ ഡയഗ്രാം. ഇവിടെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കറണ്ട് ഇങ്ങനെയാണ്, ആൻഡ് നമുക്കറിയാം വോൾട്ടേജ് ഓഫ് ദി ഇൻഡക്ടർ, അതായത് നമുക്ക് കറണ്ട് ലാക്സ് വോൾട്ടേജ് അല്ലേ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് ലീഡ് ചെയ്യും, ഇവിടെ കപ്പാസിറ്റൻസ് ലീഡ് ചെയ്യും. ഓക്കെ ആണല്ലോ, സോ ഇങ്ങനെയാണ് വരിക, കാരണം കപ്പാസിറ്റൻസ് ലാഗ് ബിഹൈൻഡ് കറണ്ട്, വോൾട്ടേജ് ഓഫ് ദി ഇൻഡക്ടർ ലീഡ്സ്, അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ശരി, ആൻഡ് ഹിയർ V is equal to VR square plus VL square. ഇവിടെ V square is equal to VR square plus VC square. ഇവിടെ V is equal to, ശ്രദ്ധിക്കുക, ഇവിടെ V is equal to VL minus VC ആണ് എപ്പോൾ, if VL is greater than VC, or V is equal to VC minus VL ആയിരിക്കും എപ്പോഴാ, if VC is more than VL. ഓക്കെ ആണല്ലോ, സോ അതാണ് ഈ സാധനം. അത് കഴിഞ്ഞു, ഫേസർ ഡയഗ്രാം കഴിഞ്ഞു. അടുത്തത് ഇംപിഡൻസ്. ഇംപിഡൻസ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ, ഓർ ഹിയർ ഇംപിഡൻസ് സെഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ, ഓർ സെഡ് ഇംപിഡൻസ് എക്സ് സെഡ് ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് എൽ മൈനസ് എക്സ് സി ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അത് കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് ഇംപിഡൻസ്? അതൊരു ഈ ഒരു ഗ്രാഫ് നിങ്ങൾ കാണാപ്പാടം പഠിക്കുക. ഇതിലുള്ളത് ഇങ്ങനെയാണ്, ഇതാണ് എഫ്, ഇതാണ് സെറ്റ്, ഇതാണ് ആർ. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ ഇങ്ങനൊരു ഡയഗ്രാം, ദിസ് ഇസ് ആർ, ദിസ് ഇസ് സെറ്റ്, ദിസ് ഇസ് എഫ്. ഇതിലുള്ളത് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ടാണ്, ഇങ്ങനെയാണ്, ദിസ് ഇസ് എഫ്, ദിസ് ഇസ് സെറ്റ്. ഓക്കെ ആണല്ലോ, ശരി. ആൻഡ് സൈഡിൽ എഴുതാം, അറ്റ് വെരി ലോ ഫ്രീക്വൻസി ഹിയർ സെഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ബിക്കോസ് എക്സ് എൽ വിൽ ടെൻസ് ടു 0. അതുപോലെ ഇവിടെ സെഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ് സി, ഇവിടെ സെഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ് സി. ഓക്കെ ആണല്ലോ. ആൻഡ് ഇവിടെ അറ്റ് വെരി high frequency, what happens is Z is equal to XL, Z is equal to R because XC tends to 0 and Z is approximately equal to X. Okay ano? Okay ano? So this is everything which you have to know about XL XC circuits. Okay ano loda? We have successfully made it into a circuit also. Okay ആണല്ലോ. അങ്ങനെ നമ്മൾ ഇതും തീർത്തിരിക്കുകയാണ്. ഓക്കെ ആണോ സാർ? ബാക്കി ക്ലാസ്സിന് ടൈം ടേബിൾ ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല ക്ലാസ് എപ്പോഴാണെന്ന്. ഒരു പേടിയും പേടിക്കേണ്ട, നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ കയറാം, അതിനകത്ത് കോംബിയുടെ ടൈം ടേബിൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോംബി വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെയും അപ്ഡേറ്റ്സ് ഇടും എപ്പോഴാണെന്നുള്ളത്. ഓക്കെ ആണല്ലോ സർ? ഈ സ്ലൈഡ്സ് ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യും, അത് ഞാൻ ഓൾറെഡി ഒരു തവണ പറഞ്ഞതാണ്. ഇതിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു
ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എസ്പെഷ്യലി ഈ സ്ലൈഡ്സ് ഈസ് മൈ പേഴ്സണൽ സ്ലൈഡ്സ്. അപ്പോൾ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മാറ്റ് ഗോയിങ് ടു എ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. ഇത് മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തവണ ഞാൻ കൊടുത്തത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഇതേപോലെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ ദർ വാസ് ടൈംസ് നമുക്ക് ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ബട്ട് ആ കുട്ടികളത് വേറെ പല സ്ഥലങ്ങളിലേക്ക് ഫോർവേഡായിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ നമ്മുടെ സ്ലൈഡ്സിൽ ഡയറക്റ്റ് ഡോപ്പൊക്കെ കട്ട് ചെയ്ത് എൻ്റെ പേരൊക്കെ കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെ ഒരുപാട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഫോർ ദ ടൈം ബീങ് ഐ ഹാവ് സ്റ്റോപ്ഡ് ഷെയറിങ് ദ സ്ലൈഡ്സ്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ ഇത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്ലൈഡ്സ് അത് നമുക്കറിയാം, നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ അവസാനം ആകുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ഇത് പല ആൾക്കാരിലേക്ക് മാറി ഇത് മിസ്യൂസ് ചെയ്ത് തുടങ്ങുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ബട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ വൺ ടൈം വാച്ചബിൾ. ഇത് NCERT ഇവിടെ യൂട്യൂബിൽ എപ്പോഴും ഉണ്ടാവും. സോ യു ക്യാൻ കം ബാക്ക് എനി ടൈം ആൻഡ് യു ക്യാൻ വാച്ച് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ് യൂണിറ്റ് അല്ലേ. നിങ്ങൾക്ക് പോസ് ചെയ്ത് ഇതൊക്കെ എഴുതിയെടുത്ത് പോകാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഐ എം എക്സ്ട്രീംലി സോറി ഫോർ നോട്ട് ഷെയറിങ്. ദിസ് ഈസ് ദ തിങ്. ഓക്കെ ആണല്ലോ. സോ ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് ദ സ്ലൈഡ്സ് ഗോ ഇൻ എ മിസ്യൂസ് മാനർ. ഓക്കെ. Okay, fine. So we are almost into the end game now. Now we are coming into the much awaited guy. അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും കോർ നമ്മളിപ്പോൾ അറൗണ്ട് 80% ചാപ്റ്റർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വളരെ കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. മക്കളെ ഇത്രയും പഠിപ്പിച്ച് ക്ലിയർ ആണോ? കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലാസ്റ്റ് പഠിപ്പിച്ച് 1-2 ഗ്രാഫ് നിങ്ങൾ കാര്യമാക്കണ്ട, അത് കാണാപ്പാടം പഠിച്ച് എക്സാമിന് എഴുതിയാൽ മതി. അല്ലാണ്ട് ബാക്കി ഇത്രയും നേരം AC എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? AC ഇപ്പോൾ തണുത്തു തുടങ്ങിയോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈസ് എവ്രിത്തിങ് ഓക്കെ? കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ 6:30 ഇവിടെ വന്നിരുന്ന നിങ്ങളാണോ ഇപ്പോൾ AC സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളത്? നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് പറയാം. എനിക്ക് അങ്ങനെയെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. ഐ മീൻ ചാറ്റ് ഈസ് എവ്രിത്തിങ് ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓർ ഈസ് എവ്രിത്തിങ് ക്ലിയർ? കാരണം യൂഷ്വലി ചോദിക്കാറുണ്ട് കുട്ടികൾ, ഒന്നും കൂടെ പറയുമോ? അപ്പോൾ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. ഈസ് ഇറ്റ് ബിക്കോസ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്? അതോ ഒന്നും മനസ്സിലാവുന്നില്ല, ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് വെറുതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം എന്നുള്ളത് കൊണ്ടാണോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. Okay, we are moving into the LCR circuit, inductance, capacitance, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കാം, ഇതിനകത്ത് എല്ലാ ആൾക്കാരും വരികയാണ് അല്ലേ. നമ്മുടെ എല്ലാ വില്ലന്മാരും, നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്നൊക്കെ പറയുന്ന പോലെ എവ്രി വില്ലൻ, എവ്രി ഹീറോസ് ആർ അസംബ്ലിങ് ഹിയർ ഫോർ ദി LCR സർക്യൂട്ട്. ശ്രദ്ധിക്കാം, ഇവിടെ എഗെയിൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ട് E ഈസ് ഈക്വൽ ടു E0 sin omega t. Here VL is equal to IXL, VC is equal to IXC, VR is equal to IXR ഇല്ലല്ലോ, IR. ഓക്കെ ആണല്ലോ, IR. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഇവൻ്റെ ഫേസർ ഡയഗ്രത്തിലേക്കൊന്ന് വരാം. ശ്രദ്ധിച്ചേ, ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്കറിയാം എന്താണ് കറണ്ട് ഇവിടെ കൊടുക്കുക. നമുക്കറിയാം അതേ റെസിസ്റ്ററിലാണ് VR ഉള്ളത്. സോ VR കിട്ടി. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ഓഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ ഇവിടെ I ആണെങ്കിൽ ഹിയർ വോൾട്ടേജ് ഇസ് ലീഡിങ് VI. ആൻഡ് വി ഓൾസോ നോ വാട്ട് വോൾട്ടേജ് ഓഫ് കപ്പാസിറ്റൻസ് ലാഗ്സ് കറണ്ട്. സോ ദിസ് ഇസ് ദ കപ്പാസിറ്റൻസ്. കിട്ടിയോടാ? സോ ഇതാണ്. ഇനി നീ എന്ത് ചോദിച്ചാൽ ഈ സാധനം ഇങ്ങോട്ടാക്കും. അപ്പോൾ ഇത് VL ഉം VC ആണ്. VL ഉം VC യും നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നിനക്കിവിടെ എന്ത് എഴുതാം? VL മൈനസ് VC എന്ന് എഴുതിക്കൂടെ? പ്രശ്നമുണ്ടോ? ഇതിൽ നിനക്ക് VL മൈനസ് VC എന്ന് എഴുതാലോ? എഴുതാം. ഇവിടെ നിനക്ക് VR എന്ന് എഴുതാം. സോ വാട്ട് ഹാപ്പൻസ്? വാട്ട് ഈസ് എഫക്റ്റീവ് വോൾട്ടേജ്? E is equal to here we get the equation. E is equal to root of VR square plus VL minus VC the whole square. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മളുടെ EMFിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. E is equal to VR square plus VL minus VC the whole square. ഇതിനെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം. ശ്രദ്ധിച്ചേ, ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് I into root of R square plus XL minus XC the whole square അല്ലേ. അല്ലെങ്കിൽ ഞാൻ ആ വിനെ IR square, അതിനെ ഐനെ പുറത്തേക്ക് എടുത്താണ്. ഓർ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് I is equal to E divided by root of R square plus XL minus XC the whole square. ഇതാണ് എ കറണ്ട് ഇൻ ആൻ LCR സർക്യൂട്ട് എന്ന് പറയുന്നത്. കറണ്ട് ഇൻ സർക്യൂട്ട് ഇസ് E by root of R square plus
XL minus XC the whole square. Okay ആണല്ലോ, ഓക്കെ ആണല്ലോ. ശരി, ഇനി what is the impedance? Impedance Z is equal to root of R square plus XL minus XC the whole square. സംശയമൊന്നുമില്ലല്ലോ. ശരി, ഇനി അതിൻ്റെ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ റെസിസ്റ്റൻസ് R ഉണ്ട്, ഇവിടെ XL മൈനസ് XC ഉണ്ട്. ഇതാണ് നമ്മുടെ ഇംപിഡൻസ് Z എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി, ആൻഡ് ദിസ് ഇസ് യുവർ ഫൈ. ആൻഡ് വാട്ട് ഹാപ്പൻസ്, ശ്രദ്ധിച്ചേ, ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL എന്ന് പറഞ്ഞാൽ ഒമേഗ L ആണ്, ഒമേഗ L മൈനസ് 1/C ഒമേഗ ദി ഹോൾ സ്ക്വയർ. XC എന്ന് പറഞ്ഞാൽ 1/C ഒമേഗ. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് ഇതൊന്ന് വെൻ യു ട്രൈ ടു ഫൈൻഡ് tan phi is equal to XL minus XC by R. XL minus XC by R. Okay ആണല്ലോ, ഓക്കെ ആണല്ലോ. So this is the impedance and this is the phasor diagram for LCR circuit. So ഇത്രയേ ഉള്ളൂ നമ്മുടെ LCR circuit. നിങ്ങളെല്ലാവരും ഒരുപാട് കാലമായി പേടിച്ച് എന്താണിതെന്ന് പേടിച്ചിരുന്ന ആ സാധനം വി ഹാവ് മെയ്ഡ് ഇറ്റ് സിംപ്ലിഫൈഡ്. ഓക്കെ ആണല്ലോ. നമ്മൾ LCR സർക്യൂട്ട് കഴിഞ്ഞു, ഫേസർ ഡയഗ്രാം ഓഫ് സീരീസ് LCR കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി വളരെ കുറച്ച് പേർ അല്ലെങ്കിൽ 0 ഫാക്കൽറ്റീസിനടുത്ത് പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് പാരലൽ LCR കോമ്പിനേഷൻ. ആൻഡ് ഐ വിൽ ബി ടീച്ചിങ് യു ദി പാരലൽ LCR കോമ്പിനേഷൻ ഓൾസോ. കാരണം അത് എയിംസിന് ചോദിക്കാറുണ്ട്. ആൻഡ് ഇപ്പോൾ എയിംസ് ഇതായിട്ട് വന്നുകൊണ്ട് എനിക്കറിയില്ല ചോദിക്കുമല്ലേ എന്നൊന്നും, പക്ഷേ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ ആണോ? നിങ്ങൾക്ക് വേണ്ടവർ പഠിച്ചോ, ഇല്ലെങ്കിൽ മറന്നോ, ഈസി. ഇഗെയിൻ ഇത് നമ്മളൊരു ടേബിൾ രൂപത്തിലാണ് പഠിപ്പിക്കുന്നത്, കാരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. സോ ഹെഡിങ് കൊടുക്കാം, സീരീസ് LCR ആൻഡ് പാരലൽ LCR സർക്യൂട്ട്. ഈ സൈഡിൽ സീരീസ് LCR, ഈ സൈഡിൽ പാരലൽ LCR. ഓക്കെ ആണോ? ഓക്കെ ആണോ? കഴിഞ്ഞല്ലോ. ശരി, ആദ്യത്തെ കാര്യമാണ് സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം ഇത് ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ R, ഇതാണ് L, ഇതാണ് C ആൻഡ് I ഈസ് സെയിം ഫോർ R, L ആൻഡ് C. ഓക്കെ ആണല്ലോ. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സീരീസ് LCR. പാരലൽ ആണെങ്കിൽ R ഓർഡറിലാണെങ്കിൽ വരയ്ക്കാം, L, C. ഓക്കെ ആണല്ലോ. ഇതാണ് LCR ഇൻ പാരലൽ എന്ന് പറയുന്നത്. കാണുമ്പോഴേ പേടിക്കും, പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹിയർ V ഈസ് സെയിം, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം. V ഈസ് സെയിം ഫോർ R, L, C. ഓക്കെ ആണല്ലോ. ശരി, രണ്ടാമത്തെ പോയിന്റ് ഫേസർ ഡയഗ്രാം. ഫേസർ ഡയഗ്രാം, ഫേസർ ഡയഗ്രത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ദിസ് ഈസ് VL, ദിസ് ഈസ് VC, ദിസ് ഈസ് VR ആൻഡ് ദിസ് ഈസ് I. ഇവിടെ നമുക്ക് ഫേസർ ഡയഗ്രാം വോൾട്ടേജിനല്ല വരയ്ക്കുക, ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് കറണ്ടിനാണ് കേട്ടോ മക്കളെ. IR, IC ആൻഡ് IL ആൻഡ് ദിസ് ഈസ് V. ഓക്കെ ആണല്ലോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, വോൾട്ടേജും കറണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു. ഇതാണ് പാരലൽ LCRൻ്റെ നമ്പർ 1 കാര്യം. അപ്പോൾ നിങ്ങളോട് മിക്കവാറും ചോദിക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ഫേസർ ഡയഗ്രാം. അങ്ങനെ വളരെ ബേസിക് ആയിട്ടേ ചോദിക്കുള്ളൂ. അതിൽ മനസ്സിലാക്കുക VLും ICയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആയിട്ടുണ്ട്. ശരി, അപ്പോൾ ഇതിൽ ഇഫ് VL ഈസ് മോർ ദാൻ VC ദെൻ അങ്ങനെയാകുമ്പോൾ എന്താ വരയ്ക്കുക, I, VR, സോ ഇറ്റ് വിൽ ബി VL മൈനസ് VC ആയിട്ട് ഇത് മാറും. അതുപോലെ ഇഫ് VC ഈസ് മോർ ദാൻ VL അങ്ങനെയാണെങ്കിലോ ദെൻ I, VR, VC മൈനസ് VL ഇങ്ങനെയാണ് വരിക, VC മൈനസ് VL. ആൻഡ് ഇവിടെ what happens, if
IC is more than IL, then this is IR, this is V, and this is IC minus IR, IC minus IL. ഇവിടെ if IL is more than IC, what happens? V, IR, IL minus IC. Okay ആണല്ലോ. So this is the diagram. ഇനി ഇവിടെ what is V is equal to root of VR square plus VL minus VC the whole square ആണ്. അതുപോലെ ഇംപിഡൻസ് Z is equal to root of R square plus XL minus XC the whole square ആണ്. And tan phi is equal to XL minus XC by R, which is equal to VL minus VC by R ആണ്. And the last one is called as impedance triangle. Impedance triangle where this is the radius, this is X is equal to XL minus XC, and the resultant impedance is Z, and this is phi. Okay ആണോടാ? ഓക്കെ ആണോ? സോ ദിസ് ഇസ് അബൌട്ട് ഈ സാധനങ്ങൾ. ഇതിനൊന്നും പാരലൽ LCR സർക്യൂട്ടിൽ ഒരു കൗണ്ടർ പാർട്ട് ഇല്ല. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് അബൌട്ട് ദി സീരീസ് LCR ആൻഡ് പാരലൽ LCR സർക്യൂട്ട്. ഓക്കെ ആണല്ലോ? ഇതോടെ നമ്മൾ സീരീസ് LCRും പാരലൽ LCR സർക്യൂട്ടിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? സോ യു ഹാവ് ഫൈനലി ഗോട്ട് അനദർ table. This is most probably the last table ട്ടോ. ലാസ്റ്റ് ടേബിൾ ആ തോന്നുന്നുണ്ട്. ആൻഡ് വി ഹാവ് ഫിൽഡ് ദിസ് ചാപ്റ്റർ വിത്ത് എ ലോട്ട് ഓഫ് ടേബിൾ അല്ലേ. നമ്മൾ ഒരുപാട് ടേബിൾസ് വെച്ച് ഈ ചാപ്റ്റർ അങ്ങ് പൊതിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കോർ ടോപ്പിക്സ് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള റെസൊണൻസ് എന്താണെന്ന് മാത്രം, റെസൊണൻസും അതുപോലെ തന്നെ കുറച്ച് പവർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു 5 minutes 10 minutesൻ്റെ ഒരു ഡിസ്കഷൻ കൂടിയേ ഉള്ളൂ. അതും കൂടെ കഴിയുന്നതോടെ വിൽ ബി സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് ദി തിയറി ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് റെസൊണൻസ്. ഓക്കെ ആണല്ലോ? ശരി, എന്താണ് ഒരു റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. റെസൊണൻസ് ആക്ച്വലി നമുക്ക് വളരെ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സൂപ്പർഫിഷ്യലായിട്ടേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എല്ലാ സർക്യൂട്ടിനും അതിൻ്റേതായിട്ടുള്ള ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞാൽ അതിലാണ് അതിന് മാക്സിമം മിനിമം എന്താണ് വോൾട്ടേജ്, മിനിമം റെസിസ്റ്റൻസ് കിട്ടുക, മാക്സിമം കറണ്ട് കിട്ടുക, അങ്ങനെ അത് ഞാൻ പറയാം എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ ഈ നാച്ചുറൽ ഫ്രീക്വൻസി എപ്പോഴും നമ്മുടെ ആ ഒരു സർക്യൂട്ടിന് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില ടൈമിൽ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ്, ഓക്കെ ആണല്ലോ, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് നാച്ചുറൽ ഫ്രീക്വൻസിയോട് ഈക്വലായി കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ആണ്, വേറൊന്നുമില്ല. ഇറ്റ് ഈസ് എസെൻഷ്യലി വെൻ ഒരു സർക്യൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു ദി അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ ആണല്ലോ? സോ വാട്ട് യു മീൻ ബൈ റെസൊണൻസ്? റെസൊണൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ദ നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദി അപ്ലൈഡ് വോൾട്ടേജ്. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദ നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദി അപ്ലൈഡ് വോൾട്ടേജ്. ഇനി സീരീസ് റെസൊണൻസ്. അപ്പോൾ ഒരു റെസൊണൻസ് നടക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇൻ റെസൊണൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഫോളോഡ് എന്ന് ചോദിക്കും. റെസൊണൻസിൻ്റെ സമയത്ത് XL വിൽ ബി ഈക്വൽ ടു XC, ഒന്നാമത്തെ പോയിൻറ്റ്. VL ഈസ് ഈക്വൽ ടു VCC, രണ്ടാമത്തെ പോയിൻറ്റ്. phi ഈസ് ഈക്വൽ ടു 0, അതായത് വിയും ഐയും സെയിം ഫേസിലായിരിക്കും. അതുപോലെ തന്നെ ഇംപിഡൻസ് മിനിമം ആയിരിക്കും, അത് R ആയിരിക്കും. അതിൻ്റെ പേരാണ് ഇംപിഡൻസ് മിനിമം. അതുപോലെ കറണ്ട് മാക്സിമം ആയിരിക്കും, ആൻഡ് ദാറ്റ് ഈസ് V/R. ഇത് നമ്മൾ പറയുന്ന പേരാണ് കറണ്ട് മാക്സിമം. ഓക്കെ ആണോടാ? സോ ഇത്രയും കാര്യങ്ങളാണ് റെസൊണൻസിൽ നടക്കുന്ന കാര്യങ്ങൾ. XL ഈക്വൽ ടു XC, VL ഈക്വൽ ടു VC, V ആൻഡ് I ഇൻ സെയിം ഫേസ്, ഇംപിഡൻസ് മിനിമം, കറണ്ട് മാക്സിമം. ഈ 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? വാട്ട് ഈസ് റെസൊണൻസ് ഫ്രീക്വൻസി? നമുക്കറിയാം ഇവിടെ XL ഈസ് ഈക്വൽ ടു XC ആണ്, അഥവാ ωRL ഈസ് ഈക്വൽ ടു 1/ωRC. ഈ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അല്ല,
ഒമേഗ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി അറ്റ് റെസൊണൻസ് ആണ്. റെസൊണൻസ് ആണ് കേട്ടോ, അല്ലാണ്ട് റെസിസ്റ്റൻസ് അല്ല. റെസൊണൻസ് ടൈമിലുള്ള ഒമേഗയാണ്. ഓർ ഒമേഗ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/LC, ഓർ ഒമേഗ ആർ ഇസ് ഈക്വൽ ടു 1/√LC, or you can write it as frequency R is equal to 1/2π√LC. Okay anoda. So this is the frequency, of resonance. Okay ano, resonance frequency de equation aanu FR is equal to 1/2π√LC ennu parayunnathu. Okay analo. ശരി, ഈ ഒരു എന്താ പറയുക, ഗ്രാഫ് ഒന്ന് കാണാപ്പാടം പഠിക്കുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വേരിയേഷൻ ഓഫ് ഇംപിഡൻസ് വിത്ത് ഫ്രീക്വൻസി. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം ഇംപിഡൻസ് മാക്സിമം ആയിരിക്കും, പിന്നെ കുറയും. നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി എത്തുന്ന സമയത്ത് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ ഏറ്റവും കുറയും, പിന്നെ കൂടും. ഓക്കെ ആണല്ലോ. ശരി, സോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇഫ് എഫ് ഇസ് ലെസ് ദാൻ എഫ് ആർ, ദെൻ XL is less than XC. If F is equal to FR, XL equal to XC, and F is more than FR, XC is more than XL. Okay, sorry, XL is more than XC. Okay ആണല്ലോ. ശരി, ഇനി വേരിയേഷൻ ഓഫ് ഐ വിത്ത് എഫ് ഉണ്ട്. ഇതാണ് ഡയഗ്രാം. വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് ഐ വിത്ത് എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആലോചിക്കേണ്ടത്. As F increases, I first increase, then decrease. ഓക്കെ ആണല്ലോ. ആദ്യം കൂടും, പിന്നെ കുറയും. ഓക്കെ ആണല്ലോ. ഇതാണ് നടക്കുന്ന കാര്യം. ഓക്കെ ആണല്ലോ, ഇതാണ് നടക്കുന്ന കാര്യം. ശരി, ഇനി ഹാഫ് പവർ ഫ്രീക്വൻസി. എന്താണ് ഹാഫ് പവർ ഫ്രീക്വൻസി പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് പവർ ബിക്കംസ് ഹാഫ്. ഓക്കെ ആണല്ലോ. പവർ ഹാഫ് ആവുന്ന ഫ്രീക്വൻസി, അതിനാണ് ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എളുപ്പമാണ്. ഓക്കെ ആണല്ലോ. ശരി, വാട്ട് ഈസ് എ ബാൻഡ് വിത്ത് പറഞ്ഞടാ? ബാൻഡ് വിത്ത് ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഫ്രീക്വൻസീസ് ആണ്, F1 മൈനസ് F2. അതിനാണ് നമ്മൾ ബാൻഡ് വിത്ത് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ക്വാളിറ്റി ഫാക്ടർ? ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ബേസിക്കലി ഗിവ്സ് ആൻ ഐഡിയ, ഒരു ഐഡിയ തരും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ അബൌട്ട് സ്റ്റോർഡ് എനർജി ആൻഡ് ലോസ്റ്റ് എനർജി. ജസ്റ്റ് എന്താണ് ടേംസ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് മാത്രമേ ചോദിച്ചുള്ളൂ. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എനർജി സ്റ്റോർ ചെയ്തു, അതുപോലെ എത്ര എനർജി ലൂസ് ചെയ്തു റെസൊണൻസ് ടൈമിൽ, അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ തരുന്ന സാധനമാണ്. ആൻഡ് ക്വാളിറ്റി ഫാക്ടർ Q is equal to 2π into maximum energy stored per cycle divided by maximum energy loss per cycle. ഇതിനെയാണ് ക്വാളിറ്റി ഫാക്ടർ Q എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ക്വാളിറ്റി ഫാക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. ഇതൊക്കെ NCERT ഉള്ളതാണ്. ഷാർപ്നെസ് ഓഫ് റെസൊണൻസ്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഇത് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ലാത്തൊരു ചങ്ങായാണ്. ഇറ്റ് ഈസ് യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ്. അതുപോലെ വാട്ട് ഈസ് Q is equal to? Q is equal to ഒരു ഇക്വേഷൻ ഉണ്ട്, XL at resonance divided by R ആണ്, which is also equal to XC at resonance equal to R. R is equal to 2π frequency at resonance into R by R, or this is 1/R root of L by C, or this is frequency at resonance divided by bandwidth, or this is frequency by bandwidth. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? സോ ഇത്രയുമാണ് ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. യൂഷ്വലി ചോദിക്കാറ് ഇതാണ്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് അവർ റെസൊണൻസ് ഫ്രീക്വൻസിയും ബാൻഡ് വിഡ്ത്തും തന്നിട്ട് ക്വാളിറ്റി ഫാക്ടർ കാണാൻ പറയും. ഓക്കെ ആണല്ലോ. ശരി,
ഇനി മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാഗ്നിഫിക്കേഷൻ അല്ല. മാഗ്നിഫിക്കേഷൻ ഇതിനകത്ത് പറയുന്ന മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഫാക്ടറിൻ്റെ വേറൊരു ടേമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, 3 റെസിസ്റ്റൻസ് ഇങ്ങനെ തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക ഏതാണ് ഏറ്റവും കൂടിയ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോട്ടിലുള്ളതാണ് ഏറ്റവും കൂടിയ. R1 > R2 > R3 ആണ്. അപ്പോൾ താഴെയുള്ളതാണ് ഏറ്റവും കൂടിയ റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് അറ്റ് റെസൊണൻസ് VL ഓർ VC എന്ന് പറയുന്നത് QEയോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു Q ഫാക്ടർ. ഓക്കെ, ശരി. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ ഇത് എന്താണെന്നൊന്നും അറിയണ്ട കേട്ടോ മക്കളെ. ഇനി ഷാർപ്നെസ് ഉണ്ടല്ലോ. ഈ ഷാർപ്നെസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഫാക്ടറിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. which is also proportional to magnification factor. ഓക്കെ ആണോ? സോ R കുറയുന്നതനുസരിച്ച് Q കൂടും, അതോടെ ഷാർപ്നെസ്സും കൂടും. ഇതാണ് R കുറയുന്നതിനനുസരിച്ച് Q കൂടും, അതോടെ ഷാർപ്നെസ്സും കൂടും. ഓക്കെ ആണല്ലോ. അത് കഴിയുന്നതോടെ വി ഹാവ് റീച്ച്ഡ് ദ ലാസ്റ്റ് ടോപ്പിക്. ഓക്കെ ആണല്ലോ. ഇനി 1 or 2 ഒരു ടോപ്പിക് കൊണ്ടേ ഉള്ളൂ. വാട്ട് ഈസ് ദ പവർ ഇൻ AC സർക്യൂട്ട് ഒരൊറ്റ ഇക്വേഷൻ എഴുതാറാനുള്ളൂ. അതോടെ ഈ ചാപ്റ്റർ കഴിയും. സോ പവർ, ആദ്യം ആവറേജ് പവർ എന്താണെന്ന് പറയാം. സോ ആവറേജ് പവർ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആവറേജ് പവർ ഇസ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു cos phi. ഓക്കെ ആണല്ലോ. അതുപോലെ ഇനി ഒരു ഇതുണ്ട്, ഒരു ടേബിൾ പോലെ വരയ്ക്കാം. ടേബിളൊന്നും ഇല്ല. What is the instantaneous power? Instantaneous power V is equal to VI. What is the average power? അല്ലെങ്കിൽ ഇതിനെ വേറെ പേര് പഠിച്ചോടാ, actual power or dissipated power or power loss. That P is equal to VRMS ഇൻറ്റു IRMS ഇൻറ്റു cos phi. ഓക്കെ ആണല്ലോ. ശരി, അടുത്തത് വാട്ട് ഈസ് ദി വിർച്വൽ പവർ ഓർ അപ്പാരൻറ്റ് പവർ ഓർ RMS പവർ. ഇതൊക്കെ ഒരേ പവറാണ് കേട്ടോ മക്കളെ. ഇതിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് ടേംസാണ് സാറ് പറയുന്നത്. P is equal to VRMS ഇൻറ്റു IRMS. അതുപോലെ ലാസ്റ്റ് തിങ്, വാട്ട് ഇസ് ദി പീക്ക് പവർ. പീക്ക് പവർ P is equal to V0 I0. This is every power you will ever need in your life. പവറിന് എന്തൊക്കെ ടേംസ് ഉണ്ടോ, എങ്ങനെയൊക്കെ ചോദിക്കാമോ എല്ലാം സാറാണ്. ഇനി ഒരിക്കലും വാട്ട് ഈസ് എ വിർച്വൽ പവർ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് മേപ്പിട്ട് നോക്കരുത്. വാട്ട് ഈസ് എ ഡിസിപ്പേറ്റഡ് പവർ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കരുത്. എല്ലാ ടേംസും NCERTയിലായിട്ടും പല ടെക്സ്റ്റ് ബുക്കുകളിലായിട്ടും പല വർഷങ്ങളിൽ ചോദിച്ചതായിട്ടുള്ള എല്ലാ പവറും സാർ ഒന്നും ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാ ടെർമിനോളജീസും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഒറ്റ കാര്യമുള്ളത്, ഇതിൽ IRMS cos phi എന്ന് പറഞ്ഞ ആൾ, ഇവനെയാണ് ആക്റ്റീവ് പാർട്ട് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്ട്ഫുൾ കറണ്ട്. എന്താണത്? വാട്ട്ഫുൾ കറണ്ട് ഓർ വർക്ക്ഫുൾ കറണ്ട്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ്. ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ്. അതുപോലെ IRMS സൈൻ ഫൈ എന്ന് പറയുന്നത് ഇതാണ് ഇനാക്റ്റീവ് പാർട്ട് ഓഫ് കറണ്ട്. ഓക്കെ ആണ്, ഇറ്റ് ഈസ് ഇനാക്റ്റീവ് പാർട്ട് ഓഫ് കറണ്ട്. ഓർ ഇതിനെയാണ് വാട്ട്ലെസ് കറണ്ട് ഓർ വർക്ക്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഇറ്റ് ഈസ് ഇൻ
ക്വാഡ്രേച്ചർ വിത്ത് വോൾട്ടേജ്. ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് ഫാൻസി ഒക്കെയാണ്. ഇവർ തമ്മിൽ പരസ്പരം 90 ഡിഗ്രിയാണ് ഉദ്ദേശിച്ചത്. 90 ഡിഗ്രി വിത്ത് വോൾട്ടേജ്. ഓക്കെ ആണോ? ശരി. നെക്സ്റ്റ് തിങ്, വാട്ട് ഈസ് ദി പവർ ഫാക്ടർ? പവർ ഫാക്ടർ പി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, പി ബാർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഇസ് ERMS ഇൻറ്റു IRMS ഇൻറ്റു cos phi, ഓർ ദിസ് ഇസ് RMS പവർ ഇൻറ്റു cos phi എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശരി. ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ്, വാട്ട് ഈസ് ദി പവർ ഫാക്ടർ ഓർ cos phi? This is equal to average power divided by RMS power, or this is cos phi is equal to R by Z. ഇതാണ് ആ പവർ ഫാക്ടർ കേട്ടോ. പവർ ഫാക്ടർ ഇസ് cos phi is equal to R by Z. ഓക്കെ ആണല്ലോ? ശരി. പിന്നെ നമുക്കൊരു ചോക്ക് കോയിലുണ്ട്. ചോക്ക് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കുറയ്ക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. ഇതിൽ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ചോക്ക് കോയിലിനെ സംബന്ധിച്ച് അതിൻ്റെ പവർ ഫാക്ടർ cos y ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് എവറിത്തിങ് അബൌട്ട് എ സി. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് എവറിത്തിങ് അബൌട്ട് എ സി. ഇനി LC ഓസിലേഷൻ ഉണ്ടോ? ഓക്കെ. ഒരു LC ഓസിലേഷൻ കൂടെ ബാക്കിയുണ്ട് അല്ലേ? സോറി, അങ്ങോട്ട് തീർക്കട്ടെ. LC ഓസിലേഷൻ. അപ്പോൾ LC ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നീ ഒരു ഇൻഡക്ടറും അതുപോലെ കപ്പാസിറ്ററും ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്ററിലുള്ള എനർജി ഡിസ്ചാർജ് ഇൻഡക്ടറിലേക്ക് പോകും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് LC ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ വാട്ട് ഹാപ്പൻസ് ഇസ്, LC ഓസിലേഷൻ ഇക്വേഷൻ ഉണ്ട്, Q/C പ്ലസ് LD²Q/dt² ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ ഇത് വെച്ചിട്ട് നീ ആകെ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് അബൌട്ട് അൺഡാംഡ് ഓസിലേഷൻ. സോ വിച്ച് ഐ എം സെയിങ്, ഇതിൽ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ω² ഈക്വൽ ടു 1/LC, ഓർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 2f ഇസ് ഈക്വൽ ടു 1/2π × √L/C ആണ്. ഓക്കെ ആണല്ലോ? ആൻഡ് വാട്ട് ഈസ് ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ചോദിക്കും. U ഈസ് ഈക്വൽ ടു ½ QM²/C. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ചാർജ് UB എന്ന് പറയുന്നത് ½ LIM² ആണ്. IM എന്ന് പറയുന്നത് മാക്സ് കറണ്ടാണ് കേട്ടോ, മാക്സിമം കറണ്ടാണ് IM എന്ന് പറയുന്നത്. അതുപോലെ വാട്ട് ഹാപ്പൻസ് ഇസ്, ഓസിലേഷൻ സമയത്ത് Umax ഡ്യൂ ടു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് Umax ഡ്യൂ ടു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ ആണല്ലോ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ½ QM²C is equal to ½ LIM². ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് അബൌട്ട് ദി ഓക്കെ ആംപ്ലിറ്റ്യൂഡ് ഫേസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ അല്ലേ? അത് ഓക്കെ, അതെന്തോ സ്ലൈഡ് ഉണ്ടാക്കി വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ റെസ്പോൺസിന് ചോദിക്കുന്നത് ഇതിൽ വെൻ ദ ടൈം ഇസ് ഈക്വൽ ടു T/4, 3T/4, 5T/4, ഈ സമയത്ത് എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് ദിസ് ഇസ് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക്. ഇത് മൊത്തത്തിൽ മാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതുപോലെ വെൻ T ഇസ് ഈക്വൽ ടു T/8, 3T/8, 5T/8, ഇവിടെ എനർജി ഈസ് ഈക്വലി ഷെയർഡ് ആണ് കേട്ടോ. എനർജി ഈസ് ഈക്വലി ഷെയർഡ് ബിറ്റ്വീൻ L ആൻഡ് C. ഓക്കെ ആണല്ലോ? ഈ കാര്യങ്ങളോട് ആലോചിച്ചിരിക്കുക, ഏതൊക്കെ ടൈമിൽ എന്തൊക്കെയാവുന്നു എന്നുള്ളത്. ഓക്കെ ആണല്ലോ? വിത്ത് ദാറ്റ് നോട്ട് വി ഹാവ് കംപ്ലീറ്റഡ് ദി AC ചാപ്റ്റർ. ഓക്കെ ആണോ? അങ്ങനെ നമ്മുടെ AC ചാപ്റ്റർ മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് MCQs ആണ് ചെയ്യാനുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ചാപ്റ്റർ? ഇഷ്ടമായോ? നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ കിട്ടിയോ? ഈസ് എവറിത്തിങ് ഓക്കെ ഫോർ എവ്രി വൺ? എല്ലാവർക്കും മനസ്സിലായോ ചാപ്റ്റർ? നല്ലൊരു ഐഡിയ കിട്ടിയോ? ഞാൻ
എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടാണ് ഈ ചാപ്റ്റർ ഞാൻ ഫുൾ എടുത്തത് കേട്ടോ. ചില ചാപ്റ്റർ എടുക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നായിരുന്നു കുറച്ചും കൂടെ പറയായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യായിരുന്നു എന്ന്. ദിസ് ചാപ്റ്റർ ഇൻ മൈ വേ ആസ് എ ഫാക്കൾട്ടി ഐ ആം ലൈക്ക് സോ ഹാപ്പി ബിക്കോസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ പറയേണ്ട അതേ സ്പീഡിൽ പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഐ ആം കൈൻഡ് ഓഫ് ഹാപ്പി വിത്ത് ദ തിങ്സ് ഐ ഹാവ് ടേക്കൺ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? ഒരു AC-നെ കുറിച്ച് ഓവറോൾ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? നോട്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട. ഐ ക്യാൻ സേ ദിസ് ഇസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് വിച്ച് യു ക്യാൻ ഗെറ്റ്. AC-യിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് നോട്ട്. എനിക്ക് കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു നോട്ട് ഞാൻ ഉണ്ടാക്കിയാലുള്ള അല്ലെങ്കിൽ ഞാൻ അക്വയർ ചെയ്തൊരു നോട്ടിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ AC-യുടെ നോട്ട്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ നോട്ട്സ് ട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ, താങ്ക് യു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് പോലെയല്ല, ജസ്റ്റ് വാട്ട് ഐ ഹാവ് ടു സേസ്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഭയങ്കര നല്ലതായിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ വിൽ ബി സോ ഹാപ്പി ഇഫ് യു കുഡ് ലീവ് സം കമൻറ്റ്സ്. ഓക്കെ ആണല്ലോ. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വേറെ കുട്ടികൾ, പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കുട്ടികളും പല ആൾക്കാരും ഇത് വരും. അവർ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന പോലെ തന്നെ അവർ വീഡിയോ ഓപ്പൺ ചെയ്യും, നേരെ കമൻസ് ആണ് എടുത്ത് നോക്കാം. സോ കമൻസിൽ നല്ല റിവ്യൂസ് ഉണ്ടെങ്കിൽ കുട്ടികൾ ആ വീഡിയോ കാണും. കഴിഞ്ഞ വർഷം നമ്മുടെ ഒരുപാട് വീഡിയോസ് നല്ല 25, 30, 40K ഒക്കെ കയറുന്നെല്ലാം കമൻസ് നിങ്ങളിടുന്ന സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇത്രയും നല്ല സപ്പോർട്ട് ക്ലാസ് എടുത്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാവുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് യു ക്യാൻ ഷെയർ, യു ക്യാൻ സബ്സ്ക്രൈബ് അവർ ചാനൽ, അതിൻ്റെ ഒപ്പം തന്നെ നല്ല കമൻസ് ഇടുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. സോ ഐ വുഡ് ട്രൂലി അപ്രീഷിയേറ്റ്. നമ്മളിപ്പോൾ ഞാൻ ഇത്ര എടുത്ത് 3 hours ഞാനൊരു 3 hours കൊണ്ടൊക്കെ ആ ഒരു ചാപ്റ്റർ എടുക്കാം. നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റിയ റീപേ എന്ന് പറയുന്നത് ഒരു കമൻറ്റാണ്. ഒരു കമൻറ്റിന് കൂടിപ്പോയ 1 minute, 1.5 minute നല്ല ക്ലാസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു നല്ല ക്ലാസ്. ഇനി എന്തെങ്കിലും മോശം കാര്യം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു പോസ്റ്റ്. ഐ വിൽ ബി സോ ഹാപ്പി ടു റീഡ് ഇറ്റ് ആൻഡ് ഐ വിൽ ബി സോ ഹാപ്പി ടു കറക്റ്റ് ഇറ്റ്. ഓക്കെ ആണല്ലോ. കാരണം എൻ്റെ ലക്ഷ്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്ന മിസ്റ്റേക്ക് അടുത്തൊരു ബാച്ചിന് അല്ലെങ്കിൽ അടുത്തൊരു കുട്ടിക്ക് കൊടുക്കരുത്. സോ ഐ നീഡ് ടു കറക്റ്റ് മൈ സെൽഫ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് ദാറ്റ് ഓൾസോ സോ ദാറ്റ് ഐ ക്യാൻ ചേഞ്ച്. സോ യു ക്യാൻ ഫീൽ ഫ്രീ ടു കമൻറ്റ് നിങ്ങളുടെ ഓരോ തോട്ട്സ് അബൌട്ട് ദ ചാനൽ കാര്യങ്ങളൊക്കെ കമൻറ്റ് ഇട്ട് ഐ വിൽ ബി സോ ഹാപ്പി. സോ കീപ്പിംഗ് ദാറ്റ് അസൈഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോവാം, കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ദ RMS വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഷോൺ ഇൻ ദ ഫിഗർ ഈസ്. ആക്ച്വലി ഇത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ടേബിളിൽ കാണിച്ചു തന്നാണ് വാല്യൂ എത്രയാണെന്നുള്ളത്. ഇതിൻ്റെ RMS വാല്യൂ V0/√2 ആണ്. എന്നാൽ ഇതിനൊരു കുട്ടിക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കും. മാത്തമാറ്റിക്കലി സോൾവ് ചെയ്തിട്ട് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം. ഇതിൽ നിങ്ങൾ ഈ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഈ വിൻ്റെ വാല്യൂ V0 ആണ്. ഏതുവരെ? T2 വരെ അല്ലേ? ഇത് 0 < T/2. T/2 വരെ ഇതിൻ്റെ വാല്യൂ V0 ആണ്. അതുപോലെ V = 0 എപ്പോഴാണ്? T/2 < T. പകുതി ടൈമിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ ആണല്ലോ. ശരി, VRMSന് ഞാനൊരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്നറിയില്ല. VRMS is equal to integral 0 to T V² dt by integral 0 to T dt. ഓക്കെ ആണല്ലോ. which is varying from ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ ആണല്ലോ. സോ ദിസ് is equal to integral 0 to T/2 V² dt പ്ലസ് ആദ്യത്തേൽ കണ്ടോ, ആദ്യത്തെ ഹാഫിൽ V² ഉണ്ട്, എന്നാൽ T/2 to T അതാണല്ലോ അടുത്ത ഹാഫ്, സെക്കൻഡ് ഹാഫ്, അതിൽ 0 ഉള്ളൂ, 0T ബൈ ഇൻറ്റഗ്രൽ 0 to T dt. ഇതിൻ്റെ 1/2. ഓക്കെ ആണല്ലോ. സോ ദിസ് is equal to V0² ഇൻറ്റു ഇതിന് ഇൻ്റഗ്രൽ മാത്രം എടുത്താൽ മതി. ഇൻ്റഗ്രൽ 0 to T dt ആണ് ബൈ T കേട്ടോ. ഇൻ്റഗ്രൽ 0 to T dt ആണ് T എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ശരി, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V0² T raised to 1/2 whole raised to 1/2. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് V0² T/2. ഓക്കെ ആണല്ലോ. നമ്മളിതിന് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, T/2 whole raised to 1/2. ഓക്കെ ആണല്ലോ. ഓർ ദിസ് ഈസ് V0² whole raised to 1/2 അഥവാ
VRMS is V0 by root 2. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്താലും നിങ്ങൾ എക്സാമിന് ഈ ആൻസർ എത്തൂല, അറിയാലോ. അതുകൊണ്ടാണ് സൈനുസോയിഡലിൻ്റെയും ടൂത്ത് വേവിൻ്റെയും ഒക്കെ സാറ് RMS നിങ്ങൾക്ക് തന്നത്. ഓക്കെ ആണല്ലോ. ആ RMS കാണാപ്പാടം പഠിച്ചാൽ മതി. അല്ലാണ്ട് ഇതൊക്കെ കണ്ട് ഉത്തരം എത്തുമ്പോഴേക്കും വൈകുന്നേരം ആവും അല്ലേ. V0 by root 2. In an AC circuit, IRMS and I0 are related to S. നമുക്കറിയാം IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I0 by root 2 ആണ്. ഓക്കെ ആണല്ലോ. IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I0 by root 2 ആണ്. അടുത്തത് okay, a coil of self-inductance L is connected to a series of bulb and an AC source. ശരി. Brightness of the bulb decreases when. ശ്രദ്ധിക്കാം, നിങ്ങൾ ഇതിൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡക്റ്റൻസിൽ ബ്രൈറ്റ്നസ് കുറയണം എന്നാണ് പറഞ്ഞത്. ബ്രൈറ്റ്നസ് കുറയണം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് ബൾബിലൂടെയുള്ള കറണ്ട് കുറയണം അല്ലേ. ബൾബിലൂടെയുള്ള കറണ്ട് കുറയുമ്പോഴാണ് അതിൽ കറണ്ട് കുറയുമ്പോൾ ബ്രൈറ്റ്നസ് കുറയും. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഇൻഡക്ടറിന് കൂടുതൽ കറണ്ടിനെ ഹോൾഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇൻഡക്ടർ എങ്ങനെയെങ്കിലും ആ കറണ്ടിനെ കുറയ്ക്കണം. ശരിയാണോ? ആ ഇൻഡക്ടറിനെ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. രണ്ടാമത്തെ ഓപ്ഷൻ അതങ്ങോട്ട് ഒരു അയൺ റോഡ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിൻ്റെ ഉള്ളിൽ സെൽഫ് ഇൻഡക്റ്റൻസ് വഴി അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി പുതിയൊരു EMF ഉണ്ടാവില്ലേ? അപ്പോൾ അതിലൂടെയുള്ള കറണ്ട് കുറയില്ലേ? അങ്ങനെ അയൺ റോഡ് ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ബാക്കി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വാട്ട് ഹാപ്പൻസ് ഇസ് നോ ചേഞ്ച് ആണ് കേട്ടോ, ഒന്നും സംഭവിക്കില്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് the current I in an AC circuit with inductance coil varies with time as given in the graph. Which one of the following graph gives the variation of voltage with time? ഓക്കെ ആണല്ലോ, മനസ്സിലാക്കാം. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ACയുടെ ആണ്, അതായത് കറണ്ട് കൂടുന്നു കുറയുന്നു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ശരി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു AC-യിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. VT ഗ്രാഫ് എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ഡിക്രീസിങ്. അതായത് ഒരു AC കറണ്ടിൽ ടൈം കൂടുന്തോറും അതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുക. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വൺ തിങ്. അടുത്തത് എ 40 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 200 വോൾട്ട്. ഞാൻ പറഞ്ഞു ഫ്രാങ്ക് ആയിട്ട് അവരൊരു വോൾട്ടേജ് തരാണ്, അവർ പറഞ്ഞു തന്നിട്ടില്ല പീക്ക് വോൾട്ടേജ് ആണ്. സോ യു ഓൾവേസ് ടേക്ക് ഇറ്റ് ആസ് VRMS. സോ ഹിയർ VRMS ഇസ് ഈക്വൽ ടു 200 വോട്ട്. ഓക്കെ ആണല്ലോ. VRMS എന്ന് പറയുന്നത് 200 വോട്ടാണ്. അതുപോലെ കപ്പാസിറ്റൻസ് C ഇസ് ഈക്വൽ ടു 40 മൈക്രോഫാരഡ് ആൻഡ് ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 40 × 10⁻⁻6 വോട്ട് ആൻഡ് ഫ്രീക്വൻസി മ്യൂ ഇസ് ഈക്വൽ ടു 50 ഹെർട്സ്. ഓക്കെ ആണല്ലോ, 50 ഹെർട്സ്. നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് RMS ആണ്. IRMS എന്ന് പറയുന്നത് നമുക്കറിയാം ERMS ബൈ XC ആണ് അല്ലേ. So this is equal to ERMS by 1/ωc, or this is ERMS into omega into C. Okay ആണല്ലോ, omega into C. Or IRMS is equal to ERMS 200 ആയിരുന്നു, omega is 2π into 50 frequency 2π nu അല്ലേ, and C is equal to 40 × 10⁻⁻6. ഓക്കെ ആണല്ലോ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് 2.51 ആംപിയർ. ഓക്കെ ആണല്ലോ. ദി ആൻസർ ഇസ് 2.51 ampere. Okay, or which is C. അടുത്തത് okay, a small signal voltage V equal to V0 sin omega t supplied of an ideal capacitor. നിങ്ങൾ മനസ്സിലാക്കാം, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു എന്താ പറ്റുക, ഒരു കപ്പാസിറ്ററിലേക്ക് നീ ഒരു ഫുൾ സൈക്കിളിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഫുൾ സൈക്കിൾ. അതിൽ പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാകുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദ കപ്പാസിറ്റർ വിൽ ചാർജ്. നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദ കപ്പാസിറ്റർ വിൽ ഡിസ്ചാർജ്. അങ്ങനെ ഒരു ചാർജിങ് ഡിസ്ചാർജിങ് ആണ് ഒരു സൈക്കിളിൽ നടക്കുക. അപ്പം മൊത്തം കിട്ടിയ ചാർജിന് മൊത്തം ആ ഒരു പോസിറ്റീവ് സൈക്കിളിൽ കിട്ടിയ ചാർജ് മൊത്തം നെഗറ്റീവ് സൈക്കിളിൽ കപ്പാസിറ്റർ തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് ഒരു ഫുൾ ടൈമിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല, ഒരു രീതിയിലുള്ള ചാർജ് കൺസ്യൂം ചെയ്യില്ല. ഓക്കെ ആണോ? അടുത്തതാണ് ഇൻ ആൻ AC സർക്യൂട്ട് ദ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇസ് ഇത്. അപ്പോൾ E is equal to 200√2 sin omega t, ഓർ നമുക്കറിയാം E is equal to E0 sin omega t ആണ് അല്ലേ. ഓക്കെ,
ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വി ഗെറ്റ് E0 is equal to 200 root 2. അതുപോലെ ഒമേഗ is equal to 100 radian per second. ഓക്കെ, ദ ആർ എം എസ് വാല്യൂ ഇനി എന്താ വെച്ചാൽ കപ്പാസിറ്റർ C is equal to 1 മൈക്രോ ഫാരഡ്. ഓക്കെ ആണല്ലോ, ശരി. is equal to 10⁻⁻6 ഫാരഡ് കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആർ എം എസ് വാല്യൂ ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണാം. 1/ωc is equal to 1/omega is 100 and C is 10⁻⁻6. ഇത്ര ഓം ആയിരിക്കും ഇതിന് XC എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ആർ എം എസ്? നമുക്കറിയാം IRMS എന്ന് പറയുന്നത് VRMS/XC ആണ്. സോ ദിസ് ഇസ് VRMS എന്ന് പറഞ്ഞാൽ E0/√2 അല്ലേ? അതല്ലേ VRMS? E0/√2 ഡിവൈഡഡ് ബൈ 1/ωc. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 200√2/√2 ഹോൾ ഡിവൈഡഡ് ബൈ 1/ωc എന്ന് 100 × 10⁻⁻6 ആണ്. ഓക്കെ ആണല്ലോ. ഇത് വിൽ ബി 200 × √2 വെട്ടിപ്പോയി 200 × 100 × 10⁻⁻6. So this is 20 microampere. Okay ആണല്ലോ. The answer is 20 microampere. D. The answer is 20 microampere. ശരി. ഇനി a series LCR circuit is connected to an AC voltage source. When the L is removed. ശരി. So L റിമൂവ് ചെയ്യാണ്. L റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ tan phi നമുക്കറിയാം യൂഷ്വലി XC മൈനസ് XL ആണ്. സോ ഇവിടെ L റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി XC/R. ഓക്കെ ആണല്ലോ, ശരി. ദ ഫേസ് ഡിഫറൻസ് ഈസ് π/3. അതായത് ദിസ് ഈസ് tan π/3. ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണല്ലോ, ശരി. അതുപോലെ if instead C is removed, അതായത് when C is removed tan phi is equal to XL/R ആണ്. അതായത് ഇവിടെ എഗെയിൻ ഫേസ് ഡിഫറൻസ് tan π/3 ആണ്. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും അവർ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 2. ഇതൊന്ന് മനസ്സിലാക്കും എന്ത്? സി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ടും ഫേസ് സെയിം ആണ്. tan phi is tan π/3. ഇതൊന്ന് നിനക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് എന്ത്? സി XC/R is equal to XL/R. ആറും വെട്ടിപ്പോയി. അതായത് XL equal to XC ആണ് നിനക്ക് ഇവിടെ കിട്ടുന്ന കേസ്. ശരിയാണോ? XL equal to XC. ഇതിൻ്റെ മീനിങ് എന്താ? ദിസ് ബേസിക്കലി മീൻസ് വാട്ട്? ദേ ആർ ഇൻ റെസൊണൻസ്. ഇവർ റെസൊണൻസിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലോ. ദേ ആർ എസെൻഷ്യലി ഇൻ റെസൊണൻസ്. അപ്പോൾ എന്ത് പറ്റി? റെസൊണൻസിൽ നമുക്കറിയാം ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ഇംപിഡൻസ് റെസിസ്റ്റൻസ് ആണ്. ദെർഫോർ പവർ ഫാക്ടർ cos phi is equal to Z/R. പക്ഷേ ഇവിടെ Z R ആണ്. സോ R/R is equal to 1. മനസ്സിലായോ? ദി ആൻസർ ഈസ് 1. ഓക്കെ, അടുത്തത്. A circuit when connected to an AC source gives 12 volt of current. ഓക്കെ ആണല്ലോ, ശരി. ആൻഡ് കറണ്ട് ഓഫ് 0.2 volt. നമുക്ക് അതിൽ നിന്നൊരു ഇംപിഡൻസ് കണ്ടുപിടിക്കാം. 12/0.2 which is 60 ohm. The same circuit when given to a DC source of 12 volt gives a current of 0.4 ampere. ശരി. അപ്പോൾ ഇവിടെ DC സോഴ്സിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് റെസിസ്റ്റൻസ് R. R is equal to 12/0.4 which is 30 ohm. ഓക്കെ ആണല്ലോ. ഇനി ഇത് നിങ്ങൾ പവർ ഫാക്ടർ ഒന്ന് കണ്ടുപിടിച്ചേ. പവർ ഫാക്ടർ cos phi is equal to R/Z which is 30/60 or 1/2 or it is cos 60 degree. അതായത് ഇവിടെ തീറ്റ 60 ഡിഗ്രിയാണ്. തീറ്റ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെപ്പോഴും 60 ഡിഗ്രി എന്ന് എഴുതുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? വോൾട്ട്, അതായത് നമ്മുടെ ഫേസ് ഡിഫറൻസ് പറയാനാണ്. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രിയുടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഹിയർ കറണ്ട് ഈസ് ലാഗിങ്. ഓക്കെ ആണല്ലോ. കറണ്ട് ഈസ് ലാഗിങ്. നമുക്കറിയാം കറണ്ട് ലാഗ് ചെയ്യുന്ന ഏതിലാണ്? LR സർക്യൂട്ടിലാണ് അല്ലേ? കറണ്ട് ഈസ് ലാഗിങ് ഇൻ എൻ LR സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് എ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ ട്യൂണിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്യൂണിങ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റി ഫാക്ടറാണ്. ആൻഡ് ഇറ്റ് ഈസ് 1/R √L/C. സോ Q1 is equal to ഇവിടെ 1/20 √1.5/10
35 ഇൻറ്റു 10⁻⁻6. ഇത് 10.35 ആണ്. ഓക്കെ, 10.35 ആണ്. നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റും, അതായത് ബി സി ഡി, ഇതിൽ എല്ലാത്തിൻ്റെയും Q is equal to 1/r root of L/C കണ്ടുപിടിക്കാം. And the answer will be 9.43, 22.7, 7.3. ഇത് കാണുമ്പോൾ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഫാക്ടർ ഉള്ളത്. ഇതാണ് ഏറ്റവും 22.7. സോ ദി ആൻസർ ഈസ് സി. ഓക്കെ ആണല്ലോ. ഏതിനാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഫാക്ടർ ഉള്ളത് അതിനായിരിക്കും ഏറ്റവും നല്ല ട്യൂണിങ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ശരി, അടുത്തത് ആൻ ഇൻഡക്ടർ 20 മില്ലി ഹെൻറി കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതൊരു സീരീസ് LCR സർക്യൂട്ടാണ്. പവർ ലോസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലെറ്റ്സ് ഫൈൻഡ് ദി ഇംപിഡൻസ്. ഇംപിഡൻസ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R² പ്ലസ് XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 50² പ്ലസ് 1/C ഒമേഗ അല്ലേ. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 314 ഇൻറ്റു 100 ഇൻറ്റു 10⁻⁻6 മൈനസ് 314 ഇൻറ്റു 20 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഹോൾ സ്ക്വയർ. ഇത് യു ഹാവ് ടു സോൾവ് ഇറ്റ്. ഇനി ഒരിക്കലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. കാരണം ഞങ്ങളുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ദീസ് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ് അഗെയിൻ. ദിസ് ഇസ് 56 Ω. വാട്ട് ഈസ് ദ പവർ ലോസ്? പി ആവറേജ് എന്ന് പറഞ്ഞാൽ VRMS സ്ക്വയർ ബൈ സെറ്റ് സ്ക്വയർ ഇൻറ്റു R ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 10/√2 ഇൻറ്റു 56 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു 50. സോ ദിസ് ഇസ് 0.79 watts. ഓക്കെ ആണല്ലോ. ദ ആൻസർ ഇസ് 0.79 watts. അടുത്ത ക്വസ്റ്റ്യൻ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ഇൻഡക്റ്റൻസ് പവർ ഫാക്ടർ വെച്ചുള്ള പവർ ഫാക്ടർ cos phi is equal to R/Z ആണ്. സോ R/Z. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് VR ബൈ റൂട്ട് ഓഫ് VR² പ്ലസ് VL മൈനസ് VC ദി ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് 80 ബൈ റൂട്ട് ഓഫ് 80² പ്ലസ് 100 മൈനസ് 40 ദി ഹോൾ സ്ക്വയർ. ഇതിന് ആൻസർ 0.8 ആണ്. ഓക്കെ ആണോ. ദ ആൻസർ ഇസ് 0.8. ജസ്റ്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു തരാണ് കേട്ടോ. അടുത്തത് ആൻ ഇൻഡക്ടർ 20 മില്ലി ആംപിയർ കപ്പാസിറ്റർ. അഗെയിൻ റെസിസ്റ്റൻസ് ആണ്. പവർ ലോസ് തന്നെയാണ് ചോദിച്ചുള്ളത്. ഓക്കെ ആണല്ലോ. പവർ ലോസ് ആണ് ചോദിച്ചതെന്നുള്ളത്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ആദ്യം സെഡ് കണ്ടുപിടിക്കാം. സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC ദി ഹോൾ സ്ക്വയർ. സെയിം പ്രൊസീജിയറാണ് കേട്ടോ. എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കിട്ടുന്നത് 65.62 Ohm ആയിരിക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പീക്ക് കറണ്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു V0/Z. അത് 10/65.62 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ വി നോ ദാറ്റ് cos phi is equal to R/Z. അത് 40/65.62 ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് പവർ ലോസ്? VRMS ഇൻറ്റു IRMS ഇൻറ്റു cos phi. ഓർ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. VRMS എന്ന് പറഞ്ഞാൽ V0/√2 അല്ലേ. അപ്പോൾ V0/√2 ഇൻറ്റു I0/√2. അപ്പോൾ 1/2 ഇൻറ്റു V0 I0 cos phi. ഓക്കെ ആണല്ലോ. വാല്യൂസ് എല്ലാം ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഗെറ്റ് ദ ആൻസർ ഓഫ് 0.46 watt. 46. അപ്പോൾ ഇതിന് ഏറ്റവും അടുത്തുള്ളത് സി ആണ്. ഓക്കെ ആണല്ലോ. ശരി, ഓക്കെ. Last question. A coil of 40 Henry inductance is connected in series with a resistance of 8 ohm and the combination is joined to the terminals of a 2-volt battery. Time constant ആണ് ചോദിച്ചിട്ടുള്ളത്. ശരി, ഇതിനകത്ത് മനസ്സിലാക്കുക ചാർജ് സ്റ്റോർഡ് ഇസ് Q is equal to Q0 cos omega t and omega is equal to 1/√of LC. So cos omega t എന്ന് പറയുന്നത് Q/Q0 ആണ്. പക്ഷേ നമുക്കറിയാം Q is equal to CV. So this is CV2/CV1. അഥവാ it can be written as V2/V1. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ഇൻഡക്ടർ? I is equal to dQ/dt or d/dt of Q0 cos omega t. ഇതിന് നമുക്ക് എഴുതാം മൈനസ് Q0 ഒമേഗ സൈൻ ഒമേഗ ടി. ആൻഡ് വാട്ട് ഈസ് ദ കറണ്ട്? I is equal to നമുക്കറിയാം CV1 1/√LC
1/cos² ഒമേഗ ടിയുടെ റൂട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു ഇക്വേഷനാണ്. ഇത് എക്സാമിനുള്ളത് കൊണ്ട് തന്നാണ്. ഇങ്ങനൊരു ഇക്വേഷൻ വേണം ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. സോ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെൻ യു വിൽ ബി ഗെറ്റിംഗ് എസ് v1 ഇൻറ്റു √c/L 1 മൈനസ് v2/v1 the whole square whole raised to 1/2, or this is c into v1 square minus v2 square by L whole raised to 1/2. Okay ആണോ? whole raised to 1/2. okay. wait ഇത് വേറെ ക്വസ്റ്റൻ ആട്ടോ മക്കളെ, ഇതല്ല സൊല്യൂഷൻ. അതിൻ്റെ ഇത് മാറിയിട്ടുണ്ട്, സോറി. ഇതെന്താ വെച്ചാൽ ഇത് ടൈം കോൺസ്റ്റൻ്റ് അല്ലേ. ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻറ്റ് ടോ ഈസ് ഈക്വൽ ടു L/R അല്ലേടാ. ഇത് 40/8 5 ആണേ, സോറി. ഞാൻ എൻ്റെ ആൻസർ കീയിൽ കൊടുത്ത സൊല്യൂഷൻ ഒന്ന് മാറിപ്പോയി കേട്ടോ. ടൈം കോൺസ്റ്റൻറ്റ് 40/8 5 ആണേ. So that's it. That's all about this chapter. So we are finally ending this beautiful chapter as well. Okay, Anlo. So thank you for having me here, and we have successfully completed another beautiful chapter for the day. And we will be coming with another chapter soon. അപ്പോൾ നാളെ നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ, ഐ തിങ്ക് ഇറ്റ്സ് ആറ്റംസ്, ന്യൂക്ലിയൻ, അങ്ങനെ കുറച്ച് ചെറിയ ചാപ്റ്റേഴ്സ് കൂടെ തീർക്കാനുണ്ട്. അതോടെ തീർന്നു കഴിഞ്ഞാൽ ദ ഫിസിക്സ് ഇസ് കംപ്ലീറ്റ്ലി ഓവർ. ലെറ്റ്സ് സി. സോ നമുക്ക് കാണാം. ആൻഡ് അൺലെസ് ഇറ്റ്സ് ബൈ. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ വിലയേറെ കമൻസ് എല്ലാം താഴെ ഇടുക. and that will motivate us to take more classes. okay ആണല്ലോ. so that's all for the day. thank you for having me here. I will see in some other vlog, sorry, other videos. okay ആണല്ലോ. so bye.